യഹോവയിൽ വരുന്നു വായിക്കുന്ന പ്രകാരം നമ്മുടെ കാൽ വഴുതുവാൻ അവൻ സമ്മതിക്കുകയില്ല. ഇസ്രായേലിലെ പരിപാലകൻ മയങ്ങിയില്ല, ഉറങ്ങിയില്ല. അവൻ നമുക്ക് വലത്ത് ഭാഗത്ത് പകൽ ഹല്ലേലൂയ തണലാണല്ലോ. പകൽ സൂര്യനെങ്കിലും രാത്രി ചന്ദ്രനെങ്കിലും നിന്നെ ബാധിക്കാതെ വണ്ണം ഹല്ലേലൂയ നമ്മളെ കാത്തു പരിപാലിക്കുന്ന കർത്താവേ. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. ഗ്ലോറി ടു ഗോഡ്, ഗ്ലോറി ടു ഗോഡ്. രക്തത്താൽ ജയമെടുക്കുന്നു, രക്തത്താൽ ജയമെടുക്കുന്നു. ആധുരികമനുടേരമന ധരകമന രക്തത്താൽ ജയമെടുക്കുന്നു. ഹല്ലേലൂയ. പ്രാർത്ഥിച്ച് കരങ്ങളെ തട്ടി ചില നിമിഷങ്ങൾ കർത്താവിനെ സ്തുതിച്ചാട്ട്. ഹല്ലേലൂയ, ഹല്ലേലൂയ. ആരാധന ഏറ്റവും അനുഗ്രഹമായി തരുന്നു. ആളിൻ്റെ പെരുക്കത്താലെല്ലാം ആത്മാവിൻ്റെ ശക്തിയാൽ തന്നെ വലിയൊരു വിടുതൽ പൽക്കാലം അനുഭവിക്കുന്നതിന് വേണ്ടി ഹല്ലേലൂയ, ഹല്ലേലൂയ. ദൈവ സാന്നിധ്യം ഇറങ്ങി വരുന്നതിന് വേണ്ടി ദൂതന്മാർ ഉറ്റുനോക്കുന്ന ഒരു ആരാധനയായി ഹല്ലേലൂയ, സ്വർഗം സന്തോഷിക്കുന്ന ആരാധന. ഹല്ലേലൂയ. പരിസരം വരുന്ന കർത്താവിനെ ആരാധിക്കുവാൻ, ഹൃദയം കൊണ്ട് കർത്താവിനെ സ്തുതിക്കുവാൻ. ഹല്ലേലൂയ, ഹല്ലേലൂയ. കർത്താവെ അങ്ങേ വാഴ്ത്തുന്നു, അങ്ങേ സ്തുതിക്കുന്ന കർത്താവെ. ഹല്ലേലൂയ. രക്തത്താൽ ജയമെടുക്കുന്നു. ഹല്ലേലൂയ. ആലോചനയിൽ വലിയ കർത്താവ്, ഹല്ലേലൂയ. പ്രവൃത്തിയിൽ ഭയങ്കരമായ കർത്താവെ അങ്ങേ സ്തുതിക്കുന്നു, അങ്ങേ ആരാധിക്കുന്നു കർത്താവേ. ഹല്ലേലൂയ. സ്തോത്രം, 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 സ്തോത്രം. ഞാൻ ബുദ്ധി കൊണ്ട് പ്രാർത്ഥിക്കും, ഞാൻ ആത്മാവുകൊണ്ട് പ്രാർത്ഥിക്കും. ഹല്ലേലൂയ, ഹല്ലേലൂയ. വിക്കി കതരങ്ങളാൽ വഴികളെ തുറന്നാട്ട് ശക്തിയോടെ പരിശുദ്ധാത്മാവിന്റെ വലിയൊരു സാന്നിധ്യം നമ്മുടെ മൺകൂടാരങ്ങളിൽ. ഹല്ലേലൂയ. വിണ്ണിന്റെ ശക്തിയല്ല, ഉയരത്തിലെ ശക്തി. ഹല്ലേലൂയ. മണ്ണിന്റെ ശക്തി പുറമേ കളഞ്ഞ് വിണ്ണിലെ ശക്തി, ഉയരത്തിലെ ശക്തി ഹല്ലേലൂയ പ്രാപിക്കുന്നതിന് വേണ്ടി ഹല്ലേലൂയ ഒരു ഒരുക്കത്തോടുകൂടി മർക്കോസിന് മാളിക പുറകിൽ ഒരുക്കത്തോടെ ഹല്ലേലൂയ വലിയ വാഞ്ചിയോടെ പ്രതീക്ഷയോടെ ഹല്ലേലൂയ ഇരുന്നപ്പോൾ ഹല്ലേലൂയ പരിശുദ്ധാത്മാവ് ഇറങ്ങി വന്നതുപോലെ ഹല്ലേലൂയ മഴയ്ക്കായി വേഴാമ്പൽ കാത്തിരിക്കുന്ന പോലെ, മഴയ്ക്കായി കർഷകൻ കാത്തിരിക്കുന്ന പോലെ ഹല്ലേലൂയ ഒരുക്കപ്പെട്ട ഹൃദയങ്ങൾക്ക് പകരുന്ന ദൈവത്തിന്റെ ആത്മാവ് ഈ പൽക്കാലം നമ്മുടെ മൺകൂടാരങ്ങളിൽ ഇറങ്ങി വരുന്നതിന് വേണ്ടി ഹല്ലേലൂയ. ആധുരികമനുടേ രമന ധരകമന റബലഖമന ശംഭേരിഗി റീഗോ രമന ധരകമന ആധുരികമന റബലേ. ഹല്ലേലൂയ. രക്തത്താൽ ജയമെടുക്കുന്നു. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ഗ്ലോറി, 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 ഗ്ലോറി. ഹല്ലേലൂയ. പ്രാരംഭത്തിൽ ഫേബ ആദ്യം പ്രാർത്ഥിക്കും, അത് കഴിഞ്ഞാൽ സുനിൽ മുമ്പോട്ട് വന്ന് പ്രാർത്ഥന ലീഡ് ചെയ്യുന്നതായിരിക്കും. ഹല്ലേലൂയ. ആധുരികമനുടേ രമന ധരകമനേ റബലഖമനുടാ രമന. ഹല്ലേലൂയ. രക്തം ജയം. പ്രൈസ് ദി ലോർഡ്. കർത്താവ് തന്ന കൃപകൾക്കായി ഞങ്ങളെ ആയുസ്സോടെ ആരോഗ്യത്തോടെ ക്ഷേമത്തോടെ കർത്താവ് പരിപാലിച്ച് ചെയ്യുന്ന കർത്താവേ, അങ്ങയുടെ കൃപയല്ലാതെ ഞങ്ങൾക്കൊന്നും പ്രശംസിക്കാനോ ഇല്ല കർത്താവേ. കർത്താവേ, അടുത്ത് വരുമ്പോൾ കർത്താവിന്റെ വലിയ സാന്നിധ്യം കൂടിയുള്ളതിനായി ഞങ്ങൾ സ്തുതിക്കുന്നു കർത്താവേ. ഹല്ലേലൂയ. കർത്താവേ സ്തോത്രം. രണ്ടോ മൂന്നോ പേരെ കൂടിയാലും അവരുടെ നടുവിൽ കർത്താവിന്റെ വലിയ സാന്നിധ്യം കർത്താവേ കൂടിയുള്ളതിനായി ഞങ്ങൾ നിന്നെ സ്തുതിക്കുന്നു കർത്താവേ. ഹല്ലേലൂയ, ഹല്ലേലൂയ. കർത്താവേ അപ്പാ, ഞങ്ങൾ ഓരോരുത്തരും കടന്നു വന്ന പോലെ അപ്പാ മടങ്ങി പോകുമ്പോൾ കർത്താവിന്റെ ഹല്ലേലൂയ കൈയിൽ മടങ്ങി പോവാൻ ഞങ്ങൾ ഓരോരുത്തരെയും സഹായിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ഹല്ലേലൂയ. ആരംഭം മുതൽ അവസാനം വരെ കർത്താവേ ആരാധനയും കർത്താവിന്റെ വലിയ ശക്തിയും കാണുവാൻ തക്കവണ്ണം ഇടയാക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു കർത്താവേ. ആരെങ്കിലും ഭാരങ്ങളാലോ പ്രയാസങ്ങളോ ആലായിരിക്കുന്നെങ്കിൽ കർത്താവേ അവരെയൊക്കെയും കർത്താവ് തൊടുമാറാകണമേ എന്ന് പ്രാർത്ഥിക്കുന്നു കർത്താവേ. ഹല്ലേലൂയ. സ്തോത്രം, സ്തോത്രം. അങ്ങയുടെ സാന്നിധ്യത്തിൽ കർത്താവേ ഞങ്ങൾ ആളുമാറിയവരെ പോലെ കർത്താവേ ഹല്ലേലൂയ അങ്ങയെ സ്തുതിപ്പാൻ ആരാധിപ്പാൻ ഞങ്ങളെ സഹായിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു കർത്താവേ. ഹല്ലേലൂയ. അപ്പാ ഹല്ലേലൂയ. വരുവാനുള്ളവരെയൊക്കെയും വേഗത്തിൽ കർത്താവ് കൂട്ടിക്കൊണ്ട് വരുമാറാകണമേ എന്ന് പ്രാർത്ഥിക്കുന്നു കർത്താവേ. പുതിയ ആത്മാക്കളെ കർത്താവ് കൂട്ടിക്കൊണ്ട് വരുമാറാകണമേ എന്ന് പ്രാർത്ഥിക്കുന്നു കർത്താവേ. ഇവിടെ നിന്ന് പ്രാർത്ഥനയുടെ ശബ്ദം കർത്താവ് ഈ ദേശത്തെ കർത്താവ് ഇടയാക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു അപ്പാ. ഹല്ലേലൂയ. സ്തോത്രം, സ്തോത്രം കർത്താവേ. സഞ്ചരിക്കുക ഹല്ലേലൂയ. അതിന് നിനക്ക് തരുമെന്നുള്ള അങ്ങയുടെ വാഗ്ദത്തം പോലെ കർത്താവേ ഹല്ലേലൂയ ഞങ്ങൾ ഒരുമിച്ച് കൂടി ഇവിടെ ഇരുന്ന് ആരാധിക്കുമ്പോൾ കർത്താവേ ദേശത്തിന്റെ മേൽ കർത്താവിന്റെ വിടുതൽ ഇന്ന് പകൽ അയക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നപ്പാ. ഹല്ലേലൂയ. കർത്താവേ സ്തോത്രം, സ്തോത്രം അപ്പാ. ഞങ്ങളുടെ ഓരോ കുഞ്ഞുങ്ങളെ പ്രായമായ എല്ലാവരെയും കർത്താവിന്റെ സന്നിധിയിലേക്ക് ഏൽപ്പിക്കുന്ന കർത്താവേ. ഭാരങ്ങളും പ്രയാസങ്ങളും സഹായിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്ന കർത്താവേ. അപ്പാ ഹല്ലേലൂയ. പ്രത്യേകമായി ദേവദാസന്മാരെ ഏൽപ്പിക്കുന്ന കർത്താവേ. ബലപ്പെടുത്തണമേ കർത്താവ്. ക്രൂശിന്റെ മറവിൽ നിന്നുകൊണ്ട് കർത്താവിനെ ശുശ്രൂഷിപ്പാതക്കൊണ്ട് കർത്താവേ ഉള്ള ബലവും കൃപയും അവരുടെ മേൽ കർത്താവ് പകരണമേ എന്ന് പ്രാർത്ഥിക്കുന്ന കർത്താവേ. ഹല്ലേലൂയ. നല്ല പാട്ടുകളെ ഞങ്ങൾക്ക് തരണമേ, നല്ല സാക്ഷ്യങ്ങളെ കർത്താവ്
തരണമേ. കർത്താവിന്റെ വചനം ഞങ്ങൾ ഇന്ന് രാപകലിൽ കേൾക്കുമ്പോൾ കർത്താവേ, അത് ഞങ്ങളുടെ ജീവിതത്തിന് പുതുക്കത്തിന് കാരണമാക്കി തീർക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നപ്പ. ഹല്ലേലൂയ, ഹല്ലേലൂയ. കർത്താവേ, പരിശുദ്ധാത്മാവിന്റെ വലിയ ഒരു ശക്തി ഞങ്ങൾ ഓരോരുത്തരായി തീരുവാൻ കർത്താവിനെ ഇടയാക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു കർത്താവേ. ഹല്ലേലൂയ. കർത്താവേ, സ്തോത്രം, സ്തോത്രം, സ്തോത്രം കർത്താവേ. ഞങ്ങളുടെ ഓരോ കാര്യങ്ങളെയും കർത്താവ് അറിയുന്നതിനായി സ്തോത്രം കർത്താവേ. ഞങ്ങളുടെ ഹൃദയത്തിന്റെ നുറവുകളെ കർത്താവേ, ഞങ്ങളുടെ ഹൃദയത്തിന്റെ ഹല്ലേലൂയ ആഗ്രഹങ്ങളെ കർത്താവ് അറിയുന്നതിനായി സ്തോത്രം അപ്പ. കർത്താവേ, ഹല്ലേലൂയ. സകല പരിസരങ്ങളും കർത്താവിനെ ഹല്ലേലൂയ ഒരുപോലെ ആരാധിക്കാൻ ഞങ്ങളെ സഹായിക്കണമേ. നല്ല ഏകാഗ്രത കർത്താവേ, ഹല്ലേലൂയ. സ്തോത്രം, സ്തോത്രം കർത്താവേ. ഞങ്ങളുടെ കുഞ്ഞുങ്ങളൊക്കെ കർത്താവേ പരിശുദ്ധാത്മാഭിഷേകത്താൽ നിറയുവാൻ കർത്താവ് ഇടയാക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു കർത്താവേ. അവരുടെ മേൽ കർത്താവിന്റെ കരങ്ങൾ തൊടുമാറാകണമേ എന്ന് പ്രാർത്ഥിക്കുന്നു അപ്പൊ ഒരിക്കൽ കൂടെ കർത്താവിന്റെ സന്നിധിയിലേക്ക് സമർപ്പിക്കുന്നു കർത്താവേ. കടന്നു വന്നിരിക്കുന്ന ഓരോരുത്തരെ ഒരിക്കൽ കൂടെ ഏൽപ്പിക്കുന്നവരെ അനുഗ്രഹിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു അപ്പ. ഹല്ലേലൂയ. ഞങ്ങൾ കർത്താവേ ആരാധിക്കുമ്പോൾ കർത്താവേ ഹല്ലേലൂയ സത്യത്തിലും ആത്മാവിലും ആരാധിപ്പാൻ കൊണ്ട് ഞങ്ങളെ സഹായിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. സകല യാചനയും കർത്താവ് കേട്ടതിനായി സ്തോത്രം. മാനമഹത്വം എടുക്കണമേ. യേശുവിന്റെ അധികാരമുള്ള നാമത്തിൽ തന്നെ യാചിക്കുന്നു. ഞങ്ങളെ അതിവാത്സല്യമായി സ്നേഹിക്കുന്ന സ്വർഗത്തിലെ നല്ല പിതാവേ, അനുഗ്രഹമേറിയ നല്ല സമയത്തിനായിട്ട് സ്തോത്രം. ആത്മാവിൽ കർത്താവെ അങ്ങ് ആരാധിപ്പാൻ ഞങ്ങൾ അങ്ങനെ സന്നിധിയിലായിരിക്കുന്നു കർത്താവെ. കഴിഞ്ഞ ഒരാഴ്ചക്കാലം ഞങ്ങളെ പരിപാലിച്ചു. അമ്മേ, വീഴ്ച താഴ്ചകൾ സംഭവിച്ചിടത്തൊക്കെയും കർത്താവ് ഞങ്ങളുടെ കരങ്ങളിൽ അമ്മേ വഹിച്ച് ഞങ്ങളെ പരിപാലിച്ച് കൂട്ടിക്കൊണ്ടുവന്ന എല്ലാ ദഹയ്ക്കായി കർത്താവെ അങ്ങേ സ്തുതിക്കുന്നു കർത്താവെ. ഇന്ന് ഈ സമയം ഞങ്ങൾ അങ്ങേ ആരാധിക്കാൻ കടന്നു വരുന്നു കർത്താവെ. ആത്മാവിൻ്റെ സാന്നിധ്യം ഞങ്ങളുടെ മേൽ വർഷിപ്പിക്കുമാറാകണം. അവിടെ ദൂതന്മാരുടെ സാന്നിധ്യം ഞങ്ങൾ രുചിച്ചറിയുവാൻ ഇടയാകുമാറാകണമേ. വലിയൊരു ആത്മസാന്നിധ്യത്തിൻ്റെ മറവിൽ ഞങ്ങളെ മറച്ചുകൊള്ളുമാറാകണമേ. അങ്ങനെ നന്ദിയോടെ അങ്ങേ സ്തുതിപ്പാൻ ഹല്ലേലൂയ ഹൃദയത്തിലെ ആമേൻ ഹല്ലേലൂയ വലിയ ആഗ്രഹങ്ങളോടെ ഞങ്ങൾ ആയിരിക്കുന്നു കർത്താവേ. ഹല്ലേലൂയ, ഹല്ലേലൂയ. ആത്മാവിൽ സ്തുതിപ്പാൻ, ആത്മാവാം ദൈവത്തെ ആത്മാവിൽ സ്തുതിപ്പാൻ തക്കവണ്ണം ഞങ്ങളെ കർത്താവ് സഹായിക്കുമാറാകണമേ. ഞങ്ങളുടെ എല്ലാ കുറവുകളെയും പോർക്കുമാറാകണമെന്ന് പ്രാർത്ഥിക്കുന്നു. ഹല്ലേലൂയ. എല്ലാ കുറവുകളെയും ഏറ്റവും വിലയേറിയ ആരാധന അങ്ങേക്ക് സമർപ്പിപ്പാൻ തക്കവണ്ണം ഞങ്ങളെ ഓരോരുത്തരെയും ഞങ്ങളെ സഹായിക്കുമാറാകണം. ഞങ്ങളുടെ കുഞ്ഞുങ്ങളെ സഹായിക്കണം. ആബാലവൃത്തം ഞങ്ങളെ ഓരോരുത്തരെയും അങ്ങ് സഹായിക്കണം അപ്പാ. അർദ്ധനകലരമന ശലസ്ഥിരാധ രീഘാരമാന ശലന്തരാധനകേരകൽഖരഗജലരമന അശാരധരാധരീഭൽ പൗഡമനജന്തരഗജല രിഘാരകേന ശലനസ്യാര ഓ രിഗത്കരഗജലരവശാന്തരം അൽപരവചനധാരമനം ചലം ഔഷധപസ്ഥിരാധരാധനകൾ ഖരാധ അർത്ഥമന വൗഡനേഭൽ പൗഡരേഖേന ലാധനം ജാരവൈഡരേധാ രീതൽക്കനഗജലരവശാന്തരേ അങ്ങ് സഹായിക്കണം അപ്പാ. അലരൈക്ഷന്തരം ഇന്ന് പകൽക്കാലം ഹലരുകദൂര വൈശ്വരന്തരം അലരുകജലഗസ്യനജന്തലം അക്ഷരാധനകൾ ഖാരവൈശ്വരന്തരം ചില കുറവുകളെ പരിഹരിക്കുവാൻ തക്കവണ്ണം കർത്താവ് ഇറങ്ങി വരുമാറാകണമേ. ഹല്ലേലൂയ. ചിലത് എരിഞ്ഞു പോകുവാൻ സഹായിക്കണമേ. ചില രോഗബന്ധനങ്ങൾ അഴിയട്ടെ. ആത്മാവിൽ ആരാധിക്കുമ്പോൾ ഹല്ലേലൂയ ചില സ്വഭാവ ബന്ധനങ്ങൾ അഴിഞ്ഞു വീഴട്ടെ. ആത്മാവിന്റെ സാന്നിധ്യം ചിലതിന്റെ മേൽ വീഴട്ടെ. രഖാരകേന ആത്മാവിന്റെ വലിയ സാന്നിധ്യം ചിലതിന് മേൽ വ്യാപരിക്കണമേ. വിടുതൽ പ്രാപിപ്പാൻ തക്കവണ്ണം ഹല്ലേലൂയ ആമേൻ കേട്ടഴിഞ്ഞ ഹല്ലേലൂയ ആമേൻ കരങ്ങൾ പോലെ വിട്ടൊഴിഞ്ഞ കരങ്ങൾ പോലെ ആമേൻ ഭാരമില്ലാത്ത രീതിയിൽ മടങ്ങി പോവാൻ തക്കവണ്ണം ആത്മാവിന്റെ ഒരു ചലനമില്ലാതെ നടക്കുമാറാകണമെന്ന് പ്രാർത്ഥിക്കുന്നു കർത്താവേ. ശക്തമായ ഇടപെടൽ ഉണ്ടാകണമേ. ഹല്ലേലൂയ. ശുശ്രൂഷ മേഖലകളെ കർത്താവ് അനുഗ്രഹിക്കണമേ. ഞങ്ങളെ മതിയിൽ പാട്ട് പാടുന്ന സഹോദരങ്ങളെ അനുഗ്രഹിക്കണമേ. ഇൻസ്ട്രുമെന്റ് ഉപയോഗിക്കുന്നവരെ സഹായിക്കണം. എല്ലാവരും ആത്മാവിൽ അരവശാന്തനം അൽപരവചന ധാരക ശലകസ്യരാധനമം ആത്മാവിൽ അങ്ങേ ഹല്ലേലൂയ ശുശ്രൂഷിപ്പാൻ ഓരോരുത്തരെയും സഹായിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. ഹല്ലേലൂയ. സങ്കീർത്തനങ്ങളിൽ നിന്ന്, സാക്ഷ്യത്തിൽ നിന്ന്, ഹല്ലേലൂയ മെസ്സേജിൽ നിന്നൊക്കെയും കർത്താവെ അങ്ങേ മഹത്വപ്പെടുത്തുവാൻ എല്ലാവരെയും സഹായിക്കണമേ. ആദ്യമൊന്നും കർത്താവ് പരിപാലിക്കണം. കടന്നു വരാനുള്ള എല്ലാവരും തക്ക സമയത്ത് കൂട്ടി കൊണ്ടുവരണം. മഹത്വം അങ്ങെടുക്കും വരവിനായൊരുക്കും യേശു ക്രിസ്തുവിന്റെ തന്നെ നാമത്തിൽ തന്നെ ആമേൻ. ആരാധനയിലേക്ക് നമ്മൾ കിടക്കുകയാണ്. We'll go today for traditionally, unfortunately, the keyboard cable we missed. മൗത്ത് ഓർഗൻ ആയിരിക്കും നമ്മുടെ മെയിൻ ഇൻസ്ട്രുമെന്റ്. പിന്നെ നമ്മുടെ കൈകൾ. ഹല്ലേലൂയ. എല്ലാവരും കരങ്ങളെ തട്ടി ഹല്ലേലൂയ. ആത്മാവിലും സത്യത്തിലും ആരാധിക്കാം. ഹല്ലേലൂയ. സ്തോത്രം. പ്രൈസ് ഗോഡ്. ഹല്ലേലൂയ. ആത്മാവിലും സത്യത്തിലും പാടി കർത്താവിനെ മഹത്വപ്പെടുത്താം. ചുരുക്കം ചില മാത്രമേ ഉള്ളൂ. അവൻ 10 കമ്പിള വാദ്യത്രം കൊണ്ട് കർത്താവിനെ പാടി ആരാധിക്കുമ്പോൾ സംഗീതമേളകളൊക്കെ നല്ലതാണെങ്കിലും
നമ്മുടെ ഹൃദയം പകർന്ന ആരാധനയിൽ ദൈവം പ്രസാദിക്കുന്നു. ഹൃദയം പകരുന്ന എത്രയും ആരാധന എന്ന് പറയുന്നത്. കർത്താവിൻ്റെ ദൂതൻ വന്നപ്പോൾ അബ്രഹാം സാഷ്ടാംഗം വീണ് നമസ്കരിച്ചു. ഹല്ലേലൂയ. ഫറവോനോട് പറഞ്ഞു, ജനത്തെ വിട്ടയക്കുക ആരാധിക്കുന്നതിന് വേണ്ടി. വേറെ ഒന്നും കണ്ടീഷൻ വെച്ചില്ല, ആരാധിക്കുന്നതിന് വേണ്ടി. ടു റിലീസ് ദം ടു വർഷിപ്പ്. എല്ലാവരും കരങ്ങളെ തട്ടി ആത്മാവിലും ശക്തിയിലും ഐക്യതയിലും ഒരുമിച്ച് പാടി കർത്താവിനെ മഹത്വപ്പെടുത്താം. ഹല്ലേലൂയ. പ്രൈസ് ദി ലോർഡ്. My God is mighty to save. He is mighty to save. Forever, author of salvation. And he rose and conquered the grave. Jesus conquered the grave. Savior, he can move the mountains. My God is mighty to save. He is mighty to save. Forever, author of salvation. And he rose and conquered the grave. Jesus conquered the grave. And everyone needs compassion, a love that's never failing. Let mercy fall on me. And everyone needs forgiveness, the kindness of a Savior, the hope of nations. And Savior, he can move the mountains. And my God is mighty to save. He is mighty to save. Forever, he's author of salvation. And he rose and conquered the grave. Jesus conquered the grave. Shine your light out and let the whole world see. Singing for the glory of the risen King. Jesus, shine your light out and let the whole world see. We're singing for the glory of the risen King. Savior, he can move the mountains. Oh, my God is mighty to save. He is mighty to save. Forever, he's author of salvation. Oh, he rose and conquered the grave. Jesus conquered the grave. And Savior, he can move the mountains. Oh, my God is mighty to save. He is mighty to save. Forever, he's author of salvation. He rose and conquered the grave. Jesus conquered the grave. അല്പസമയം നമുക്ക് അറിയാവുന്ന ഗാനങ്ങൾ ചേർന്ന് പാടി നമുക്ക് ദൈവത്തെ മഹത്വപ്പെടുത്താം. യേശുവിൻ നാമം, എൻ യേശുവിൻ നാമം. യേശുവിൻ നാമം, എൻ യേശുവിൻ നാമം, എൻ ജീവിതത്തിലേക്ക് ആശ്രയമേ. ഞാനെന്നും സ്തുതിക്കും, ഞാനെന്നും വാഴ്ത്തുമെൻ യേശുവിൻ നാമം, എനിക്കെത്ര ആനന്ദം. ആമേൻ. ഞാനെന്നും സ്തുതിക്കും, ഞാനെന്നും വാഴ്ത്തുമെൻ യേശുവിൻ നാമം, എനിക്കെത്ര ആനന്ദം. യേശുവിൻ നാമം, യേശുവിൻ നാമം, എൻ യേശുവിൻ നാമം, എൻ ജീവിതത്തിലേക്ക് ആശ്രയമേ. ഞാനെന്നും സ്തുതിക്കും, ഞാനെന്നും വാഴ്ത്തുമെൻ യേശുവിൻ നാമം, എനിക്കെത്ര ആനന്ദം. ആമേൻ. ഞാനെന്നും സ്തുതിക്കും, ഞാനെന്നും വാഴ്ത്തുമെൻ യേശുവിൻ നാമം, എനിക്കെത്ര ആനന്ദം. ആമേൻ. പാപിയായിരുന്ന എന്നെ രക്ഷിപ്പാനാ യേശു ക്രൂശിലേറി
തന്റെ ജീവനർപ്പിച്ചു. ആമേൻ. പാപിയായിരുന്നെന്നെ രക്ഷിപ്പാനാ യേശു ക്രൂശിലേറി തന്റെ ജീവനർപ്പിച്ചു. യേശു എത്ര നല്ലവൻ, യേശു എത്ര വല്ലവൻ, 10,000 ശ്രേഷ്ഠനാവൻ. ആമേൻ. യേശു എത്ര നല്ലവൻ, യേശു എത്ര വല്ലവൻ, 10,000 ശ്രേഷ്ഠനാവൻ. ആമേൻ. യേശുവിൻ നാമം, യേശുവിൻ നാമം എൻ ജീവിതത്തിലേക്ക് ആശ്രയമേ. ഞാനെന്നും സ്തുതിക്കും, ഞാനെന്നും വാഴ്ത്തുമെൻ യേശുവിൻ നാമം എനിക്കെത്രയാണ്. ആമേൻ. ഞാനെന്നും സ്തുതിക്കും, ഞാനെന്നും വാഴ്ത്തുമെൻ യേശുവിൻ നാമം എനിക്കെത്രയാണ്. ആമേൻ. നല്ലിടയനായ യേശുനാഥൻ എന്നെ നിരന്തരമായി വഴി നടത്തും. ആമേൻ. നല്ലിടയനായ യേശുനാഥൻ നിരന്തരമാ എന്നെ വഴി നടത്തും. ആമേൻ. അവൻ എന്നെ ശാസിച്ചും അവൻ എന്നെ ശിക്ഷിച്ചും തൻ കോടിക്ക് എന്നെ നിത്യം നടത്തും അവൻ. ആമേൻ. അവൻ എന്നെ ശാസിച്ചും അവൻ എന്നെ ശിക്ഷിച്ചും തൻ കോടിക്ക് എന്നെ നിത്യം നടത്തും അവൻ. ആമേൻ. യേശുവിൻ നാമം, യേശുവിൻ നാമം എൻ ജീവിതത്തിലേക്ക് ആശ്രയമേ. ആമേൻ. ഞാനെന്നും സ്തുതിക്കും, ഞാനെന്നും വാഴ്ത്തുമെൻ യേശുവിൻ നാമം എനിക്കെത്ര ആനന്ദം. ആമേൻ. ഞാനെന്നും സ്തുതിക്കും, ഞാനെന്നും വാഴ്ത്തുമെൻ യേശുവിൻ നാമം എനിക്കെത്ര സമാധാനമില്ലാതെ. ആമേൻ. സമാധാനമില്ലാതെ ഞാൻ അലഞ്ഞു, യേശു സമാധാനമാ എന്റെ അരികിൽ. ആമേൻ. സമാധാനമില്ലാതെ ഞാൻ അലഞ്ഞു, യേശു സമാധാനമാ എന്റെ അരികിൽ വന്നു. അവൻ എന്നെ അണച്ചു, അവൻ എന്നെ താങ്ങി തൻ ഭുജബലത്താ എന്നെ നടത്തും അവൻ. ആമേൻ. അവൻ എന്നെ അണച്ചു, അവൻ എന്നെ താങ്ങി തൻ ഭുജബലത്താ എന്നെ നടത്തും അവൻ. അവൻ. യേശുവിൻ നാമം, യേശുവിൻ നാമം എൻ ജീവിതത്തിലേക്ക് ആശ്രയമേ. ആമേൻ. ഞാനെന്നും സ്തുതിക്കും, ഞാനെന്നും വാഴ്ത്തുമെൻ യേശുവിൻ നാമം എനിക്കെത്രയാണ്. ഞാനെന്നും സ്തുതിക്കും, ഞാനെന്നും സ്തുതിക്കും, ഞാനെന്നും വാഴ്ത്തുമെൻ യേശുവിൻ നാമം എനിക്കെത്രയാണ്. പാപിയായിരുന്നെന്നെ, പാപിയായിരുന്നെന്നെ രക്ഷിപ്പാനാ യേശു ക്രൂശിലേറി തന്റെ ജീവനർപ്പിച്ചു. ആമേൻ. പാപിയായിരുന്നെന്നെ രക്ഷിപ്പാനാ യേശു ക്രൂശിലേറി തന്റെ ജീവനർപ്പിച്ചു. ആമേൻ. യേശു എത്ര നല്ലവൻ, യേശു എത്ര വല്ലവൻ, 10,000 ശ്രേഷ്ഠൻ. ശക്തിയോടെ. യേശു എത്ര നല്ലവൻ, യേശു എത്ര വല്ലവൻ, 10,000 ശ്രേഷ്ഠനാവൻ. ആമേൻ. യേശുവിൻ നാമം, യേശുവിൻ നാമം എൻ ജീവിതത്തിലേക്ക് ആശ്രയമേ. ആമേൻ. ഞാനെന്നും സ്തുതിക്കും, ഞാനെന്നും വാഴ്ത്തുമെൻ യേശുവിൻ നാമം എനിക്കെത്ര. ഹല്ലേലൂയ. ആമേൻ. ഞാനെന്നും സ്തുതിക്കും, ഞാനെന്നും വാഴ്ത്തുമെൻ യേശുവിൻ നാമം എനിക്കെത്ര. നല്ലിടയനായ, ആമേൻ, നല്ലിടയനായ യേശുനാഥൻ എന്നെ നിരന്തരമാ എന്നെ വഴി നടത്തും. ആമേൻ. നല്ലിടയനായ യേശുനാഥൻ എന്നെ നിരന്തരമാ എന്നെ വഴി നടത്തും.
ആമേൻ. അവൻ എന്നെ ശാസിച്ചും അവൻ എന്നെ ശിക്ഷിച്ചും തക്കോടി കീഴിൽ എന്നെ നിത്യം നടത്തിയിടുന്നു. ആമേൻ ആമേൻ. അവൻ എന്നെ ശാസിച്ചും അവൻ എന്നെ ശിക്ഷിച്ചും തക്കോടി കീഴിൽ എന്നെ നിത്യം നടത്തിയിടുന്നു. ആമേൻ ആമേൻ. യേശുവിൻ നാമം എൻ യേശുവിൻ നാമം എൻ ജീവിതത്തിലേക്ക് ആശ്രയം. ആമേൻ. ഞാനെന്നും സ്തുതിക്കും ഞാനെന്നും വാഴ്ത്തും എൻ യേശുവിൻ നാമം എനിക്കെത്രയാണ്. ഹല്ലേലൂയ. ഞാനെന്നും സ്തുതിക്കും ഞാനെന്നും വാഴ്ത്തും എൻ യേശുവിൻ നാമം എനിക്കെത്രയാണ്. ഞാനെന്നും സ്തുതിക്കും ഞാനെന്നും സ്തുതിക്കും ഞാനെന്നും വാഴ്ത്തും എൻ യേശുവിൻ നാമം എനിക്കെത്രയാണ്. ആമേൻ ആമേൻ. ഞാനെന്നും സ്തുതിക്കും ഞാനെന്നും വാഴ്ത്തും എൻ യേശുവിൻ നാമം എനിക്കെത്രയാണ്. ഹല്ലേലൂയ. ആമേൻ. ഞാനെന്നും സ്തുതിക്കും ഞാനെന്നും വാഴ്ത്തും എൻ യേശുവിൻ നാമം എനിക്കെത്രയാണ്. ആമേൻ ആമേൻ. ഞാനെന്നും സ്തുതിക്കും ഞാനെന്നും വാഴ്ത്തും എൻ യേശുവിൻ നാമം എനിക്കെത്രയാണ്. ഞാനെന്നും സ്തുതിക്കും ഞാനെന്നും സ്തുതിക്കും ഞാനെന്നും വാഴ്ത്തും എൻ യേശുവിൻ നാമം എനിക്കെത്രയാനന്ദം. ആമേൻ. ഞാനെന്നും സ്തുതിക്കും ഞാനെന്നും വാഴ്ത്തും എൻ യേശുവിൻ നാമം എനിക്കെത്രയാനന്ദം. അബ്രഹാമിൻ ദൈവം ഇസഹാക്കിൻ ദൈവം യാക്കോബിൻ ദൈവമെന്നും കൂടെയുള്ളതാ. അബ്രഹാമിൻ ദൈവം ആമേൻ. ഇസഹാക്കിൻ ദൈവം ആമേൻ. യാക്കോബിൻ ദൈവമെന്നും കൂടെയുള്ളതാ. ആമേൻ. സിയോൻ യാത്രയാത് മനമേ ഭയമൊന്നും വേണ്ടി. സിയോൻ യാത്രയാതിൽ ആമേൻ. സിയോൻ യാത്രയാത് മനമേ ഭയമൊന്നും വേണ്ടി. ലോകത്തിൻ ദൃഷ്ടിയിൽ ഞാൻ ഒരു പോഷനായി തോന്നിയാലും ആമേൻ ദൈവത്തിൻ ദൃഷ്ടിയിൽ ഞാൻ എന്നും ശ്രേഷ്ഠനായി വിശ്വസിച്ചുകൊണ്ട് ആമേൻ ലോകത്തിൻ ദൃഷ്ടിയിൽ ഞാൻ ഒരു പോഷനായി ആമേൻ ആമേൻ ദൈവത്തിൻ ദൃഷ്ടിയിൽ ഞാൻ എന്നും ശ്രേഷ്ഠനായി അബ്രഹാമിൻ ആമേൻ. അബ്രഹാമിൻ ദൈവം ആമേൻ. ഇസഹാക്കിൻ ദൈവം ആമേൻ. യാക്കോബിൻ ദൈവമെന്നും കൂടെയുള്ളതാ. അബ്രഹാമിൻ ദൈവം ഇസഹാക്കിൻ ദൈവം യാക്കോബിൻ ദൈവമെന്നും കൂടെയുള്ളതാ. ആമേൻ. സിയോൻ യാത്രയാത് മനമേ ഭയമൊന്നും വേണ്ടി. യേശുവേ ആമേൻ. സിയോൻ യാത്രയാത് മനമേ ഭയമൊന്നും. ഒന്നിനെ കുറിച്ച് നീയം ആമേൻ. ഒന്നിനെ കുറിച്ച് ആമേൻ എനിക്കാകുല ചിന്തയില്ല. ആമേൻ. ജീവമന്ന തന്നവൻ എന്നെ ക്ഷേമമായി അപ്രത്യാശയോടെ ആമേൻ. ഒന്നിനെ കുറിച്ച് യേശുവേ എനിക്കാകുല ചിന്തയില്ല. ആമേൻ. ജീവമന്ന തന്നവൻ എന്നെ ക്ഷേമമായി അബ്രഹാമിൻ ആമേൻ. അബ്രഹാമിൻ ദൈവം ആമേൻ. ഇസഹാക്കിൻ ഹല്ലേലൂയ. യാക്കോബിൻ ദൈവമെന്നും ശാന്തകാരാതി. അബ്രഹാമിൻ ദൈവം ആമേൻ. ഇസഹാക്കിൻ ദൈവം യാക്കോബിൻ ദൈവമെന്നും കൂടെയുള്ള ആമേൻ ആമേൻ. സിയോൻ യാത്രയാതിൽ മന
മനമേ ഭയമൊന്നും വേണ്ടിനി. ആമേൻ. സിയോൻ യാത്രയാത് മനമേ ഭയമൊന്നും വേണ്ടിനി. ആമേൻ. മനുഷ്യനിൽ ആമേൻ മനുഷ്യനിൽ ആശ്രയമോ ഇനി വേണ്ട നിശ്ചയമാ. ആമേൻ. ദൈവത്തിൽ ആശ്രയമോ അതുവന്നാണ് എനിക്കഭയം. ആമേൻ. മനുഷ്യനിൽ ആശ്രയമോ ഇനി വേണ്ട നിശ്ചയമാ. ആമേൻ. ദൈവത്തിൽ ആശ്രയമോ അതുവന്നാണ് എനിക്കഭയം. ആമേൻ. അബ്രഹാമിൻ ദൈവം, ആമേൻ. ഇസ്ഹാക്കിൻ ദൈവം, ആമേൻ. യാക്കോബിൻ ദൈവമെന്നും കൂടെയുള്ള. ആമേൻ. അബ്രഹാമിൻ ദൈവം, ശക്തിയോടെ ഇസ്ഹാക്കിൻ ദൈവം, ആമേൻ. യാക്കോബിൻ ദൈവമെന്നും കൂടെയുള്ളതാ. ആമേൻ. സിയോൻ യാത്രയാതെ മനമേ ഭയമൊന്നും വേണ്ടി. ഹല്ലേലൂയ. സിയോൻ യാത്രയാതെ മനമേ ഭയമൊന്നും വേണ്ടി. ഒന്നിനെ കുറിച്ചിനിയും ആമേൻ ഒന്നിനെ കുറിച്ചിനിയും എനിക്കാകുല ചിന്തയില്ല. ആമേൻ. ജീവമന്ന തന്നവൻ എന്ന് ക്ഷേമമായി അപ്രത്യാശയോടെ ആമേൻ ഒന്നിനെ കുറിച്ചിനിയും എനിക്കാകുല ചിന്തയില്ല. ആമേൻ. ആമേൻ. ജീവമന്ന തന്നവൻ എന്ന് ക്ഷേമമായി ഹല്ലേലൂയ. അബ്രഹാമിൻ ദൈവം, ഇസ്ഹാക്കിൻ ദൈവം, യാക്കോബിൻ ദൈവമെന്നും കൂടെയുള്ളതാ. അബ്രഹാമിൻ ദൈവം, ഇസ്ഹാക്കിൻ ദൈവം, യാക്കോബിൻ ദൈവമെന്നും കൂടെയുള്ളതാ. സിയോൻ യാത്രയാതെ മനമേ ഭയമൊന്നും വേണ്ടി. ഹല്ലേലൂയ. സിയോൻ യാത്രയാതെ മനമേ ഭയമൊന്നും വേണ്ടി. അബ്രഹാമിൻ ആമേൻ. അബ്രഹാമിൻ ദൈവം, ഇസ്ഹാക്കിൻ ദൈവം, യാക്കോബിൻ ദൈവമെന്നും കൂടെയുള്ളതാ. അബ്രഹാമിൻ ദൈവം, ആമേൻ. ഇസ്ഹാക്കിൻ ദൈവം, ആമേൻ. യാക്കോബിൻ ദൈവമെന്നും കൂടെയുള്ളതാ. അബ്രഹാമിൻ ദൈവം, ആമേൻ. ഇസ്ഹാക്കിൻ ദൈവം, യാക്കോബിൻ ദൈവമെന്നും കൂടെയുള്ളതാ. ആമേൻ. അബ്രഹാമിൻ ദൈവം, ഇസ്ഹാക്കിൻ ദൈവം, യാക്കോബിൻ ദൈവമെന്നും കൂടെയുള്ള. അബ്രഹാമിൻ ആമേൻ. അബ്രഹാമിൻ ദൈവം, ഇസ്ഹാക്കിൻ ദൈവം, ശക്തിയോടെ യാക്കോബിൻ ദൈവമെന്നും അയ്യോ യാത്രയാതെ മനമേ ഭയമൊന്നും വേണ്ടിനിയും. ആമേൻ. സിയോൻ യാത്രയാതെ മനമേ ഭയമൊന്നും വേണ്ടി. ആമേൻ. 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 യേശുവിരക്തം ഹീഗലവലബ യേശുവിരക്തം ഹീഗമാന വൈഡാരാജ ശംദാവ ഹീഗമാന വൈഡാര അറ്റുപരാധി ഹീഗമാന ശംദാരാജ ഹീഗലവലബ നഗരാവ ശംദാബാബ വൈഡേരെ ഹീഗമാന രാജാരാജ ശംദാബാബ ഹീഗലവല അറ്റുപരാധിക ഹീഗലവലബ ഹീഗ ശംദ ഹീഗാമ യേശുവിരക്തം ഹീഗ ശംദ ഹീഗമാന വൈഡാര ഹീഗലവലവല നഗരക വൈഡ ശംദ രാജ ഹീഗാരി യേശുവിരക്തം ഹീഗാമ
Shamda Baba Vaidara, Ligamana Vaidere, Shamda Baba Vaidara, Ligamana Rigara, Shamda Raja Rigara, Rigala Balaba, Ragara Ragara, Vaida Shamda, Rigala Bal, Vaida Baradiga, Riga Sham, Esivirectum, Esivirec, Rigamana Shamdara, Rigala Balaba, Ragara, Shamda Baba Vaidere, Rigala Balaba, Ragara, Shamda Baba Rigara, Esivirectum, Rigala Balabala, Ragaraga Vaida Shamdara, Amen, 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 Amen. Yeshuvirectum, Rigala Balaba, Regaravai, Atubaradiga, Riga Shamda, Rigala Balab, Riga Shamda, Rigara, Yeshuve, Riga Shamda, Vaida Manadiga, Rigala Balaba, Regaravai, Riga Mana, Vaidara, the Shamda Baba, Vaidara, Atubaradiga, Rigala Balaba, Regaravai, the Shamdere, Riga Mana, Vaidara, Shamda Baba, Vaidere, Riga Mana, Vaidara, Shamda Baba, Vaidara, Atumaradi, Rigama, Rigala Balaba, Regaravai, Shamdagaradi, Vaida Shamdi, Rigala Balaba, Regaravai, Yeshuvirectum, Yeshuvirec, Yeshuvirectum, Yeshuvirec, Rigamana Shamdava, Rigala Balaba, Regaravai, Riga Shamda Vaidere, Rigala Balaba, Regaravai, Riga Shamda Vaidara, Rigala Balaba, Regarara, Shamda Baba Vaidere, Rigala Balaba, Regarara, Shamda Baba Vaidara, Riga Shamda Vaidere, Rigamana, Rigama, Atubaradiga, Riga Shamda Vaidere, Riga Shamdava, Rigala Balaba, Regaravai, Shamdagaradiga, Yeshuvirectum, 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 Rigala Balabala, Regaravaida, Shamdagaradiga, Vedabala, Rigala Balabala, Regaravaida, Shamda Baba, Oh, Rigamana, Shamdagaradiga, Rigala Balabala, Regaravaida, Yeshua, Hallelujah, Hallelujah. Praise ye the Lord, hallelujah. Oh, സ്തോത്രം, hallelujah. അബ്രഹാമിന്റെ ദൈവം, ഇസ്ഹാക്കിന്റെ ദൈവം, യാക്കോബിന്റെ ദൈവം, നമ്മുടെ ദൈവം വാക്കുമാറാത്ത ദൈവം, ഹല്ലേലൂയ. വാഗ്ദത്തങ്ങൾ വിശ്വസ്തനായ ദൈവം, ഹല്ലേലൂയ. നിൽക്കുന്ന നിപ്പിൽ 112 സങ്കീർത്തനം നമുക്ക് ലെറ്റ്സ് റീഡ് ടുഗദർ. സാംസ് 112. ഹല്ലേലൂയ. ഓ യേശുവേ, അങ്ങയെ സ്തുതിക്കുന്നു. സങ്കീർത്തനങ്ങൾ 112. ഹല്ലേലൂയ. Oh, hallelujah. Someone can display on screen. Psalms 112, 112. Hallelujah. 112 second. Let's read together. ഒരുമിച്ച് നമുക്ക് ഹല്ലേലൂയ ശബ്ദമുയർത്തി ഒരുമിച്ച് വായിക്കാം. എല്ലാവരും എടുത്തു എന്ന് ഞാൻ വിശ്വസിക്കുന്നു. സങ്കീർത്തനം 112 ശബ്ദമുയർത്തി ഒരുമിച്ച് വായിക്കാം. Let's read together. യഹോവയെ സ്തുതിപ്പിൻ, യഹോവയെ ഭയപ്പെട്ട കൽപ്പനയെ അവൻ കൃപയും കരുണയും നീതിയുള്ളവനാകുന്നു. കൃപ തോന്നി വായ്പെടുന്ന ശുഭമായിരിക്കും. വ്യവഹാരത്തിലും ധാരികളും അവനൊരു നാളും കുനിയും പോകുകയില്ല. നീതിമാൻ എന്നേക്കും ഓർമ്മയിലിരിക്കും. ദുർവർത്തമാനത്വം അവൻ ഭയപ്പെടുകയില്ല. അവൻ്റെ ഹൃദയം യഹോവനെ ആശ്രയിച്ച് ഉറച്ചിരിക്കും. അവൻ ഭയപ്പെടാതെ സ്ഥിരമായിരിക്കുന്നു. ശത്രുക്കളിൽ തൻ്റെ ആഗ്രഹം നിവർത്തിച്ചു കാണും. അവൻ വാരിവിധ ദരിദ്രന്മാർ കൊടുക്കുന്നു. അവൻ്റെ നീതി എന്നേക്കും നിലനിൽക്കുന്നു. അവൻ്റെ കൊമ്പ് ബഹുമാനത്തോടെ നിറയ്ക്കും. ദുഷ്ടൻ അതിനോട് വ്യസനിക്കും. അവൻ പല്ലുകടിച്ച് ഉരുകിപ്പോകും. ദുഷ്ടൻ്റെ ആശ നശിച്ചുപോകും. വേദപുസ്തകം താഴ്വെച്ച് അല്പസമയം കർത്താവിനെ സ്തുതിക്കാം. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. സങ്കീർത്തനക്കാരൻ പറയുന്നു, അവൻ്റെ കൽപ്പനകൾ ഏറ്റവും ഇഷ്ടപ്പെടുന്ന മനുഷ്യൻ ഭാഗ്യവാൻ. അവൻ്റെ സന്തതി ഭൂമിയിൽ ബലപ്പെട്ടിരിക്കും. ഐശ്വര്യവും സമ്പത്തുമായിട്ട് വീട്ടിലാകും. അവൻ്റെ നീതി എന്നേക്കും ഓർമ്മയിലിരിക്കുന്നു. ഹല്ലേലൂയ. അല്പസമയം വായികളെ തുറന്ന് കർത്താവിനെ സ്തുതിച്ചാട്. ഹല്ലേലൂയ. കർത്താവെ നന്ദിയോടങ്ങി സ്തുതിക്കുന്ന നന്ദിയോടങ്ങി സ്തുതിക്കുന്നു. നന്ദിയോടങ്ങി സ്തുതിക്കുന്ന കർത്താവെ. ഹല്ലേലൂയ. ഒരു നന്ദിയുള്ള ഹൃദയമായി കർത്താവെ അടികൾ പാദപ്പെടുത്തു വന്നിരിക്കുന്നു. ഹല്ലേലൂയ. ഒരു നന്ദിയുള്ള ഹൃദയമായി ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. ഓ നേരിലുള്ളവർക്ക് ഹല്ലേലൂയ. ഇരുട്ടിൽ ഹല്ലേലൂയ വെളിച്ചം കൊടുക്കുന്ന കർത്താവെ. ഓ പീഡിതർക്ക് ഒരു അഭയസ്ഥാനമായ കർത്താവെ. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ഇരുട്ടിൽ തപ്പി തടയുന്നവർക്ക് ഒരു പ്രകാശ ഗോപുരമായി, ഒരു ലൈറ്റ് ഹൗസ്. ഹല്ലേലൂയ. അടികളെ വഴി നടത്തിയ കർത്താവെ. ഓ കൊഴിഞ്ഞ ചേറ്റിൽ കിടന്ന ഞങ്ങളെ ഹല്ലേലൂയ. ഓ നാശകരമായ
കുഴിയിൽ കിടന്ന നമ്മളെ ഓരോരുത്തരെയും വീണ്ടെടുത്ത അവൻ്റെ വലിയ വിശ്വസ്തയ്ക്കായി നന്ദിയോടങ്ങി സ്തുതിക്കുന്ന പച്ച. സ്തോത്രം ചെയ്യുന്നു കർത്താവേ. ഹല്ലേലൂയ. ഒരുമിച്ച് കർത്താവേ നിന്റെ പാദപ്പെടുന്ന കർത്താവേ അടിൽ വരുന്ന കർത്താവ്. ഹല്ലേലൂയ. അടികൾ പാടിയതുപോലെ അബ്രഹാമിന്റെ ദൈവം, ഇസ്ഹാക്കിന്റെ ദൈവം. ഹല്ലേലൂയ. മനുഷ്യരെ ആശ്രയിക്കേണ്ട ഹല്ലേലൂയ യഹോവയിൽ ആശ്രയിക്കുന്നവൻ പുഷ്ടി പ്രാപിക്കുന്നു വാഗ്ദത്ത പ്രകാരം. ഹല്ലേലൂയ. ഹല്ലേലൂയ. അടികളെ സ്നേഹിക്കുന്ന സ്വർഗീയ നല്ല കർത്താവേ, അതിമനോഹരമായ നല്ല സമയത്തിനായി അങ്ങേ നന്ദിയോടെ സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു കർത്താവേ. ഒരു ഞായറാഴ്ച കൂടി കർത്താവേ പാദപീഠത്തിൽ വരുവാൻ നാഥ നീ സഹായിച്ചല്ലോ. അങ്ങയുടെ വലിയ വിശ്വസ്തയ്ക്കായി സ്തോത്രം. കഴിഞ്ഞ ഒരാഴ്ച കാലം കർത്താവ് നീട് നടത്തി കർത്താവെ ഭൂക്കല വരവില് ജീവിതത്തിന്റെ സമസ്ത മേഖല കർത്താവെ അടിയിൽ നടത്തി അങ്ങയുടെ വിശ്വസ്തയ്ക്കായി സ്തോത്രം. കർത്താവെ നന്ദിയുള്ള ഹൃദയമായി കർത്താവ് പാദപ്പെടുത്തി വരുന്നു. 2 3 പേർ നാമത്തിൽ എവിടെ കൂടിയാലും അവരുടെ മധ്യയോട് നല്ലി ചെയ്ത അങ്ങയുടെ വലിയ വിശ്വസ്തയ്ക്കായി സ്തോത്രം കർത്താവെ. അടികൾ പല കുടുംബങ്ങൾ കർത്താവ് ഹല്ലേലൂയ ജോലിയിലായിരിക്കുന്നു, നാട്ടിലായിരിക്കുന്ന കർത്താവെ ഈ സമയം അവർക്ക് വേണ്ടി ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. നാഥാ നീ സഹായിക്കുന്നു, പ്രാർത്ഥിക്കുന്നു. അല്പസമയത്ത് പാദപ്പെടുത്തായിരിക്കുന്നു. അനുഗ്രഹിക്കണം, ആശീർവദിക്കണം. ആരെങ്കിലും വേദനയോടെ, ഭാരത്തോടെ, സങ്കടത്തോടെ, ദുഃഖത്തോടെ കടന്നു വന്നിട്ടുള്ള കർത്താവെ വിടുതലും സമാധാനവും ആശ്വാസം കർത്താവ് കൊടുക്കണമെന്ന് അങ്ങയോട് അടികൾ യാചിക്കുന്ന കർത്താവെ. ചില രോഗബന്ധനങ്ങൾ വിട്ടുപോകുവാൻ കർത്താവെ, ചില ഭാരങ്ങൾ നീങ്ങിപ്പോകുവാൻ കർത്താവെ, ചില പോരുകൾ മാറിപ്പോകുവാൻ കർത്താലുയ, ചില ഭയങ്ങൾ വിട്ടുമാറുവാൻ നാഥ നീ സഹായിക്കണമെന്ന് അങ്ങയോട് കർത്താവ് പ്രാർത്ഥിക്കുന്നു. ക്രിസ്തുവുള്ള തികഞ്ഞ സ്നേഹം ഭയത്തെ പുറത്താക്കുന്നു എന്ന് വാഗ്ദത്ത പ്രകാരം കർത്താവ് സമ്പൂർണ്ണമായി അങ്ങിലടികൾ വിശ്വസിക്കുന്ന കർത്താവെ ഉള്ളിൽ ബലം നൽകി, ധൈര്യം നൽകി അടി വഴി നടത്തുന്ന അങ്ങയുടെ വിശ്വസ്തയ്ക്കായി സ്തോത്ര കർത്താവെ. പല മേഖല കർത്താവെ അടി തകർന്നിരിക്കുന്നു, നുറുങ്ങിയിരിക്കുന്ന കർത്താവെ നാഥ അടികളെ ഒന്ന് പണിയുമാറാകണമേ, അടികളൊന്ന് പണിയുമാറാകണമേ. കർത്താവ് ഉടഞ്ഞിരിക്കുന്ന കർത്താവെ, നിരാശയിലിരിക്കുന്ന കർത്താവെ ഹല്ലേലൂയ അടികൾ ബലപ്പെടുത്തണമെന്ന് അങ്ങയോട് കർത്താവെ പ്രാർത്ഥിക്കുന്ന കർത്താവെ. ഉറപ്പുള്ളവരായി ധൈര്യമുള്ളവരായി ഓരോ കുടുംബങ്ങളെയും നിറയ്ക്കണമെന്ന് അങ്ങയോട് പ്രാർത്ഥിക്കുന്നു. പ്രാർത്ഥന കേട്ടതിനാൽ സ്തോത്രം. യേശു ക്രിസ്തുവിന്റെ വലിയ നാമത്തിൽ തന്നെ ആമേൻ. ഹല്ലേലൂയ. പ്ലീസ് ബി സീറ്റഡ്. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. സ്തോത്രം. ഹല്ലേലൂയ. ഗ്രീറ്റിംഗ്സ് ടു ഓൾ. കർത്താവായ ക്രിസ്തുവിന്റെ നാമത്തിൽ നിങ്ങളെല്ലാവരെയും സ്വാഗതം ചെയ്യുന്നു. നമ്മുടെ വാത്സല്യ കുടുംബങ്ങൾ പലരും നാട്ടിലായിരിക്കുന്നല്ലോ, സുഖകരമായവരിൽ എത്തിച്ചേർന്നു. അതിനോർത്ത് കർത്താവിനെ നന്ദി കരുതുന്നു. മറ്റു പലരും ജോലിയിലായിരിക്കുന്നു. ഹല്ലേലൂയ. എങ്കിൽ ഇത്രയും പേർക്ക് സമാധാനത്തോടെ കടന്നു വരുവാനും യേശുവിൻ്റെ നാമത്തെ ഉയർത്തുവാനും പാടി ആരാധിക്കുവാനും ദൈവം നൽകി തന്ന നല്ല സാഹചര്യത്തെ ഓർത്ത് ഞാൻ കർത്താവിനെ വാഴ്ത്തുകയും സ്തുതിക്കുകയും ചെയ്യുന്നു. നമ്മുടെ കർത്താവ് വിശ്വസ്തനാണ്. നമ്മുടെ കർത്താവ് വാക്കുമാറാത്തതാണ്. മനുഷ്യർ വാക്കുമാറും, ദൈവം വാക്കുമാറുകയില്ല. വിളിച്ച ദൈവം വിശ്വസ്തനാണ്. വഴിയിൽ നമ്മൾ പട്ടുപോകാമായിരുന്നു, തകർന്നുടയാമായിരുന്നു, ഒരുപക്ഷെ മദ്യത്തിനും മയക്കുമരുന്നും നമ്മൾ അടിമകളായി തീരാമായിരുന്നു. എന്നാൽ ക്രിസ്തുവിന്റെ സ്നേഹത്താൽ നമ്മളെ വിളിച്ച് ഹല്ലേലൂയ വേർതിരിച്ച അവൻ്റെ വലിയ വിശ്വസ്തയ്ക്കായി സ്തോത്രം. നമ്മളെ തേടി വന്ന കർത്താവിൻ്റെ സ്നേഹം എത്ര വലിയത്. ഹല്ലേലൂയ. 112 സങ്കീർത്തനം വളരെ പരിചിതമായ സങ്കീർത്തനമാണ്. അതിൻ്റെ ചില പ്രാരംഭവാക്യങ്ങളിൽ ഒരു നീതിമാൻ എങ്ങനെ ആയിരിക്കണമെന്നുള്ളതും അവൻ പിന്നെയുള്ള കാര്യങ്ങൾ, നീതിമാൻ്റെ അനുഗ്രഹങ്ങളും ഒടുവിൽ ദുഷ്ടനെന്ന് സംഭവിക്കുന്നു അല്ലെങ്കിൽ പാപിക്കെന്ന് സംഭവിക്കുന്നതും മനസ്സിലാക്കുന്ന സങ്കീർത്തനമാണ്. കുഞ്ഞുങ്ങളെല്ലാം കാണാതെ പഠിക്കേണ്ട ഒരു സങ്കീർത്തനമാണ്. ആദ്യം പറയുന്നു, യഹോവയെ സ്തുതിപ്പിൻ, യഹോവയെ ഭയപ്പെട്ട് അവൻ്റെ കൽപ്പനകളിൽ ഏറ്റവും ഇഷ്ടപ്പെടുന്ന മനുഷ്യൻ ഭാഗ്യവാൻ. ഭൗതിക നമ്മൾ പലപ്പോഴും നമ്മൾ ഭാഗ്യവാനെന്നും ഭാഗ്യവതിയെന്നും എഴുതാറുണ്ട്. എന്നാൽ ഒരു ആത്മീയൻ്റെ ജീവിതത്തിൽ ആത്മീയ അനുഗ്രഹങ്ങൾ കൊണ്ട് നിറയുന്നവനാരോ അവനാണ് ഭാഗ്യവാന്മാർ. സ്തോത്രം. ആത്മീയമായ അനുഗ്രഹങ്ങളാൽ കൃപാവരങ്ങളാൽ നിറയുന്ന ആരോ അവരാണ് ഭാഗ്യവാന്മാർ. സ്തോത്രം. ഇസ്രായേലിനെ കുറിച്ച് പറയുകയാണ്, ഒരു ഭൗമിക നന്മകളെക്കുറിച്ച് പറയുന്നുവെങ്കിലും പുതിയ നിയമ വിശ്വാസികളെ സംബന്ധിച്ചോളം ആത്മീയ നന്മകളാൽ നമ്മൾ നിറയേണ്ടവരാണ്. ആത്മീയ നന്മകൾ നമ്മൾ പ്രാർത്ഥിച്ച് പ്രാപിക്കേണ്ടതാണ്. ആത്മീയ നന്മകൾ നമ്മൾ വില കൊടുത്തെടുക്കേണ്ടതാണ്. ആത്മീയ കൃപകൾ നമ്മൾ മെനക്കെട്ടിരുന്ന് പ്രാപിക്കേണ്ടതാണ്. ദാറ്റ്സ് നോട്ട് ഈസി ടാസ്ക്. അങ്ങനെയുള്ളവരാണ് ഭാഗ്യവാന്മാരെന്ന് പറയുന്നത്. അതിന് ആദ്യം എന്ത് വേണം? യഹോവയെ ഭയപ്പെടണം, അല്ലേ? എല്ലാവരെയും നമുക്ക് പേടിയുണ്ട്, മാനേജേഴ്സിനും പേടിയാണ്. എന്നാൽ പേടി കുറഞ്ഞത് കർത്താവിന് പേടി കുറവാണ്. കാരണം നേരെ കാണുന്നില്ലെന്നുള്ള ഉത്തമ ബോധ്യം കൊണ്ടായിരിക്കും ഭയപ്പെടാതിരിക്കുന്നത്. സ്തോത്രം. എന്നാൽ തിരുവചനം നമ്മളെ പഠിപ്പിക്കുന്നു ഏറ്റവും ഭയപ്പെട്ടത് കർത്താവിനെയാണ്.
അതിൻ്റെ അർത്ഥം ഒരു ഭീകര സത്വമായി ദൈവം നിൽക്കുന്നതല്ല. ദൈവം സ്നേഹസ്വരൂപനാണ്. ബഹുമാനത്തോടുകൂടിയുള്ള ഭയമാണ് ദൈവം ആഗ്രഹിക്കുന്നത്. സ്തോത്രം, ഹല്ലേലൂയ. അങ്ങനെയുള്ളവരാണെങ്കിൽ എന്ത് ചെയ്യും? ദൈവത്തെ ഭയക്കുന്നുവെങ്കിൽ കൽപ്പനകളെ പ്രമാണിക്കും. അവർ കൊടുത്തിരുന്ന ടൈറ്റിലാണ് നീ ഭാഗ്യവാൻ. സ്തോത്രം. ലോകം ഒരുപക്ഷെ ഭാഗ്യവാൻ എഴുതില്ലായിരിക്കും. എന്നാൽ ആത്മീയ നന്മകളാൽ ദൈവത്തെ ഭയപ്പെട്ട് അവൻ്റെ കൽപ്പനകൾ കേൾക്കുന്നവർ മാത്രമല്ല, കാണുന്നവർ മാത്രമല്ല, വായിക്കുന്നവർ മാത്രമല്ല, ജീവിതത്തിൽ പ്രാവർത്തികമാക്കുന്നവർ ഭാഗ്യവാന്മാർ. സ്തോത്രം. രണ്ടാമത് പറയുന്നു, അവൻ്റെ സന്തതി എങ്ങനെയിരിക്കുന്ന ഭൂമിയിൽ ബലപ്പെട്ടിരിക്കും. നേരുള്ളവരുടെ തലമുറ അനുഗ്രഹിക്കപ്പെടും. നേരോടെ നടക്കുന്നവർക്ക് ഒരു നന്മയ്ക്കും കുറവില്ല. നമ്മുടെ ജീവിതം എന്തൊക്കെയും സത്യസന്ധമായിരിക്കണം. നമ്മുടെ നടപ്പ്, നമ്മുടെ കൈ നിർമ്മലമായിരിക്കണം, നമ്മുടെ ഹൃദയം നിർമ്മലമായിരിക്കണം, നമ്മുടെ ഹൃദയം ശുദ്ധമായിരിക്കണം. സ്തോത്രം. നമുക്ക് മനുഷ്യരെ മറയ്ക്കുവാൻ സാധിക്കും, അപ്പനും അമ്മയും മറക്കുവാൻ സാധിക്കും, നാട്ടുകാരെയും വീട്ടുകാരെയും മറയ്ക്കുവാൻ സാധിക്കും. എന്നാൽ ദൈവത്തെ ഒരിക്കലും മറയ്ക്കുവാൻ സാധിക്കില്ല. അതാണ് യോഹന്നാൻ സുവിശേഷം പറയുന്നത്. നമ്മുടെ ഹൃദയം നമ്മളെ കുറ്റപ്പെടുത്തിക്കുന്നില്ലെങ്കിൽ കർത്താവിൻ്റെ സന്നിധിയിൽ പ്രാഗൽഭ്യമുണ്ട് എന്ന് പറയാൻ വായിക്കണം. അവരെന്ത് വേണം? നമ്മുടെ തലമുറകൾ അനുഗ്രഹിക്കപ്പെടണമെങ്കിൽ നമ്മൾ നേരോടെ നടക്കുന്നവരായിരിക്കണം, അവൻ്റെ കൽപ്പന ഇഷ്ടപ്പെടുന്നവരായിരിക്കണം, പ്രിയപ്പെടുന്നവരായിരിക്കണം. അങ്ങനെയുള്ള തലമുറ അനുഗ്രഹിക്കപ്പെടും. അവൻ്റെ നീതി എന്നേക്കും നിലനിൽക്കുന്നു. ദെയർസ് നോ ടൈം ലിമിറ്റ്. നേരോടെ നടക്കുന്ന ഒരു നന്മയ്ക്കും കുറവില്ല. അവൻ്റെ മക്കളുടെ നീതി പോലും ഭൂമിയിൽ നിലനിൽക്കുന്നു. ദുഷ്ടന്മാരുടെ പേരുകൾ നമ്മൾ ഭൂമി പരമായി നോക്കുമ്പോൾ, രാഷ്ട്രീയക്കാരൊക്കെ നോക്കുമ്പോഴെല്ലാം അവരുടെ പേരുകൾ അവരുടെ മരണം വരെ കാണും. പിന്നെ ആരും ഓർക്കാറില്ല, അല്ലേ? നല്ലൊരു നേതാവെന്ന് പറയുന്നു, ഉമ്മൻചാണ്ടി എന്ന് പറയുന്നുണ്ട്. 2 വർഷം മരിച്ചപ്പോൾ ഇടയ്ക്ക് കേൾക്കാറുണ്ട്, പിന്നെ കേൾക്കാറില്ല. എന്നാൽ ദൈവമക്കളെ സംബന്ധിച്ച് ഹല്ലേലൂയ, നേരോടെ നീതിയോടെ അവർ ദൈവത്തെ ഭയപ്പെട്ട് കൽപ്പന പ്രമാണിക്കുന്നവരുടെ നീതി എന്നേക്കും നിലനിൽക്കുന്നു. സ്തോത്രം. കാരണം അവരുടെ നടപ്പ് നേരോടെയായിരുന്നു. ദൈവത്തെ വിശ്വസിച്ചാണ് അവർ നടന്നത്. മനുഷ്യരോടും ദൈവത്തോടും വിശ്വസ്തയോടെ നടന്നതുകൊണ്ട് അവരുടെ നീതി എന്നേക്കും നിലനിൽക്കുന്നു. അങ്ങനെയുള്ളവർക്ക് എന്താ സംഭവിക്കുന്നത്? അങ്ങനെയുള്ളവർക്ക് ഇരുട്ട് വരുത്തില്ലെന്നാണോ, ദുഃഖം വരുത്തില്ലെന്നാണോ, രോഗം വരുത്തില്ലെന്നാണോ? ഇതെല്ലാം സംഭവിക്കും. പക്ഷെ വ്യത്യാസം എന്ന് പറഞ്ഞാൽ അവർക്ക് ഒരു വെളിച്ചം ഉദിക്കും. ഒരു ടൈം ലിമിറ്റ് മാത്രമേ കാണത്തുള്ളൂ ഇരുട്ടത്തെ തപ്പി തടയേണ്ടത്. എന്നാൽ പൂർണ്ണമായി അവർ വെളിച്ചത്തിലേക്ക് നടത്തുന്ന ഒരു കർത്താവുണ്ട്. അന്ധകാരത്തിൽ പാപത്തിൻ്റെ കുഴിയിൽ കിടക്കുന്നവർ അന്ധകാരത്തിൽ തുടങ്ങി, അന്ധകാരം കൊണ്ട് അവസാനിച്ചു, പാപത്തിൻ്റെ കുഴിയിൽ പോയി തീരുമ്പോൾ, ആമേൻ സ്തോത്രം, നേരോടെ നടക്കുന്നവർക്ക് ഹല്ലേലൂയ, ഇരുട്ടാണെങ്കിലും കുറച്ച് കഴിയുമ്പോൾ അവർക്ക് വെളിച്ചം ഉദിക്കും. സ്തോത്രം, ഹല്ലേലൂയ. കാരണം സകല അനുഗ്രഹങ്ങൾ ഇവിടുന്ന് വരുന്നെന്നാണ് പറയുന്നത്. വെളിച്ചങ്ങളുടെ പിതാവായ ദൈവത്തിൽ നിന്ന് വരുന്നു. ഇബ്രാഹിം പറയുന്നു, വെളിച്ചങ്ങളുടെ പിതാവായ ദൈവത്തിൽ വരുന്നു. അങ്ങനെ അവൻ വരുമ്പോൾ ഇരുട്ട് നീങ്ങിപ്പോവും. സ്തോത്രം. ഇരുട്ട്, അന്ധകാരം മാറിപ്പോവും. ഒരു ജീവിതം മൊത്തവും നമ്മൾ കൂരിട്ടാന്ന് മാനുഷികമായ ബുദ്ധിയിൽ എഴുതി വെച്ചെങ്കിൽ ഇന്ന് മാറ്റിക്കോണം. കർത്താവ് എനിക്ക് വെളിച്ചം. കാരണം അതിൻ്റെ പ്രീ കണ്ടീഷനാണ് പറയുന്നത്, യഹോവനെ ഭയപ്പെടണം, അതിൻ്റെ കൽപ്പനയെ പ്രമാണിച്ച് നടക്കണം. നേരോടെ നടക്കുമ്പോൾ ജീവിതത്തിൽ ഇരുട്ട് വന്നെന്ന് പറഞ്ഞാലും ദൈവം വെളിച്ചമായി വഴികാട്ടിയായി നമ്മുടെ കൂടെ ഇരിക്കും. സ്തോത്രം, ഹല്ലേലൂയ. താപ്പോട് പറയുന്നു, അവനെ ദുർവർത്തമാന നിമിത്തം അവൻ ഭയപ്പെടുകയില്ല. നാട്ടുകാരെന്തോ പറഞ്ഞോട്ടെ, വീട്ടുകാരെന്തോ പറഞ്ഞോട്ടെ, ആസ് ലോങ് ആസ് നമ്മുടെ ഹൃദയം ശുദ്ധമാണെങ്കിൽ, ജീവിതം ശുദ്ധമാണെങ്കിൽ, മനസ്സാക്ഷിയെ വഞ്ചിക്കാത്ത ഒരു ജീവിതമാണ് നയിക്കുന്നതെങ്കിൽ ആരെന്തു പറഞ്ഞെന്ന് പറഞ്ഞാലും നമ്മൾ ഭയപ്പെടുകയില്ല. ധൈര്യത്തോടെ നമ്മൾ യാത്ര തുടരും. കാരണം ദൈവം നമ്മളെ കാണുന്നുള്ള ഉത്തമ ബോധ്യം നമ്മുടെ ഉള്ളിൽ ഭരിക്കുമ്പോൾ നാട്ടുകാർ പറയുന്ന ഡസൻറ്റ് മാറ്റർ. കാരണം നമുക്കറിയാം സത്യം എന്താണെന്നുള്ളത്, നീതി എന്താണെന്ന് നമുക്കറിയാം. മനസ്സാക്ഷിയെ വഞ്ചിച്ചുകൊണ്ട് നമുക്ക് ജീവിക്കാൻ സാധിക്കുകയില്ല. കാരണം ദൈവത്തിൻ്റെ മുമ്പിൽ എല്ലാം തുറന്നും മലന്നും കിടക്കുകയാണ്. ദൈവത്തെ ഒളിച്ചൊന്നും ചെയ്യാൻ സാധിക്കില്ല. അതുകൊണ്ടാണ് പറയുന്നത്, അങ്ങനെ ദുർവർത്തമാനം വന്നെന്ന് പറഞ്ഞാലും ഹല്ലേലൂയ ഭയപ്പെടുകയില്ല. അവൻ്റെ ഹൃദയം ആശ്രയിച്ച പണത്തിലാണോ? ദൈവത്തിൽ ആശ്രയിച്ച് ഉറച്ചിരിക്കും. സ്തോത്രം. അവൻ കുലുങ്ങയില്ല. നീതിമാൻ കുലുങ്ങാൻ നിൽക്കുന്ന സിയോൻ പർവ്വതം പോലെ എന്നാണ് വായിക്കുന്നത്. പലരും അറ്റാക്ക് ചെയ്യുന്നിരിക്കും, പലരും നമ്മളെ ഉടച്ചു കളയാൻ ശ്രമിച്ചെന്നിരിക്കും, പലരും കല്ലെറിഞ്ഞു നിന്നിരിക്കും, ഇല്ലാത്ത നുണകൾ പറഞ്ഞു വരുത്തിയെന്നിരിക്കും. എന്നാൽ നിന്റെ ആശ്രയം ദൈവത്തിലാണെങ്കിൽ, നിന്റെ ആശ്രയം
ദൈവത്തിൽ നിന്റെ ഹൃദയം ദൈവത്തിൽ ഉറച്ചിരിക്കുന്നുവെങ്കിൽ നീ ഭയപ്പെടാതെ നിർഭയനായി നിന്റെ ജീവിതം നീ ഇവിടെ കഴിക്കും. ആർക്കും നിന്നെ ഒന്നും തൊടുവാൻ സാധിക്കില്ല, ആർക്കും നിന്നെ ഭയപ്പെടുത്തുവാൻ സാധിക്കില്ല. കാരണം നിന്റെ ഹൃദയം കംപ്ലീറ്റ് ദൈവത്തിൽ ആശ്രയിച്ച് ഉറച്ചിരിക്കുകയാണ്. രണ്ടാമത്തെ കാര്യം, നിന്റെ ശത്രുക്കൾ നിന്റെ ആഗ്രഹം നിവർത്തിച്ചു കാണും. സ്തോത്രം. അതിൻ്റെ അർത്ഥം എന്താ? പലപ്പോഴും ശത്രുക്കൾ നിന്ദിക്കുന്നവർ നിന്റെ കൂടെ തന്നെ വന്നെന്നിരിക്കും. നിന്റെ വഴി കണ്ട് ഇവരെ കൊണ്ട് എങ്ങനെ സാധിക്കുന്നു എന്ന് തോന്നി എങ്ങനെ ശത്രുക്കൾ പോലും നിനക്ക് മിത്രങ്ങളായി തീരും. എങ്ങനെ? അതിൻ്റെ പ്രീ കണ്ടീഷൻ, നീ യഹോവയെ ഭയപ്പെടണം, അവൻ്റെ കൽപ്പനകളിൽ നീ പ്രമാണിക്കുന്നുവെങ്കിൽ. സ്തോത്രം. അവസാനം ദുഷ്ടന്മാരുടെ നീതിമാന്മാരുടെ അനുഗ്രഹങ്ങളും നീതിമാന്മാർ എങ്ങനെ ഇരിക്കണമെന്നും പറഞ്ഞിട്ട് അവസാനം ദുഷ്ടന്മാരുടെ ഒരു പനിഷ്മെൻറ്റ് കൊടുക്കുകയാണ്. അവർ അതുകൊണ്ട് വ്യസനിക്കും, അവർ പല്ല് കടിച്ച് ഉരുകിപ്പോകും. അതാണ് ദുഷ്ടൻ്റെ അവസാനം എന്ന് പറയുന്നത്. 1-ാം സങ്കീർത്തനത്തിൽ പറയുന്നല്ലോ, അവർ പാറ്റുന്ന പതിർ പോലെ അത്രേ. അതിൻ്റെ സ്ഥലം പിന്നെ അറിയില്ല, ഒരിക്കലും കാണുകയില്ല. എന്നാൽ നീതിമാൻ ആഴത്തിൽ വിശ്വാസം ആഴത്തിൽ വരും. നീ തക്ക കാലത്ത് ഫലം കായ്ക്കുന്ന ഇരിക്കുമ്പോൾ അവൻ്റെ പ്രീ കണ്ടീഷൻ എന്താ പറയുന്നത്? രാവും പകലും ധ്യാനിക്കുന്നവരായിരിക്കണം. ദുഷ്ടന്മാരുടെ ആലോചന പ്രകാരം നടക്കാത്തവനായിരിക്കണം. പാപിയുടെ വഴിയിൽ നിൽക്കാത്തവനായിരിക്കണം. ഒരുപക്ഷെ ഫിസിക്കലായി നമ്മൾ പാപങ്ങളും ദുഷ്പ്രവൃത്തി ചെയ്യുന്നെങ്കിലും ഹൃദയം കൊണ്ട് പോലും ഈ പ്രവർത്തനത്തിൽ ഇടപെടാൻ പാടുള്ളതല്ല. ഹല്ലേലൂയ. അങ്ങനെയുള്ളവർ തക്ക കാലത്ത് ഫലം കായ്ക്കുന്നതും ഇലവാടാത്തതുമായ വൃക്ഷം പോലെ ഇരിക്കും. അവനൊരിക്കലും ഒരു നാളും കുലുങ്ങിയില്ല, ദുർവർത്തമാനത്വം ഭയപ്പെടുകയില്ല. ഇവിടെ ഇരിക്കുന്ന ആരെങ്കിലും ആരും വാക്കിലൂടെ വേദനകളോടോ ആരെങ്കിലും ഭാരപ്പെടുന്നെങ്കിൽ, ആരെങ്കിലും ഞെരുങ്ങുന്നുവെങ്കിൽ, ഞാൻ ഉറച്ചു പറയുന്നു, ഹൃദയം സമ്പൂർണ്ണമായി ദൈവത്തിൽ ആശ്രയിക്കുക. സ്തോത്രം. നിങ്ങളെ കാണുന്ന ഒരു കർത്താവുണ്ട്, നിങ്ങളെ സഹായിക്കുന്ന ഒരു കർത്താവുണ്ട്, നിങ്ങളുടെ നിന്ദകളെ മാറ്റുന്ന ഒരു കർത്താവുണ്ട്. സ്തോത്രം. ഒരുപക്ഷെ ചെറിയ പ്രാർത്ഥനയായിരിക്കും, അതിൻ്റെ മറുപടി വളരെ വലുതുമായിരിക്കും. പക്ഷെ ഒരു തുള്ളി കണ്ണീരായിരിക്കാം, അതിൻ്റെ മറുപടി വലുതായിരിക്കാം. ഒരുപക്ഷെ ചെറിയ സങ്കടമായിരിക്കാം കർത്താവിൻ്റെ സന്നിധിയിൽ പകരുന്നത്, എന്നാൽ മറുപടി വലിയ മറുപടിയായിരിക്കും. കർത്താവ് നിങ്ങളെ ധാരാളമായി അനുഗ്രഹിക്കുമാറാകട്ടെ. ദ ചിൽഡ്രൻ കം ഫോർവേഡ്. ഒരു പഠിച്ച വാക്കിംഗ് എല്ലാവരും നാട്ടിലാണല്ലോ. ജോവാനുണ്ട്, ആത്മീയമുണ്ട്. പ്ലീസ് കം വെരി ക്വിക്ക്. ജോർജ്, വെരി ക്വിക്ക്. ഒരു പാട്ട് പഠിക്കൂ. ഹല്ലേലൂയ. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ഓ രക്ത ദോൽചെ. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ഓ സ്തോത്രം, സ്തോത്രം, സ്തോത്രം. പഠിക്കൂ. ഓ ഹല്ലേലൂയ. Joy and in my heart, In my God, I've got the joy, 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 joy down in my heart to pray. Oh. Happy, so many happy. I got the love of Jesus in my heart. Many happy, many happy. Hallelujah. I got the love of Jesus in my heart. Jesus said to them, come and have it first. Now no such a disciple dared to ask him for you. They knew it was the Lord. So, Psalms 90 verses 7. You are consumed by anger and terrified of your wrath. കുഞ്ഞുങ്ങൾ കണ്ണടച്ചാട്ട് എല്ലാവർക്കും പ്രാർത്ഥിക്കാം. മറ്റു കുഞ്ഞുങ്ങൾ നാട്ടിലായിരിക്കുന്നു, അവരെ ഓർത്തും പ്രതികാൽ പ്രാർത്ഥിക്കാം. നാട്ടിലായിരിക്കുമ്പോൾ പോക്കില വരവിൽ നാട്ടിലുള്ള മഴയുണ്ട്, യാതൊരു ഭാരങ്ങളോ പ്രയാസം കൂടാതെ സുരക്ഷിതമായി കർത്താവിനോട് താമസിക്കുന്ന നാട്ടിലായിരിക്കുവാനും സമാധാനത്തോടെ അവർ മടങ്ങി വരേണ്ടതിന് വേണ്ടിയും അവരെ ഓർത്ത് പ്രാർത്ഥിക്കാം. ഈ ഞായറാഴ്ച കുഞ്ഞുങ്ങൾക്ക് അവധിയാണ്. ഈ സമയങ്ങൾ ദൈവത്തോട് അടുത്തിരിക്കുവാനും ദൈവവചനം വായിക്കുവാനും ദൈവവചനം പഠിക്കുവാനും ചില പാഠങ്ങൾ മനഃപ്പാഠമാക്കുവാനും ഹാലിൽ നമുക്ക് പ്രാർത്ഥിക്കാം. അവരുടെ സ്കൂൾ കോളേജ് ലൈഫിലെല്ലാം ദൈവത്തെ നനച്ചുകൊണ്ട് ദൈവവചനം പ്രമാണിച്ചുകൊണ്ട് ലോകത്തിന് അനുപരാകാതെ ദൈവത്തെ പ്രസാദിപ്പിച്ച കുഞ്ഞുങ്ങൾ വളരേണ്ട വേണ്ടി ഹല്ലേലൂയ. പ്രവാചകന്മാരായും സുശേഷന്മാരെയും സെക്കുലർ ഫീൽഡ് നല്ല ഉദ്യോഗം നേടുന്നവരായും എവിടെ പോയെന്ന് പറഞ്ഞ് ദൈവത്തെ ഉയർത്തുന്നവരായി കുഞ്ഞുങ്ങൾ മാറണം. ഒരു സാഹചര്യത്തിലും അവർ പിന്മാറാൻ പാടുള്ളതല്ല. ഹല്ലേലൂയ. കഴിഞ്ഞ ദിവസങ്ങളിലെ പ്രത്യേകിച്ച് പറഞ്ഞതിൻ്റെ കൂട്ട് ഹല്ലേലൂയ, കുഞ്ഞുങ്ങൾ പ്രവചിക്കുന്നവരായി തീരണം, ദർശനങ്ങൾ കാണുന്നവരായി തീരണം. ദെബോരയെ പോലെ ന്യായപാലനം ചെയ്യുന്നവരായിരിക്കണം, ഹന്നയെ പോലെ കരയുന്നവരായിരിക്കണം,
ഹല്ലേലൂയ. എസ്തറെ പോലെ ഉപവസിച്ച് പ്രാർത്ഥിക്കുന്നവരായി തീരണം. ഹല്ലേലൂയ. എല്ലാവരും പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുമ്പോൾ ആരൊക്കെ സൂസൻ കുഞ്ഞുങ്ങൾക്കായി പ്രാർത്ഥിച്ചാൽ. ഓ ജീസസ്, ഓ ഹല്ലേലൂയ. ആധുരികമനുടെ രമനധരകമനെ റബലക്കമനുടെ രമനധരകമന റബലേ. ഹല്ലേലൂയ. ഓ രക്തത്താൽ praise the Lord. Hallelujah. Oh yes, hallelujah. Glory, 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 glory. Hallelujah. Oh yes. Praise the Lord. Hallelujah. Amen. Hallelujah. Yes, Lord. Hallelujah. Oh, hallelujah. Glory to God, glory to God, glory to God. Hallelujah. Praise the Lord. Hallelujah. Glory to God. Amen, 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 amen. Hallelujah. Yes. Praise the Lord. Hallelujah. Oh, rektam. Hallelujah. Oh, rektam. Hallelujah. Amen. Stotra. Hallelujah. Oh, yes. Praise ye the Lord. Hallelujah. Glory, 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 glory. Hallelujah. കർത്താവേ അങ്ങയെ സ്തുതിക്കുന്നു. Hallelujah. Oh, Hallelujah. കർത്താവേ സ്തോത്രം. ആമേൻ. ആമേൻ. Hallelujah. Glory to God. Hallelujah. Yes, Lord. Hallelujah. Amen. Yes. Hallelujah. Amen. Amen. Children, please be seated. Hallelujah. കർത്താവിന് മഹത്വം. നല്ല സമയത്തിനായി ഞാൻ കർത്താവിനെ ഒരിക്കൽ കൂടെ സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു. ഈസ് എ ടൈം ഫോർ ദ ടെസ്റ്റിമണി. നിങ്ങളുടെ പ്രാർത്ഥന റിക്വസ്റ്റുകളുടെ പറയാനുള്ള സാവകാശമാണ്. ദൈവം നടത്തിയ വഴികൾ, അത്ഭുതകരമായ വഴികൾ, ചില വാക്യങ്ങൾ സഭയ്ക്ക് അനുഗ്രഹമായി ഞങ്ങൾക്ക് തോന്നുന്നുണ്ടെങ്കിൽ, അത് നാലുപേര് പാട്ടാണെന്ന് ഹൃദയത്തിൽ തോന്നുന്നുണ്ടെങ്കിൽ അത് പറയാനുള്ള സമയമാണ്. സമയം തക്കത്തിൽ ഉപയോഗിച്ചാൽ. ഹല്ലേലൂയ. ദൈവസ്നേഹമേ, ദൈവസ്നേഹമേ, സ്വർഗം കാട്ടിയ അത്ഭുതമേ, മരക്കുരിശിന്മേൽ എൻ്റെ പേർക്കായി നീ യേശു ചൊരിഞ്ഞതൻ നിത്യസ്നേഹമേ. ദൈവസ്നേഹമേ, ദൈവസ്നേഹമേ, സ്വർഗം കാട്ടിയ അത്ഭുതമേ, മരക്കുരിശിന്മേൽ എൻ്റെ പേർക്കായി നീ യേശു ചൊരിഞ്ഞതൻ നിത്യസ്നേഹമേ. എന്തു നൽകും പകരവോ തുല്യമായി ഒന്നുമില്ല നാഥനെ. എന്തു നൽകും പകരവുമായി തുല്യമായി ഒന്നുമില്ല നാഥനെ. നന്ദിയോടെ അന്ത്യത്തോളം പാടിടും ഞാൻ ദേവാ, നന്ദിയോടെ അന്ത്യത്തോളം പാടിടും ഞാൻ ദേവാ.
ഇത്രത്തോളം താതൻ എന്നെ സ്നേഹിച്ചുവല്ലോ. ദൈവനാമം മഹത്വപ്പെടുമാറാകട്ടെ. അനുഗ്രഹിക്കപ്പെട്ട ഈ പ്രവൃത്തി 1-ാം ദിവസമായിരിക്കുന്ന ഞായറാഴ്ച ഇവിടെ വന്ന് ദൈവനാമഹത്വത്തിനായിട്ട് സാക്ഷിയായി നിൽക്കുവാൻ സർവശക്തനായ ദൈവം എന്നെ സഹായിച്ചുകൊണ്ടിരിക്കുകയാണ്. ദൈവനാമഹത്വപ്പെടുമാറാകട്ടെ. വളരെ ഒരു സന്തോഷം എന്ന് പറയുന്നത്, എനിക്ക് പറയാനുള്ളത്, നമ്മൾ ഇവിടെ ചെയ്യുന്ന ഓരോ ചെറിയ നന്മകൾ നമ്മുടെ അപ്പനമ്മയ്ക്കും അത് അനുഗ്രഹമാണെന്ന് ഞാനെന്ന് ഓർമ്മപ്പെടുത്തുകയാണ്. നമ്മുടെ ഇല്ലായ്മയിലും നമ്മുടെ കഷ്ടപ്പാടുകളിലും നമ്മൾ മറ്റുള്ളവരെ സഹായിക്കുമ്പോഴും നമ്മൾ ചിന്തിക്കുന്ന ഒരു തമാശയാണെന്നും, മറ്റുള്ളവരുടെ സാക്ഷ്യം നമ്മൾ കേൾക്കുമ്പോൾ ചിലപ്പോൾ ചിലരൊക്കെ ഞാൻ എൻ്റെ ചെറുപ്രായത്തൊക്കെ ഞാൻ സാക്ഷ്യം പറയുമ്പോഴൊക്കെ ഇങ്ങനെ കേട്ടുകൊണ്ടിരുന്നിട്ട് പെട്ടെന്ന് ഭാരപ്പെടാറുണ്ട്, ചെവി കൊടുക്കത്തില്ല. പക്ഷെ ഞാൻ പറയട്ടെ പ്രിയപ്പെട്ടവരെ, നമ്മൾ ചെയ്യുന്ന ഓരോ നിസ്സാര ചെറിയ സഹായങ്ങളും നന്മകളും നന്മ മരങ്ങൾ നമ്മൾ ചെയ്യുന്നതും നമ്മൾ അപ്പനമ്മയ്ക്കും നന്മയാണെന്നുള്ളത് ഞാൻ ഓർപ്പെടുത്തട്ടെ. അതുകൊണ്ട് ദൈവനാമഹത്വപ്പെടുമാറാകട്ടെ. ദൈവം എന്നെ അത്ഭുതമായിട്ട് ദൈവം നടത്തുകയാണ്. എനിക്ക് ദൈവം നല്ലൊരു ജോലി ദൈവം തന്നു. അതെല്ലാം പ്രാർത്ഥനയുടെ ഫലമായിട്ടാണ്. എൻ്റെ 10ാം ക്ലാസ് വിജയവും ഉപവാസവും പ്രാർത്ഥനയുടെ വിജയമാണ്. അല്ല, എൻ്റെ +2 വിജയവും എല്ലാം ദൈവമേ പ്രാർത്ഥനയുടെ അനുഗ്രഹമാണ്. UK പട്ടണത്തിൽ വന്നതും ദൈവനാമത്തിനായി നിർത്തിയിരിക്കുന്നതും ദൈവം ഇനിയും നടത്തട്ടെ. എനിക്ക് വേണ്ടി പ്രാർത്ഥിച്ച എല്ലാവരെയും ദൈവനാമഹത്തിനായിട്ട് ഇനിയുള്ള നാൾ മുഴുവനും അങ്ങോട്ട് നന്ദിയുള്ളവനായി അവിടുത്തെ നാമഹത്തിനായി ജീവിപ്പാൻ പരിശുദ്ധാത്മാവ് എന്നെയും പ്രാർത്ഥിച്ച എല്ലാവരെയും കുടുംബത്തെയും അനുഗ്രഹിക്കട്ടെ. ആരെങ്കിലും സാക്ഷിയുണ്ട്? ഇല്ലെങ്കിൽ ഒരു ഗാനം പാടി നമുക്ക് കർത്താവിനെ മഹത്വപ്പെടുത്താം. ഹല്ലേലൂയ. എല്ലാവർക്കും എഴുന്നേറ്റ് കർത്താവിന്റെ സന്നിധി. ഹല്ലേലൂയ. ഗ്ലോറി ടു ഗോഡ്, ഗ്ലോറി ടു ഗോഡ്. തേജസ്സിലേശുവിൻ പൊന്മുഖം ഞാൻ കാണും കാലമേറ്റം ആസന്നമേ. തേജസ്സിലേശുവിൻ പൊന്മുഖം ഞാൻ കാണും കാലമേറ്റം ആസന്നമേ. അതെന്നാനന്ദമേ, അതെൻ പ്രത്യാശയിൻ പ്രഭാതമേ. അതെന്നാനന്ദമേ, അതെൻ പ്രത്യാശയിൻ പ്രഭാതമേ. ആനന്ദദായകനാമെൻ പ്രിയനെ കണ്ടെത്തുമ്പോൾ കണ്ണുനീരെല്ലാം നീയിടുമേ. ആനന്ദദായകനാമെൻ പ്രിയനെ കണ്ടിടുമ്പോൾ കണ്ണുനീരെല്ലാം നീയിടുമേ. എൻ്റെ അല്ലലാകെയാകമിടും എനിക്കാനന്ദമേ യുഗായുഗം. എൻ്റെ അല്ലലാകെയാകമിടും എനിക്കാനന്ദമേ യുഗായുഗം. വാഗ്ദത്ത നാടതിലെ ശാശ്വതമാം വീട്ടിലൻ സേവകർ ദൈവദൂതരല്ലോ. വാഗ്ദത്ത നാടതിലെ ശാശ്വതമാം വീട്ടിലൻ സേവകർ ദൈവദൂതരല്ലോ. ദൈവപോന്മുഖം ദിനം കണ്ടിടും ശുദ്ധരോടൊന്നായി ഞാൻ സ്തുതിച്ചിടും. ദൈവപോന്മുഖം ദിനം കണ്ടിടും ശുദ്ധരോടൊന്നായി ഞാൻ സ്തുതിച്ചിടും. ഈ മണ്ണിലെന്റെ ക്ലേശം അല്പകാലം മാത്രം മാഞ്ഞു പോമതു കിനാവ് പോൽ. ഈ മണ്ണിൽ
പാദമേ അതിനാശയിൽ അതിനാനന്ദമേ അതിൽ പ്രത്യാശയിൽ പാദമേ അതിനാശയിൽ അതിനാനന്ദമേ അതിൽ പ്രത്യാശയിൽ പാദമേ. ഹല്ലേലൂയ. പ്രൈസ് ദി ഗോഡ്. ഹല്ലേലൂയ. കണ്ണിലടയ്ക്കാൻ നമുക്ക് പ്രാർത്ഥിക്കാം. ഹല്ലേലൂയ. കേൾപ്പെട്ട നല്ല സാക്ഷ്യവചനങ്ങൾക്കായി സ്തോത്രം. അനേക പ്രയർ റിക്വസ്റ്റുകളുണ്ടല്ലോ. പ്രിയ ജോളിച്ചാൻ ഒന്ന് ജോലി സ്ഥാപനത്തിൽ വീഴുന്നതിനിടയായി സിവിയറായ നടുവേനയാൽ ഭാരപ്പെടുന്നു. ദാസൻ്റെ പരിപൂർണമായ വിടുതലും ആശ്വാസങ്ങളും പ്രാർത്ഥിക്കണം. പ്രിയ മെൽവിനും കുടുംബം ഹല്ലേലൂയ. പ്രിയ ഷിനു കുഞ്ഞുങ്ങളും സുഖകരമായി നാട്ടിലെത്തിച്ചേരുവാൻ കർത്താവ് ഇടയാക്കി. സിസ്റ്റം കുടുംബം പോസ്റ്റ്മോത്തിലായിരിക്കുന്നു. ഹല്ലേലൂയ. കൊറോണയിൽ കേൾപ്പിച്ച നല്ല സാക്ഷ്യവചനക്കായി കർത്താവിനെ വാഴ്ത്തുന്നു. പ്രിയ കെൻസസും കുഞ്ഞുങ്ങളും നാളെ ഉച്ചകഴിഞ്ഞ് നാട്ടിലോട്ട് യാത്ര തിരിക്കുന്നു. ഈ ദിവസങ്ങളെല്ലാം യാത്ര ചെയ്ത് ഓരോരുത്തരും ഓരോരുത്തർ പ്രാർത്ഥിക്കണം. സന്തോഷത്തോടെ സമാധാനത്തോടെ നാട്ടിൽ കണ്ടുകേട്ട് അപ്പനമ്മമാരെ കണ്ടുകേട്ട് സമാധാനത്തോടെ മടങ്ങി വരുന്നതിന് വേണ്ടി എല്ലാവരും പ്രാർത്ഥിച്ചാട്ടും. സഭയുടെ വളർച്ചയ്ക്ക് വേണ്ടി ആരും മൗനമായിരിക്കാതെ ഹല്ലേലൂയ. പ്രാർത്ഥന കേൾക്കാൻ വേണ്ടി ഇവിടെ ആരുമില്ല, ഒരുമിച്ചാണ് പ്രാർത്ഥിക്കുന്നത്. ഹല്ലേലൂയ. ഞാൻ എപ്പോഴും പറയാനുള്ളതുപോലെ പ്രാർത്ഥനയ്ക്ക് സബ്സ്റ്റിറ്റ്യൂട്ടൊന്നുമില്ല. എല്ലാവരും വായി തുറന്നാട്ട് ഹല്ലേലൂയ. മധ്യസ്ഥ പ്രാർത്ഥനയാണ്. ഹല്ലേലൂയ. നമ്മൾ അവർക്ക് വേണ്ടി ഇടിവിൽ നിന്ന് പ്രാർത്ഥിക്കുകയാണ്. ഹല്ലേലൂയ. ഹല്ലേലൂയ. കർത്താവെ നന്ദിയോടെ അങ്ങ് സ്തുതിക്കുന്നു. എല്ലാവരും ഹല്ലേലൂയ. 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 അടികളെ സ്നേഹിക്കുന്ന സ്വർഗീയ നല്ല കർത്താവേ ഹല്ലേലൂയ. അതിമനോഹരമായ നല്ല സമയത്തിനായി അങ്ങേ നദിയോടെ സ്തുതിക്കുന്നു. അപ്പച്ചാ സ്തോത്രം ചെയ്ത കർത്താവേ, സഭയാന്ന കുടുംബത്തെ അങ്ങയുടെ കരങ്ങളിൽ കർത്താവേ സമർപ്പിക്കുന്നു. ഇത്രത്തോളം കൊണ്ടുവന്നല്ലോ, ഇത്രത്തോളം സഹായിച്ചല്ലോ, ഇത്രത്തോളം ബലപ്പെടുത്തിയല്ലോ കർത്താവേ. അങ്ങയുടെ എല്ലാ പരിപാലനത്തിനായി, സ്നേഹത്തിനായി, കരുതലിനായി കർത്താവേ നന്ദിയോടെ സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു. ഓരോ കുടുംബങ്ങളെയും ഭരമേൽച്ച് പ്രാർത്ഥിക്കുന്നു. നാഥാ നീ സഹായിക്കണമേ, വിടുതലയക്കുമാറാകണമേ, സമാധാനം കൊടുക്കുമാറാകണമേ, സന്തോഷം കൊടുക്കുമാറാകണമേ. നീറുന്ന വിഷയങ്ങളുമായി കർത്താവ് ഓരോ കുടുംബമായിരിക്കുമ്പോൾ അവരുടെ മധ്യത്തിൽ കർത്താവെ വിജയവും വിടുതലും സമാധാനവും ആശ്വാസവും കർത്താവെ കണ്ടെത്തുവാൻ നാഥാ നീ സഹായിക്കണമെന്ന് അങ്ങയോട് പ്രാർത്ഥിക്കുന്നു. സമാധാനമില്ലാതെ ആരെങ്കിലും ആയിരിക്കുന്ന കർത്താവേ ഹല്ലേലൂയ, യേശു തന്ന ദിവ്യ സമാധാനത്താൽ, നിത്യ സമാധാനത്താൽ നിറയപ്പെടുവാൻ ഓരോ കുടുംബങ്ങളെയും നാഥാ നീ സഹായിക്കണമെന്ന് അങ്ങയോട് പ്രാർത്ഥിക്കുന്ന കർത്താവേ. ജോലിക്ക് വേണ്ടി അന്വേഷിക്കുന്ന ഓരോ കുടുംബങ്ങളെയും കുഞ്ഞുങ്ങളെ ഓർത്ത് പ്രാർത്ഥിക്കുന്നു. പുതിയ വഴികളെ നാഥാ നീ തുറക്കുമാറാകണമേ. അല്ലെങ്കിൽ ചില വഴികൾ പ്രാർത്ഥിച്ച കർത്താവേ ആത്മീയ കണ്ണാൽ കാണുവാൻ ഓരോ കുടുംബങ്ങളെയും നാഥാ നീ സഹായിക്കണമെന്ന് അങ്ങയോട് പ്രാർത്ഥിക്കുന്ന കർത്താവേ. തലമുറ ഭാരപ്പെടുന്ന കുടുംബങ്ങളെ ഓർത്ത് പ്രാർത്ഥിക്കുന്നു. വിടുതലും സമാധാനവും ആശ്വാസം കർത്താവേ കൊടുക്കണമെന്ന് അങ്ങയോട് പ്രാർത്ഥിക്കുന്നു. ഹല്ലേലൂയ. ഹല്ലേലൂയ. ഈ വർഷം കർത്താവേ ഹല്ലേലൂയ അങ്ങയുടെ ഒരു താമസിക്കുന്ന കർത്താവേ ചില അത്ഭുതങ്ങൾ കാണുവാൻ കർത്താവേ നാഥ നീ സഹായിക്കുന്നു പ്രാർത്ഥിക്കുന്നു. കർത്താവെ അടച്ചിട്ടിരിക്കുന്ന ചില വഴികൾ കർത്താവെ തുറക്കുവാൻ കർത്താവേ ശാരീരികമായി ചില വിടുതൽ കാണുവാൻ നാഥാ നീ സഹായിക്കണമെന്ന് അങ്ങയോട് പ്രാർത്ഥിക്കുന്നു. ശത്രുവിന്റെ കോട്ടകളെ പ്രാർത്ഥന ഇടിക്കുവാൻ, ഉപവാസം ഇടിക്കുവാൻ കർത്താവെ ഈ ദിവസങ്ങളിൽ ഓരോ കുടുംബങ്ങളെയും എഴുന്നേൽപ്പിക്കണമെന്ന് അങ്ങയോട് പ്രാർത്ഥിക്കുന്നു. ഹല്ലേലൂയ. പ്രാർത്ഥനയാൽ മുന്നേറുവാൻ, വിശ്വാസ കർത്താവേ ഹല്ലേലൂയ കോട്ടകൾ കീഴടക്കുവാൻ നാഥാ നീ സഹായിക്കണമെന്ന് അങ്ങയോട് പ്രാർത്ഥിക്കുന്നു. ഓരോ കുടുംബങ്ങളും ആത്മീയ നിറയപ്പെടുവാൻ, ആത്മീയ ശക്തി സംഭരിക്കുവാൻ നാഥാ നീ സഹായിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. ഓരോ കുടുംബങ്ങളും പ്രാർത്ഥനയിൽ മടുത്തു പോകാതെ, വിശ്വാസത്തിൽ കുറഞ്ഞു പോകാതെ ഉറപ്പും ധൈര്യവുമായി മുന്നേറുവാൻ നാഥാ നീ സഹായിക്കണമെന്ന് അങ്ങയോട് പ്രാർത്ഥിക്കുന്നു. ചില കെട്ടുകളെ നാസറേയ യേശു ക്രിസ്തുവിന്റെ അധികാരമുള്ള നാമത്തിൽ അഴിക്കുന്ന കർത്താവേ ഹല്ലേലൂയ. ഒരു പുതുബലത്തോടെ, ഒരു പുതുശക്തിയോടെ നാഥാ നീ അടികളെ നിറയ്ക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. ആധുരികമൻ ഉടോരമന റബലക്കമന സത്തേരികെ രീഗോ റമന ധരകമന ആത്മാവിന്റെ എരിവോടുകൂടി നിറയ്ക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. സഭകളെ, അതിർത്തികളെ വിശാലമാക്കുമാറാകണമേ. ഒഴിഞ്ഞ ഓരോ ചേറുകളും നിറയപ്പെടുവാൻ നാഥാ നീ സഹായിക്കുമെന്ന് പ്രാർത്ഥിക്കുന്നു. ദൂരത്തുനിന്നും ചാരത്തുനിന്നും കുടുംബങ്ങൾ കടന്നു വന്ന അഭയം പ്രാപിക്കുവാൻ, സന്തോഷം അനുഭവിക്കുവാൻ, ജയമേറ്റെടുക്കുവാൻ, യേശുവിനെ സ്വീകരിക്കുവാൻ, ജലത്തിൽ സാക്ഷീകരിക്കുവാൻ നാഥാ നീ സഹായിക്കണമെന്ന് അങ്ങയോട് കർത്താവേ പ്രാർത്ഥിക്കുന്നു. ഈ സഭ ഒരു അത്ഭുത വിഷയമായി മലമേൽ നിൽക്കുന്ന ഒരു പട്ടണം പോലെ അനേകർക്ക് ആശ്വാസമായി, അനേകർക്ക് വിടുതലായി, അനേകർക്ക് തുണലായി തീരണമെന്ന് അങ്ങോട്ട് പ്രാർത്ഥിക്കുന്നു. അതിനെതിരെ നിൽക്കുന്ന എല്ലാ ശത്രുവിന്റെ പോരുകൾ മേലും നാസറേയ യേശു ക്രിസ്തുവിന്റെ അധികാരമുള്ള നാമത്തിൽ ജയമെടുക്കുന്നു. എല്ലാ അസൂയയുടെ വിത്തുകളെയും ജയമെടുക്കുന്ന കർത്താവേ
ഹല്ലേലൂയ. പാമ്പുകളും തേളുകളും മേലും ചവിട്ടുവാൻ ഞാൻ നിങ്ങൾക്ക് അധികാരം തന്നിരിക്കുന്നു എന്ന് വാക്യ പ്രകാരം അത് ഞങ്ങളുടെ ജീവിതത്തിൽ കർത്താവെ നിറവേറ്റുവാൻ അടികളെ സഹായിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. ഓരോ കുടുംബങ്ങളും ആത്മാവിൽ എരിവുള്ളവരാക്കി തീർക്കണമെന്ന് അങ്ങയോട് പ്രാർത്ഥിക്കുന്നു. കർത്താവെ, അങ്ങയോട് അധ്വാനിക്കുവാൻ ഉത്സുകരാക്കി കർത്താവെ തീർക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. അടിയിൽ കർത്താവ് ഒരു സഭാ ഹോളിന് വേണ്ടി ആഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു. സ്വതന്ത്രം ആരാധിക്കുവാൻ കർത്താവ് അധികാരിയുടെ ഹൃദയങ്ങളോട് ഇടപെടണമെന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവെ, ആ മനസ്സിനെ തട്ടി ഉണർത്തണമെന്ന് അങ്ങയോട് പ്രാർത്ഥിക്കുന്നു. കർത്താവെ, വിശ്വാസ കർത്താവ് ഹല്ലേലൂയ ആത്മകണ്ണുകളാൽ അടികളൊന്ന് കാണുന്ന കർത്താവേ ഹല്ലേലൂയ അത്ഭുത വിഷയമാക്കി തീർക്കണമെന്ന് പ്രാർത്ഥിക്കുന്ന കർത്താവെ, എല്ലാ നിയമ തടസ്സങ്ങളെയും നീക്കണമെന്ന് അങ്ങയോട് പ്രാർത്ഥിക്കുന്ന കർത്താവെ, വിശ്വാസത്താൽ അടികൾ മുട്ടുന്ന കർത്താവെ, വിശ്വാസത്താൽ അടികൾ ചോദിക്കുന്ന കർത്താവ് ഹല്ലേലൂയ, വിശ്വാസത്താൽ അടികൾ അന്വേഷിക്കുന്ന കർത്താവെ, അധികാര ഹൃദയങ്ങളെ തുറക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. ആ കർത്താവ് അടിയങ്ങൾ ജീവനുള്ള ദൈവത്തെ സേവിക്കുന്ന കർത്താവെ, അങ്ങേ അടിയങ്ങൾ ആരാധിക്കുന്ന കർത്താവ് ഹല്ലേലൂയ. പ്രിയബൽബിനെ ഓർത്ത് പ്രാർത്ഥിക്കുന്നു, മേഴ്സി ഓർത്ത് പ്രാർത്ഥിക്കുന്നു, കുഞ്ഞുങ്ങളെ ഓർത്ത് പ്രാർത്ഥിക്കുന്നു. സമാധാനത്തോടെ കർത്താവെ അവർക്ക് ശുഭയാത്ര കൊടുത്തല്ലോ, സുഖകരമായി നാട്ടിൽ എത്തിച്ചെല്ലുവാൻ നാഥാ നീ സഹായിച്ചല്ലോ. അങ്ങയുടെ അവരെ താമസിക്കുന്നെങ്കിൽ നാട്ടിലായിരിക്കും സുരക്ഷിതമായി സമാധാനത്തോടെ സന്തോഷമായിരിക്കുവാൻ കർത്താവേ നാഥ നീ സഹായിക്കണമെന്ന് അങ്ങയോട് പ്രാർത്ഥിക്കുന്നു. അവർ കഴിക്കുന്ന ആഹാരം, കുടിക്കുന്ന വെള്ളം, ശ്വസിക്കുന്ന വായു, കയറി ഇറങ്ങുന്ന വാഹനങ്ങൾ സർവ്വത്തിന്മേലും കർത്താവെ അങ്ങയുടെ നിയന്ത്രണത്താൽ അവരെ സഹായിക്കണമെന്ന് അങ്ങയോട് പ്രാർത്ഥിക്കുന്നു. അവർ മാതാപിതാക്കന്മാരെ ഓർത്ത് പ്രാർത്ഥിക്കുന്നു. അനുഗ്രഹിക്കണം, ആശീർവദിക്കണം കർത്താവെ. പ്രിയ ശിരീനെ ഓർത്ത് പ്രാർത്ഥിക്കുന്നു, കുഞ്ഞു രണ്ടുപേരെ ഓർത്ത് പ്രാർത്ഥിക്കുന്നു. സമാധാനത്തോടെ പോകുവാൻ നാഥാ നീ സഹായിച്ചല്ലോ. ശിരീനെ മാതാവിനെ ഓർത്ത് പ്രാർത്ഥിക്കുന്നു, വിടുതൽ സമാധാനം കൊടുക്കണമെന്ന് അങ്ങയോട് പ്രാർത്ഥിക്കുന്നു. കുഞ്ഞുങ്ങൾ ആരോഗ്യത്തെ സമാധാനത്തോടെ അവിടെ ആയിരിക്കുവാൻ നാഥാ നീ സഹായിക്കണമെന്ന് അങ്ങയോട് പ്രാർത്ഥിക്കുന്നു. ഷൈജുടെ തന്നെയായിരിക്കുമ്പോൾ കർത്താവ് വ്യക്തമായ ദേവിയെ കാവല്ലാൽ ദാസനെ നിറയ്ക്കണമെന്ന് അങ്ങയോട് പ്രാർത്ഥിക്കുന്നു. വചനത്തെ മർമ്മങ്ങളെ അധികമായ ദിവസങ്ങളിൽ മനസ്സിലാക്കുവാൻ നാഥാ നീ സഹായിക്കണമെന്ന് അങ്ങയോട് കർത്താവ് പ്രാർത്ഥിക്കുന്നു. റിബി സിസ്റ്റർ ഓർത്ത് പ്രാർത്ഥിക്കുന്നു, മനോജ് ബ്രദർ ഓർത്ത് പ്രാർത്ഥിക്കുന്നു, കുഞ്ഞുങ്ങളെ ഓർത്ത് പ്രാർത്ഥിക്കുന്നു. പോർട്സ്മത്തിലായിരിക്കുന്ന കർത്താവെ സമാധാനത്തെ മടക്കി വരുത്തണമെന്ന് അങ്ങയോട് കർത്താവെ പ്രാർത്ഥിക്കുന്നു. കർത്താവെ, പ്രിയ റോളിൽ കേൾപ്പിച്ച നല്ല സാക്ഷ്യവേദക്കായ സ്തോത്രം, കൊടുത്ത ജോലിക്കായ സ്തോത്രം. കഴിഞ്ഞ നാളിൽ കർത്താവെ അത്ഭുതകരമായി നിരാശയുടെ മധ്യത്തിൽ, പട്ടിണിയുടെ മധ്യത്തിൽ കർത്താവെ, കരച്ചിലിന്റെ മധ്യത്തിൽ കർത്താവെ, നെടുവീർപ്പിന്റെയും നിലവിളിയുടെയും മധ്യത്തിൽ കർത്താവിയ ഇത്രത്തോളം ദാസനെ കൊണ്ടുവന്ന അങ്ങയുടെ വിശ്വസ്തയ്ക്കായി സ്തോത്രം. ദൈവം കൊടുത്ത കഴിവുള്ള കർത്താവെ, ദൈവ രാജ്യത്തെ വ്യാപ്തിക്ക് വേണ്ടി അധികം ഉപയോഗിക്കുവാൻ നാഥാ നീ സഹായിക്കണമെന്ന് അങ്ങയോട് കർത്താവെ പ്രാർത്ഥിക്കുന്നു. കർത്താവെ, പ്രിയ കെൻസിനെ ഓർത്ത് പ്രാർത്ഥിക്കുന്നു. സായുത്താളിൽ കടന്നുപോയല്ലോ കർത്താവെ, കെൻസ് കുഞ്ഞു തിങ്കളാഴ്ച യാത്ര ഇരിക്കുന്നു, ശുഭയാത്ര കൊടുക്കണമെന്ന് അങ്ങയോട് പ്രാർത്ഥിക്കുന്നു. കർത്താവെ, അവരെല്ലാം ദിവസങ്ങൾ കർത്താവെ യേശുവിനെ കണ്ടുമുട്ടുവാൻ, രക്ഷകനെ സ്വീകരിക്കുവാൻ നാഥാ നീ സഹായിക്കണമെന്ന് അങ്ങയോട് കർത്താവെ പ്രാർത്ഥിക്കുന്നു. കർത്താവെ, പ്രത്യേക ജോലിച്ചാനെ ഓർത്ത് പ്രാർത്ഥിക്കുന്നു, വിടുതൽ ഐക്യമാറാകണമേ. വേദനയാൽ വളരെ ഭാരപ്പെടുന്നു കർത്താവെ, വേദനയാൽ ഭാരപ്പെടുന്നു, കിടക്ക മാറ്റിവരിക്കണമെന്ന് അങ്ങയോട് അടിയങ്ങൾ അപേക്ഷിക്കുന്ന കർത്താവെ, അടിയങ്ങളെ നിർമ്മിച്ചവനും അടിയങ്ങളെ ഉടയവനുമായ കർത്താവെ, സമ്പൂർണമായി ദാസനെ കുടുംബമായി സമർപ്പിക്കുന്ന കർത്താവെ, എഴുന്നേറ്റ് നടക്കുവാൻ നാഥാ നീ സഹായിക്കുമാറണമേ. നാഡീ ഞരമ്പുകളെ ഉറപ്പിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. പൊന്നും വെള്ളിയും എനിക്കുള്ളതല്ല, എനിക്കുള്ള നിങ്ങൾ തരുന്നത് വായിക്കുന്ന പ്രകാരം കർത്താവെ സുന്ദരമെന്ന ദേവാലയ ഗോപുരത്തിൽ മൂടുന്നതിൽ എഴുന്നേറ്റ് നടന്നെങ്കിൽ കർത്താവെ അതേ വിശ്വാസത്താൽ അടി ഉറക്കെ പ്രഖ്യാപിക്കുന്നു. കർത്താവെ, സമ്പൂർണ്ണ വിടുതൽ സമയമായി കർത്താവെ അടികൾ പ്രഖ്യാപിക്കുന്നു. ആധുനികമനുടാരമനെ രക്തത്താൽ ജയമെടുക്കുന്ന കർത്താവെ, തോമശാനെ ഓർത്ത് പ്രാർത്ഥിക്കുന്നു. കൂടുതൽ വിടുതലായ സ്തോത്രം. പറഞ്ഞ പ്രൊസീജിയർ കർത്താവെ 24 നടക്കുന്നുള്ള കർത്താവെ, ദാസനെ സഹായിക്കണം, ശക്തീകരിക്കണം. ദൈവകൃപ കർത്താവെ നിറയ്ക്കണമെന്നെങ്കിലോട് പ്രാർത്ഥിക്കുന്നു. കർത്താവെ, പ്രിയ ജോബിനെ ഓർത്ത് പ്രാർത്ഥിക്കുന്നു, സജിസ്റ്ററെ ഓർത്ത് പ്രാർത്ഥിക്കുന്നു. ചില ആക്ഷേപങ്ങൾ കടന്നു വരുവാൻ സഹോദരിയെ സഹായിച്ചുള്ള കർത്താവെ, ഇന്നത്തെ പ്രാർത്ഥന ദാസയുടെ ജീവിതത്തിൽ അനുഗ്രഹമായി തീരണമെന്ന് അങ്ങയോട് പ്രാർത്ഥിക്കുന്നു. പുതുവഴികളെ നാഥാ നീ തുറക്കണമേ. ജോലി പ്രവേശിക്കുവാൻ നാഥാ നീ സഹായിക്കുമാറണമേ. ഹൃദയം സമ്പൂർണ്ണമായി ദൈവത്തിന് കൊടുക്കുവാൻ നാഥാ നീ സഹായിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. തടസ്സങ്ങളെ നീക്കിയാടെ കർത്താവെ ഉറപ്പും ധൈര്യമുള്ള സഹോദരിയാക്കി തീർക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. ഏറെ നാളുകളായി നീറുന്ന വിഷയത്തിന്മേൽ, ശാരീരിക ബന്ധനങ്ങളുമേൽ, ആ പോരുകളുമേൽ കർത്താവെ അടികൾ ജയമെടുത്ത് പ്രാർത്ഥിക്കുന്നു. യേശുവിന്റെ നാമത്തിൽ വിടുതലുണ്ടല്ലോ കർത്താവെ, ആരോഗ്യമുണ്ടല്ലോ, സമാധാനമുണ്ടല്ലോ കർത്താവേ. ഹല്ലേലൂയ. ദാസിയെ പരിപൂർണമായി സുഖപ്പെടുത്തണമെന്ന് അങ്ങയോട് പ്രാർത്ഥിക്കുന്നു. വാത്സൽ ഡോൺ സിസ്റ്റർ ഒത്ത് പ്രാർത്ഥിക്കുന്നു. കർത്താവെ കൊടുത്ത വിടുതലിനായി, സമാധാനത്തിനായി സ്തോത്ര കർത്താവെ സഹായിക്കണം.
കുടുംബം അനുഗ്രഹിക്കുമാറാകണമേ. മാതാവിനെ സഹായിക്കണമെന്ന് അങ്ങയോട് പ്രാർത്ഥിക്കുന്നു. മകളെ ഓർത്ത് പ്രാർത്ഥിക്കുന്നു. സഹായിച്ചാണ് കർത്താവെ. ബിബിനും ഫേബയെ ഓർത്ത് പ്രാർത്ഥിക്കുന്നു. അനുഗ്രഹിക്കണമേ. സമ്പൂർണ്ണ ആരോഗ്യവും ബലവും കർത്താവെ കൊടുക്കണമെന്ന് അങ്ങയോട് പ്രാർത്ഥിക്കുന്ന കർത്താവെ. മരുന്നിനും മന്ത്രത്തിനും പരിമിതിയുണ്ട് കർത്താവേ. ഹല്ലേലൂയ. പരിമിതി കൂടാതെ, അളവ് കൂടാതെ കർത്താവെ അടികൾ നാഡീ ഞരമ്പുകളിൽ പ്രവർത്തിക്കുന്ന കർത്താവേ. ഹല്ലേലൂയ. ആ ദിവ്യ ശക്തിക്കായി സ്തോത്രം കർത്താവേ. ഹല്ലേലൂയ. അവരുടെ മാതാപിതാക്കന്മാരെയും സഹായിച്ചാണ് കർത്താവെ. സുൽബ്രദരോർത്ത് പ്രാർത്ഥിക്കുന്നു. മാലിന്യോർത്ത് പ്രാർത്ഥിക്കുന്നു. കൊടുത്ത കൃപാവരത്തിനായി, പ്രാർത്ഥനാ ജീവിതത്തിനായി സ്തോത്രം. ആ പ്രാർത്ഥനാ ജീവിതം അനേകർക്ക് ആശ്വാസമായി തീരണമെന്ന് അങ്ങയോട് പ്രാർത്ഥിക്കുന്നു. പ്രിയ ജോബിനെയോർത്ത് പ്രാർത്ഥിക്കുന്നു. വഴിയും വാതിലും കർത്താവെ പൈതൽ കൊടുക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. ഈ ദിവസം കർത്താവ് ഓരോ മേഖലയിലും ആപ്ലിക്കേഷൻ അയക്കുമ്പോൾ കർത്താവെ അത് തുറക്കപ്പെടുവാൻ നാഥാ നീ സഹായിക്കണമെന്ന് അങ്ങയോട് കർത്താവെ പ്രാർത്ഥിക്കുന്നു. സഭയായ കുടുംബത്തെ നിന്റെ കരങ്ങളിൽ സമർപ്പിക്കുന്നു. തലമുറ ഭാരപ്പെടുന്ന കുടുംബങ്ങളുണ്ട്, സാമ്പത്തികം ഞെരുങ്ങുന്ന കുടുംബങ്ങളുണ്ട് കർത്താവ്. വിവിധ മേഖലകളിൽ മനോദുഃഖം അനുഭവിക്കുന്ന കർത്താവെ സഭയായി ഒരുമിച്ച് പ്രാർത്ഥിക്കുന്നു. കർത്താവ് ബലപ്പെടുത്തിയാട്ടെ, സഹായിച്ചാട്ടെ, ശക്തി അയച്ചാട്ടെ. അനേക കുടുംബ കർത്താവിലിരിക്കുക സ്ഥാനം നയിക്കപ്പെടുവാൻ കർത്താവെ. തിരുവചനം പറയുന്ന പോലെ നീ വെള്ളത്താലും ആത്മാവിനാലും വീണ്ടും ജന്മം പ്രാപിച്ചില്ല എങ്കിൽ സ്വർഗരാജ്യത്തിൽ കടക്കിയെന്നുള്ള വചനം കർത്താവെ ഓരോ കുടുംബ ഹൃദയത്തിൽ ക്രിയ ചെയ്യുവാൻ നാഥാ നീ സഹായിക്കുന്നു പ്രാർത്ഥിക്കുന്നു. അതിനുള്ള പ്രേരണ കർത്താവെ, ഉത്സാഹ കർത്താവെ, പരിശുദ്ധാത്മാവെ കൊടുക്കണമെന്ന് അങ്ങയോട് പ്രാർത്ഥിക്കുന്നു. അടികളെ സഭയായി സമർപ്പിക്കുന്നു. ഓരോ കുടുംബങ്ങളെയും വ്യക്തികളായി പേര് പറഞ്ഞ് പ്രാർത്ഥിക്കുന്നു. വിടുതലും സമാധാനവും ആശ്വാസവും കർത്താവ് കൊടുത്താട്ടെ. അല്പസമയം കൂടെ ബാധപ്പെടുത്തലായിരിക്കുന്നു. അനുഗ്രഹിച്ച് ആശീർവദിച്ചാട്ടെ. പ്രാർത്ഥനയാചം കേട്ടതിനാൽ സ്തോത്രം. അടികളെ ശിതാവും ദൈവമായ യേശു ക്രിസ്തുവിൻ്റെ വിലയേറിയ നാമത്തിൽ തന്നെ. Hallelujah. Please be seated. Hallelujah. The brief announcements. Hallelujah. ബുധനാഴ്ച ഇവിടെ പ്രാർത്ഥനയുണ്ടല്ലോ. നിങ്ങൾ കടന്നു വരണമെന്ന് പ്രതിയാൽ ഓർപ്പിക്കുന്നു. മാസത്തിൻ്റെ ഫസ്റ്റ് വീക്ക് നമുക്ക് ഫാസ്റ്റ് മെമ്പറുണ്ട്. ബദൽബൽ കോളേജ് പ്രിൻസിപ്പളായിരുന്ന ശാമലൂടി സാറാണ് വരുന്നത്. ഫസ്റ്റ് വീക്ക് 3, 4 ശനിയും രാവിലെയും വൈകിട്ടും ഞായറാഴ്ചയും തിരുവത്താഴത്തോടി മീറ്റിംഗ് അവസാനിക്കുന്നതായിരിക്കും. അതുകൊണ്ട് നിങ്ങൾ അതിനുവേണ്ടി ഉത്സാഹിച്ച് വരണമെന്ന് പ്രത്യേകം ഓർപ്പിക്കുന്നു. സ്തോത്രം. നേരത്തെ അന്വേഷിച്ച പോലെ BBSM ലേഡീസ് മീറ്റിംഗ് ഒക്ടോബർ മാസം 31-ാം തീയതിയും നവംബർ 1-ാം തീയതി നടക്കുന്നുണ്ടല്ലോ. അതിനുവേണ്ടി നിങ്ങൾ ആഗ്രഹിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്യണമെന്ന് ദൈവനാമത്തിൽ ഓർപ്പിക്കുന്നു. ഹല്ലേലൂയ. കർത്താവ് നിങ്ങളെ ധാരാളമായി അനുഗ്രഹിക്കുമാറാകട്ടെ. ഇന്നലെ ഒരു കോള് ലഭിക്കുന്നതിനിടയായി അറിയാമല്ലോ, ഗായകൻ ബിനോയ് ചാക്കോ ഒരു കോൾ കിട്ടിയ ഡേറ്റ് ഞാൻ പൂർണ്ണമായി കൊടുത്തിട്ടില്ല. ഒരു പക്ഷേ ദാസനെ ക്ഷണിക്കണമെന്ന് ആഗ്രഹിക്കുന്നു. കോണ്ടാക്റ്റുണ്ട്. വർഷങ്ങൾക്ക് ഒരുമിച്ച് CD ഇറക്കി പരിചയമുണ്ട്. അങ്ങനെ വേറൊരു ദാസനാണ് എന്നെ വിളിച്ചത്. അങ്ങനെ 17-ാം തീയതി റഫായിട്ട് പറഞ്ഞിട്ടേ ഉള്ളൂ. അവരുടെ ഡേറ്റും കലണ്ടറും ഒക്കെ നോക്കിയിട്ട് അറിയിക്കാമെന്ന് പറഞ്ഞു. വിനിയോഗിച്ചാൽ ഇപ്പോൾ നാട്ടിലാണ്. ഡേറ്റ് കിട്ടുന്നെങ്കിൽ പൂർണ്ണമായി സഭയെ ആ സമയത്ത് അറിയിക്കുന്നതായിരിക്കും. കർത്താവ് നിങ്ങളെ ധാരാളമായി അനുഗ്രഹിക്കുമാറാകട്ടെ. സ്തോത്രം. പ്രത്യേകിച്ച് അനൗൺസ്മെൻറ്റും ഇല്ല എന്ന് മനസ്സിലാക്കുന്നു. സ്തോത്രം. പരസ്പരം പ്രാർത്ഥിക്കുകയും പരസ്പരം ഭാരങ്ങളെ ചുമന്നും പരസ്പരം ഓർത്തു പ്രാർത്ഥിച്ചും സഭ മുമ്പോട്ട് വളരെ ആഗ്രഹമുണ്ട്. ഹല്ലേലൂയ. സ്തോത്രം. വരുന്ന ആഴ്ചകളിൽ ഇത്ര നാൾ സ്തോത്രാഴ്ചയെക്കുറിച്ചൊരു ചിന്ത അങ്ങനെയൊന്നുമില്ലായിരുന്നു. അതിൻ്റെ ഒരു ഫുൾ സ്റ്റേറ്റ്മെൻറ്റ് പുറകാലെ ഞാനോ ബിബിനോ അത് ചെയ്യുന്നതായിരിക്കും. ചില ആഴ്ചകൾക്കുള്ളിൽ അതിനുള്ള ക്രമീകരണം ചെയ്യണമെന്ന് ആഗ്രഹിക്കുന്നു. നമ്മൾ ചാരിറ്റി രജിസ്ട്രേഷൻ ആയതുകൊണ്ട് മിനിമം സെർട്ടർ കൂടെ കാണിക്കണം. ഇല്ലെങ്കിൽ നമ്മൾ ഫേക്ക് ചാരിറ്റിയെന്ന് അവർ നമ്മളെ വിലയിരുത്താനും സാധ്യതയുണ്ട്. അതിന് ഓഫറിംഗ് ബോക്സ് പോലെ എന്തെല്ലാമാണ് താൽക്കാലം ക്രമീകരിച്ചിരിക്കുന്നത്. ഫുൾ ഡീറ്റെയിൽസ് വിൽ ലെറ്റ് യു നോ ലേറ്റർ. ലഭിക്കുന്ന പൈസ അത് വളരെ വിലയേറിയ പൈസയാണ്. ഓരോ പൈസ പോലും വളരെ വിലയേറിയതാണ്. അത് വളരെ ദൈവനാമ മഹത്വത്തിനായി മാത്രം ചെലവഴിക്കണമെന്നുള്ള ആഗ്രഹം. അത് പുറകാലെ അതിൻ്റെ ഫുൾ ഡീറ്റെയിൽസ് അറിയിക്കുന്നതായിരിക്കും. എന്നാൽ വിതിൻ കപ്പിൾ ഓഫ് വീക്സ് മെൽവിലേക്ക് കടന്നു വന്ന് ചെയ്യണമെന്നൊരു ആഗ്രഹം. അതിന് മുമ്പാണെങ്കിൽ സഭയെ അറിയിക്കുന്നതായിരിക്കാം. കർത്താവ് ധാരാളം അനുഗ്രഹിക്കുമാറാകട്ടെ. അടുത്ത 25 മിനിറ്റ്സ്, ഒരു 20 മിനിറ്റ്സ് നമുക്ക് ദൈവവചനത്തിന് വേണ്ടി ശ്രദ്ധയെ ചെലവഴിക്കുകയാണ്. പ്രിയ ഷൈജു അത് ചെയ്യുന്നതായിരിക്കും. പ്രാർത്ഥനയോടെ ആയിരിക്കാം. കർത്താവ് നമ്മളെ ധാരാളമായി അനുഗ്രഹിക്കുമാറാകട്ടെ. ഹല്ലേലൂയ. പ്ലീസ്. ഹല്ലേലൂയ. പ്രൈസ് ഗോഡ്. പെരുവെള്ളത്തിൻ ഇരച്ചിൽ പോലെ സ്തുതിച്ചിടുക അവന്റെ നാമം. പെരുവെള്ളത്തെ ഇരച്ചിൽ പോലെ സ്തുതിച്ചിടുക അവന്റെ നാമം. ഹല്ലേലൂയ, ഹല്ലേലൂയ.
ഹല്ലേലൂയ ഹല്ലേലൂയ. മഹത്വവും ജ്ഞാനവും സ്തോത്രവും ബഹുമാനവും ബലവും യേശുവേ. ആമേൻ. മഹത്വവും ജ്ഞാനം സ്തോത്രവും ബഹുമാനം ശക്തിയും ബലവും യേശുവിന്. കാത്തു കാത്തല്ലോ അവനെങ്കിലേക്കു ചാഞ്ഞു വന്നല്ലോ. ഞാൻ യഹോവയ്ക്കായി കാത്തു കാത്തല്ലോ അവനെങ്കിലേക്കു ചാഞ്ഞു വന്നല്ലോ. നാശകരമായ കുഴിയിൽ നിന്നും കുഴഞ്ഞ ചേറ്റിൽ നിന്നും എന്നെ കയറ്റി. നാശകരമായ കുഴിയിൽ നിന്നും കുഴഞ്ഞ ചേറ്റിൽ നിന്നും എന്നെ കയറ്റി. ഹല്ലേലൂയ 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 ഹല്ലേലൂയ. മഹത്വവും ജ്ഞാനവും സ്തോത്രവും ബഹുമാനം ശക്തിയും ബലവും എന്നേശുവിന്. ആമേൻ. മഹത്വവും ജ്ഞാനവും സ്തോത്രവും ബഹുമാനം ശക്തിയും ബലവും എന്നേശുവിന്. ദൈവനാമത്തിന് മഹത്വം ഉണ്ടാകട്ടെ. സന്നിഹിതരായിരിക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവർക്കും വേഗം വരുന്നവനായ യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ എൻ്റെ സ്നേഹവന്ദനം അറിയിക്കട്ടെ. ഹല്ലേലൂയ. സന്തോഷമുള്ളവർക്ക് കാര്യങ്ങൾ ഉയർത്തി ഹല്ലേലൂയ പറഞ്ഞു. ഹല്ലേലൂയ. നിങ്ങളുടെ മുമ്പിൽ ഒരു വിഷയത്തെ നിങ്ങളുടെ മുമ്പിൽ വ്യക്തമാക്കുവാനായിട്ട് താല്പര്യപ്പെടുകയാണ്. ഒരു മനുഷ്യരുടെ ജീവിതത്തിലെ ദൈവത്തിൻ്റെ ഇടപെടൽ കൃത്യമായും ദൈവത്തിൻ്റെ ഭക്തന്മാർ അറിഞ്ഞിരിക്കേണ്ടത് വളരെ ആവശ്യമാണ്. വളരെ വിപുലമായ കാര്യങ്ങളായിരിക്കാം ഒരു തിയോളജി എന്നൊക്കെ പറയുന്നത്. ഭയങ്കര വിശാലമായിട്ടുള്ള സബ്ജക്റ്റുകളായിരിക്കും. എങ്കിലും അതിനകത്ത് അതിൻ്റെ ഒരു കൺസൈസ് ഫോം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതെല്ലാം ഒരു ഇടത്തു നിന്നും കേന്ദ്രീകരിക്കപ്പെട്ടിട്ടാണ് വിപുലമായിരിക്കുന്നത്. അതിനെ ഒറ്റ വാക്കിൽ പറഞ്ഞുകൊണ്ട് അതിനെ വിപുലമാക്കാൻ പറ്റും എന്ന് പറഞ്ഞാൽ അതിൻ്റെ കേന്ദ്രബിന്ദു എപ്പോഴും ഒന്നായിരിക്കാം. അതുകൊണ്ട് തന്നെ ദൈവിക സത്യങ്ങൾ എപ്പോഴും ഒരു പോയിന്റിൽ നിന്നുകൊണ്ടാണ് വിശാലമാകുന്നത്. വിശാലം എന്ന് പറഞ്ഞാൽ ഒരു വലിയ വാസ്റ്റ് സബ്ജക്റ്റായിട്ട് പോയിക്കൊണ്ടേയിരിക്കും. അവിടെ തന്നെ ഇതിൻ്റെ അടുത്ത് തന്നെ ഞാനിന്ന് നിങ്ങളോട് സംസാരിക്കാൻ ആഗ്രഹിക്കുന്ന വിഷയം ദൈവത്തിൻ്റെ വെളിപ്പാട്, ദൈവത്തിൻ്റെ അറിവ്, ദൈവത്തിൻ്റെ ശബ്ദം എന്നുള്ള വിഷയത്തെക്കുറിച്ചാണ്. ദൈവത്തിൻ്റെ വെളിപ്പാട് എന്ന് പറയുകയാണെങ്കിൽ സദൃശവാക്യം 29-ാം അധ്യായത്തിൻ്റെ 18-ാം വാക്യം വായിച്ചോട്ടെ. സദൃശവാക്യം 29-ന്റെ ഇവിടെ പറയുകയാണ്, വെളിപ്പാടില്ലാത്തടത്ത് ജനം മര്യാദ വിട്ട് നടക്കുന്നു. വെളിപ്പാടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ദൈവത്തെക്കുറിച്ചുള്ള അറിവ് മനുഷ്യരിലേക്ക് ലഭിക്കുന്ന ഒരു പ്രോസസ്സിനെയാണ് വെളിപ്പാടെന്ന് പറയുന്നത്. ദൈവത്തെക്കുറിച്ചുള്ള അറിവ് മനുഷ്യരിലേക്ക് സംഗ്രഹിക്കുന്നതിനെയാണ് വെളിപ്പാടെന്ന് പറയുന്നത്. വെളിപ്പാട് ഇവിടെ ആയിരിക്കുന്ന എല്ലാ വ്യക്തികളുടെ ജീവിതത്തിലും ഉണ്ടായിരിക്കണം. വെളിപ്പാടെന്ന് പറഞ്ഞാൽ എൻ്റെ വ്യക്തിപരമായ ജീവിതത്തിൽ എനിക്കാവശ്യമുള്ള ദൈവത്തെ ഞാൻ റിസീവ് ചെയ്യുന്ന പ്രോസസ്സാണ് വെളിപ്പാട്. എനിക്ക് ആവശ്യമുള്ള എൻ്റെ പ്രവർത്തന മണ്ഡലം ഏതാണോ അതിനോടനുബന്ധിച്ച് ദൈവത്തിൽ നിന്നും പ്രാപിക്കുന്ന ഒരു പദ്ധതിയാണ്. അപ്പോസ്തലനായ പൗലോസിനെ കുറിച്ച് നമുക്കറിയാൻ സാധിക്കുന്നു. അപ്പോസ്തലനായ പൗലോസ് ഗലാത്യ ലേഖനത്തിൽ ഇങ്ങനെ പറയുകയുണ്ടായി, അദ്ദേഹത്തിന് വെളിപ്പാടിൻ്റെ ആധിക്യത്താൽ നിഗളിച്ചു പോകാതിരിപ്പാൻ. അതിനുശേഷം തന്നെ പൗലോസ് ഗലാത്യ ലേഖനത്തിൽ പറയുകയാണ്, അപ്പോസ്തലനായ പൗലോസിനെ ദൈവം തൻ്റെ വീണ്ടെടുപ്പൊക്കെ വന്നതിന് ശേഷം നേരെ അറേബ്യയിലേക്ക് അയക്കുന്നു. അതിനുശേഷം ദമസ്കോസിലേക്ക് തിരിച്ചു വരുന്നു. അപ്പോൾ ആ ഒരു കാലഘട്ടത്തിൽ ഏകദേശം ദൈവത്തിൻ്റെ ശിഷ്യന്മാരുമായിട്ടൊന്നും അദ്ദേഹം സംസാരിക്കാൻ പോകാതെ
ദൈവത്തിൻ്റെ മുൻ വചനങ്ങൾ ക്രിസ്തുവിൻ്റെ ഐഹിക കാലത്ത് കർത്താവ് നേരിട്ട് പറഞ്ഞ കാര്യങ്ങളൊന്നും കേട്ട ഒരു വ്യക്തികളോട് പോലും പൗലോസ് പറയാതെ പൗലോസിനെ ദൈവം ഒരു പർട്ടിക്കുലർ പ്ലേസിലേക്ക് മാറ്റി നിർത്തിയിട്ട് ഡയറക്റ്റായിട്ട് സംസാരിക്കുകയുണ്ടായി. പൗലോസ് അത് ഗലാത്യ ലേഖനത്തിൽ പറയുന്നുണ്ട്, ഞാൻ ഈ പറയുന്ന വ്യക്തികളിൽ നിന്നൊന്നും പഠിച്ചില്ല, മറിച്ച് ഞാൻ സ്വർഗത്തിലെ ദൈവത്തിൽ നിന്ന് നേരിട്ട് പഠിക്കുകയുണ്ടായി. വെളിപ്പാട് അപ്പോസ്തലനായ പൗലോസിന് കൊടുത്തതിൻ്റെ ഉദ്ദേശം എന്ന് പറഞ്ഞാൽ പുതിയ നിയമസഭയുടെ അടിത്തറ ദൈവം ഇടാൻ വേണ്ടി ആഗ്രഹിച്ചിട്ട് അതിനുവേണ്ടി ഒരു പർട്ടിക്കുലറായിട്ട് തിരഞ്ഞെടുത്തൊരു വ്യക്തിയായിരുന്നു പൗലോസ്. അദ്ദേഹത്തിൽ നിന്നും ഈ കാര്യങ്ങൾ ലോകത്തിലുള്ള സകലത്തിലേക്കും എത്തിച്ചേരുവാൻ ദൈവം ആഗ്രഹിച്ചതുകൊണ്ടാണ് പൗലോസിനെ ദൈവം അതിനുവേണ്ടി തിരഞ്ഞെടുത്ത് അയച്ചത്. ഞാൻ തന്നിരിക്കുന്ന സ്ലൈഡ് ഒന്ന് ഓപ്പൺ ആക്കാം. ഞാനിവിടെ ഒരു സ്ലൈഡ് ഒരല്പം കൂടെ നമുക്ക് മനസ്സിലാക്കുക എന്നുള്ളതാണ് ഇതിൻ്റെ ഏറ്റവും വലിയ ഒരു പ്രോസസ്സ് എന്ന് പറയുന്നത്. ഇവിടെ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നു, ഇതിൻ്റെ ഏറ്റവും മുകളിൽ ദൈവം മനുഷ്യൻ്റെ ഉള്ളിലേക്ക് വെളിപ്പാട് അയക്കുന്നത് ഏറ്റവും ലെഫ്റ്റ് കോർണർ ടോപ്പ് കോർണറിനകത്ത് ദൈവത്തെക്കുറിച്ചുള്ള അറിവുകൾ ദൈവം പറയാതെ ആരും അറിയുന്നില്ല. മത്തായിയുടെ സുവിശേഷം ഒരു വാക്യം ഒന്ന് വായിച്ചു നോക്കാം. മത്തായിയുടെ സുവിശേഷം 24-ാം അധ്യായം അതിൻ്റെ 36-ാം വാക്യം. മത്തായിയുടെ സുവിശേഷം 24. ഇവിടെ യേശുക്രിസ്തു ഒരു വലിയ സ്റ്റേറ്റ്മെൻറ്റ് പറയുകയാണ്. ഒത്തിരി റീസൺസുകൾ സ്വർഗത്തിലെ കാര്യങ്ങളുണ്ട്. ഒത്തിരി കാര്യങ്ങൾ മനുഷ്യനറിയാം. എങ്ങനെ അറിയാം? യേശുക്രിസ്തുവിലൂടെ അറിയാം, ബൈബിള് നമ്മൾ വായിക്കുന്നതുകൊണ്ട് അറിയാം, പ്രവാചകന്മാരിലൂടെ അറിയാം, ദൈവത്തിൻ്റെ റെവലേഷനിൽ നിന്നറിയാം, ദൈവത്തിൻ്റെ ക്രിയേഷൻ കണ്ടുകൊണ്ടറിയാം, ദൈവത്തിൻ്റെ സൃഷ്ടിയുടെ മഹത്വത്തിൽ അറിയാം. എന്നാൽ ദൈവം പറയാത്ത കാര്യങ്ങളെക്കുറിച്ച് ആരും അറിയുന്നില്ല. യേശുക്രിസ്തുവിനോട് ശിഷ്യന്മാർ ചോദിച്ച ചോദ്യത്തിന് മറുപടി പറയുകയാണ്, ആ കാര്യങ്ങൾ, ഇതിൻ്റെ ചുരുക്കതേ ഉള്ളൂ, ആ കാര്യങ്ങൾ ദൈവം പറയാതെ ഒരു മനുഷ്യനും അറിയുന്നില്ല. സ്വർഗീയ കാര്യങ്ങളെക്കുറിച്ച് ദൈവം പറയാതെ ഒരു മനുഷ്യനും അറിയുന്നില്ല. ഇന്ന് നമ്മുടെ കയ്യിൽ ലഭിക്കപ്പെട്ടിരിക്കുന്ന കാര്യങ്ങളൊക്കെയും ദൈവം ക്രിസ്തുവിലൂടെയും ക്രിയേഷനിലൂടെയും ദൈവത്തിൻ്റെ പ്രവാചകന്മാരിലൂടെയും ദൈവത്തിൻ്റെ റെവലേഷനിലൂടെയും വെളിപ്പെടുത്തിയ കാര്യങ്ങൾ മാത്രമാണ് നമ്മൾ അറിയുന്നത്. വെളിപ്പെടുത്താത്ത കാര്യങ്ങളെക്കുറിച്ച് നമ്മൾ അറിയുന്നില്ല. അതിനുള്ള ചില ദേവദാസന്മാരോട് എന്ത് ചോദിച്ചാലും അവർ ഉത്തരം പറയും. എന്ത് ചോദിച്ചാലും ഉത്തരം പറയും. ചിലരുണ്ട്, ചിലപ്പോൾ അവർ തിയോളജി ഒത്തിരി പഠിച്ച് അവർക്ക് PhD കിട്ടിയോണ്ടായിരിക്കാം, എന്ത് ചോദിച്ചാലും അവർ മറുപടി പറയും. ആ ഒരു പ്രോസസ്സ് ബൈബിളിലില്ല. ദൈവത്തിൻ്റെ വിശുദ്ധന്മാരെ സൂക്ഷ്മമായിട്ട് പഠിച്ചാൽ നമുക്ക് മനസ്സിലാക്കും, അവരോട് ചോദിക്കുന്ന ചോദ്യങ്ങൾ, അറിയാത്ത കാര്യങ്ങൾ അവർ ദൈവത്തിൻ്റെ സന്നിധിയിൽ ഇരിക്കുകയോ ദൈവത്തിൽ നിന്ന് പ്രാപിക്കുകയോ ചെയ്യത്തുള്ളൂ. അറിയാത്ത കാര്യങ്ങളെക്കുറിച്ച് അവർ സ്റ്റേറ്റ്മെൻറ്റ് പറയാൻ പോകാറില്ല എന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നു. അതുതന്നെയാണ് ക്രിസ്തു പറയുകയാണ്. ആരോട്? ശിഷ്യന്മാരോട് പറയുകയാണ്. ആ പറഞ്ഞതിന് ചുരുക്കം എന്തുവാണ്? എനിക്ക് അറിയത്തില്ല എന്നാണ് ക്രിസ്തു പറഞ്ഞതിന് ചുരുക്കം. എന്നിട്ട് അതിനെക്കുറിച്ചൊരു എക്സ്പ്ലനേഷൻ കൊടുക്കുകയാണ്. ദൈവം മാത്രമേ ഇത് അറിയുന്നുള്ളൂ. ആരാണ് അറിയുന്നത്? ദൈവം മാത്രമേ അറിയുന്നുള്ളൂ. ദൈവത്തിൻ്റെ ദൂതന്മാർ പോലും ഇത് അറിയുന്നില്ല. ദൈവത്തിൻ്റെ പുത്രനും കൂടെ അതറിയുന്നില്ല. ആരറിയുന്നുണ്ട്? പിതാവായ ദൈവം മാത്രമേ അറിയുന്നുള്ളൂ. അപ്പോൾ എല്ലാ കാര്യങ്ങളും ഉത്തരം കണ്ടെത്തുക എന്നുള്ളതല്ല ഇതിൻ്റെ കാര്യം, മറിച്ച് ദൈവം പകർന്നു തന്നിട്ടുള്ള കാര്യങ്ങളെ മനസ്സിലാക്കുക എന്നുള്ളതാണ് ക്രിസ്ത്യതയുടെ ഏറ്റവും പ്രധാനപ്പെട്ട മർമ്മം. അതുകൊണ്ട് തന്നെ ദൈവത്തിൻ്റെ വെളിപ്പാടുകൾ മനസ്സിലാക്കാനായിട്ട് ദൈവം തന്നിരിക്കുന്ന മാധ്യമങ്ങളായിരുന്നു ഏതൊക്കെയാണ്? ദൈവത്തിൻ്റെ ക്രിസ്തുവിലൂടെയുള്ള വെളിപ്പാട്, നമ്മൾ വായിക്കുന്ന ബൈബിളിലൂടെയുള്ള വെളിപ്പാട്, ദൈവത്തിൻ്റെ പ്രവാചകന്മാരിലൂടെയുള്ളത്, ദൈവത്തിൻ്റെ റെവലേഷനിലൂടെയുള്ളത്. പൗലോസ് പറയുന്ന പോലെ ദൈവത്തിൻ്റെ റെവലേഷനിൽ പഠിക്കുന്ന കാര്യങ്ങൾ. ഇനിയും ഈ കാര്യങ്ങളൊക്കെയും നാം പഠിച്ചിട്ട് എന്താണ് ചെയ്യുക എന്നുള്ളതാണ് എൻ്റെ രണ്ടാമത്തെ സ്ലൈഡ് ഇട്ടത്. ഈ കാര്യങ്ങളൊക്കെ മനസ്സിലാക്കിയതിന് ശേഷം എൻ്റെ അല്ല മൂന്നാമത്തെ another one as well. Next one. Yes, go ahead. ഇവിടെ ഒരു വ്യക്തിയുടെ ജീവിതത്തിൽ എന്തിനാണ് ദൈവത്തിൻ്റെ നോളജ്? എന്തിനാണ്? ഇവിടെ ഇരിക്കുന്ന നാം ഓരോരുത്തരും സഞ്ചരിക്കാൻ വേണ്ടിയാണ്. ഇവിടെ ഇരിക്കുന്ന നാം ഓരോരുത്തരും, അതിന് ഉദാഹരണം പറയുകയാണ്. മത്തായിയുടെ സുവിശേഷം 4-ാം അധ്യായത്തിന്റെ 16-ാം വാക്യത്തിൽ പറയുകയാണ്. ഒന്ന് വായിച്ചോട്ടെ. മത്തായിയുടെ സുവിശേഷം 4:16. മതി. ഇവിടെ യേശുക്രിസ്തു തൻ്റെ ഐഹികാലത്ത് സഞ്ചരിച്ച് ഒരു ദേശത്ത് എത്തിക്കഴിഞ്ഞപ്പോൾ അവിടെ ഇരിക്കുന്ന ജനം ഒരു വലിയ വെളിച്ചം കാണുവാനായിട്ട് ഇടയായി തീർന്നു.
നാം ആയിരിക്കുന്ന സ്റ്റേജ്, ഇതിൻ്റെ പുറകിലത്തെ സ്ലൈഡിലോട്ടൊന്ന് പോട്ടെ, ഇതിൻ്റെ പുറകിലത്തെ സ്ലൈഡ്. നാം ആയിരിക്കുന്ന സ്റ്റേജ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? നാം ആയിരിക്കുന്ന എന്നുള്ളതല്ല, കർത്താവ് ഒരു വ്യക്തിയെ വിടുവിക്കാൻ പോകുന്ന സമയത്ത് അവൻ ഇരുട്ടിലാണ് എന്ന് തിരുവചനം വെളിപ്പെടുത്താൻ സാധിക്കുന്നു. ഒരു വ്യക്തിയെ കർത്താവ് വിടുവിക്കാൻ പോകുന്ന സമയത്ത് അവൻ എവിടെയാണ്? ഇരുട്ടിലാണ്. ഏതൊക്കെ സാഹചര്യത്തിൽ? അവനൊരു ഏതെങ്കിലും മറ്റൊരു മതസ്ഥനാണെങ്കിൽ അതിൻ്റെ ഇരുട്ടിലായിരിക്കാം. അവൻ ഏതെങ്കിലും തരത്തിലുള്ള മോശമായ പാതയിലാണെങ്കിൽ ആ തരത്തിലുള്ള ഇരുട്ടിലായിരിക്കാം. അവൻ ദൈവത്തെക്കുറിച്ച് മറന്നു പോയിട്ടുള്ള ഏതെങ്കിലും ഒരു ഇരുട്ടിലായിരിക്കാം. അവിടെ കർത്താവായ യേശുക്രിസ്തു ആ ദേശത്ത് ചെന്ന് കഴിഞ്ഞപ്പോൾ അവിടെ ഇരിക്കുന്ന ജനം ഒരു വെളിച്ചം കാണുവാനായിട്ട് ഇടയായി തീർന്നു. ക്രിസ്തു അവിടെ കാലുകുത്തിയ സമയത്ത് ഒരു വെളിച്ചം കാണുവാനായിട്ട് ഇടയായി തീർന്നു. ഇതാണ് ഒന്നാമത്തെ സ്റ്റേജ്. നാം ഒക്കെ ആയിരിക്കുന്ന സ്റ്റേജിൽ നിന്ന്, ആ ഇരുട്ടിൻ്റെ സ്റ്റേജിൽ നിന്ന് തമ്പുരാൻ നമ്മളെ ഒരു മറ്റൊരിടത്തേക്ക് കൊണ്ടുപോകുവാൻ വേണ്ടിയാണ് ദൈവത്തിൻ്റെ നോളജ് നമ്മളിലേക്ക് പകരുന്നത്. നമ്മളിലേക്ക് ദൈവത്തിൻ്റെ അറിവ് പകർന്നിട്ട് അവിടെ നിന്ന് നമ്മളെ മാറ്റി മറ്റൊരിടത്തേക്ക് കൊണ്ടുപോകുവാനായിട്ടാണ് ആഗ്രഹിക്കുന്നത്. ഇതിൻ്റെ പുറകിലത്തെ സ്ലൈഡൂടെ മനുഷ്യൻ്റെ ജീവിതത്തിൽ 3 സ്റ്റേജുകളുണ്ടെന്ന് ഞാൻ പറഞ്ഞു. ഒന്ന്, അവൻ ആദ്യമുള്ള അവൻ്റെ അവസ്ഥയുടെ, അവൻ്റെ ഏതെങ്കിലും മറ്റൊരു മതസ്ഥനായിരിക്കാം, അവൻ ഏതെങ്കിലും മോശമായ പാതയിലായിരിക്കാം, ആ ഒരു സ്റ്റേജ്. അവിടെ നിന്നും അവനെ 2ാമത്തെ സ്റ്റേജും 3ാമത്തെ സ്റ്റേജും കഴിഞ്ഞ് അവൻ ആ ക്രിസ്തു എന്ന് പറയുന്ന ലക്ഷ്യത്തിലേക്ക് കൊണ്ടുപോകുന്നൊരു പദ്ധതിയാണ് ദൈവത്തിൻ്റെ അറിവ്. ദൈവത്തിൻ്റെ അറിവ് മനുഷ്യനിലേക്ക് പകർന്നിട്ട് ദൈവം മനുഷ്യനെ പെതുക്കെ ആ സഞ്ചാരത്തിലേക്ക് കൊണ്ടുവരികയാണ്. ഒരു ഉദാഹരണം നമുക്ക് കാണാൻ സാധിക്കുന്നു. ഇസ്രായേലിനെ ഈജിപ്തിൽ നിന്നും അവിടെ മാനസാന്തരപ്പെടുത്താതെ, അവിടെ നിന്നൊരു റിവൈവൽ ഉണ്ടാക്കാതെ, അവിടെ നിന്നും വിളിച്ച് പുതിയൊരു ദേശമുണ്ടാക്കി, കനാൻ എന്ന് പറയുന്ന ദേശം ഉണ്ടാക്കിയിട്ട് അവിടേക്ക് നടത്തി. അവിടെയാണ് അവരുടെ ജീവിതത്തിൽ ഒരു വെളിച്ചമുണ്ടാക്കുവാനായിട്ട് ദൈവത്തിന് കഴിഞ്ഞത്. വേണമെങ്കിൽ ദൈവത്തിന് ഈജിപ്തിലുള്ളവരെയൊക്കെ എടുത്ത് മാറ്റിയിട്ട് ഇസ്രായേലിനെ അവിടെ സ്ഥാപിക്കാമായിരുന്നു. അങ്ങനെ ചെയ്യാതെ അവരെ ദൈവം കനാനിലേക്ക് സഞ്ചരിച്ച് കൊണ്ടുവന്നിട്ട് അവിടെ സ്ഥാപിക്കുവാനായിട്ടിടയായി തീർന്നു. ഇവിടെ നാം ഈ സഞ്ചരിക്കുന്ന ഈ പാതയിൽ ഈ 3 സ്റ്റേജിൽ ഇസ്രായേലിന് എപ്പോഴും താല്പര്യം 2ാമത്തെ സ്റ്റേജിൽ നിൽപ്പാനാണ്. 2ാമത്തെ സ്റ്റേജിൽ നിൽപ്പാനാണ്. ഒന്നുകൂടെ മുന്നോട്ട് പോയട്ടെ. ഒന്നുകൂടെ. ഇസ്രായേലിന് ഏറ്റവും താല്പര്യം ഈ 2ാമത്തെ സ്റ്റേജിൽ നിൽപ്പാനാണ്. വെളിപ്പാട് പുസ്തകത്തിൽ പറയുകയാണ്, നെയ്തർ കോൾഡ് നോ ഹോട്ട്. അവരെ പറയുന്നു, അവൻ ഉഷ്ണവാനുമല്ല ശീതവാനുമല്ല. ഇവിടെ നിൽക്കുന്നവര് ഉഷ്ണവാനുമല്ല ശീതവാനുമല്ല. ഇവിടെയാണ് ചർച്ചിന്റെ പൊളിറ്റിക്സ് ഉള്ളത്. ഇവിടെയാണ് ചർച്ചിലെ പൊളിറ്റിക്സ് ഉള്ളത്. പല ചർച്ചുകൾക്കും ഈ നടുക്ക് നിൽക്കാനാണ് താല്പര്യം. ദൈവത്തിൻ്റെ ദാസനായ ഗഹസിയെ നമുക്കറിയാം, എലീശയുടെ സർവൻ്റായിട്ടുള്ള ഗഹസിക്ക് ഈ നടുക്ക് നിൽക്കാനായിരുന്നു താല്പര്യം. കാരണം അവന് എലീശയും വേണം, അവന് ആ സമ്പാദ്യവും വേണം. എലീശയും വേണം, സമ്പാദ്യവും വേണം. അവിടെ നിൽക്കാനാണ് താല്പര്യം. തെറ്റായി പ്രവചിക്കുന്നവർക്ക് ഇവിടെ നിൽക്കാനാണ് താല്പര്യം. യേശുക്രിസ്തു ഫാരിസിമാരെ കൂടുതൽ വിമർശിച്ചിട്ടുണ്ട്. പരീശന്മാർക്ക് ഇവിടെ നിൽക്കാനായിരുന്നു താല്പര്യം. അവർ പറയുകയാണ്, അവർ സമൂഹത്തിൽ നിന്നിട്ട് അവർ പ്രവചിക്കുവാനായിട്ട്, അവർ പ്രസംഗിക്കുവാനായിട്ട് ഇടയായിരുന്നു. ലൂക്കോസിന്റെ സുവിശേഷം 18:11 വായിച്ചാട്ടെ. ലൂക്കോസിന്റെ സുവിശേഷം 18:11. നോക്കുക, പരീശന്റെ ഈ ഒരു ഡയലോഗിന്, ഈ ഒരു പ്രാർത്ഥനയായ കർത്താവ് പറഞ്ഞത്, പരീശന്റെ പുളിച്ച മാവ് നിങ്ങൾ സൂക്ഷിച്ചു കൊള്ളുക. എല്ലാ വിശ്വാസികളോടും പറഞ്ഞത്, ഇവർ നിൽക്കുന്ന ഇടം ശരിയല്ല, ഇവരെ സൂക്ഷിച്ചു കൊള്ളണം. ഇവർ പ്രാർത്ഥിക്കുന്ന എങ്ങനെയാണ്? ചുങ്കക്കാരെ പോലെ അല്ല ഞാൻ, പാപികളെ പോലെ അല്ല ഞാൻ. തന്നെത്താനെ വിശുദ്ധി വിളിച്ചു പറയുന്ന പരീശന്മാർ എവിടാ നിൽക്കുന്നത്? ഈ 2ാമത്തെ സ്റ്റേജിലാണ് നിൽക്കുന്നത്. ദൈവത്തേക്ക് ദൂഷണം പറയുന്നവർ ഈ സ്റ്റേജിലാണ് നിൽക്കുന്നത്. ആത്മീകമായ കാര്യങ്ങളിൽ മണി ഓറിയന്റഡ് ആയിട്ടുള്ള, പൈസ ഉണ്ടാക്കാൻ താല്പര്യമുള്ളവരും ഇവിടാണ് നിൽക്കുന്നത്. ഇസ്രായേലിന് ഇവിടെ നിൽക്കാനായിരുന്നു താല്പര്യം. അതുകൊണ്ടാണ് പ്രവാചകന്മാരോട് ദൈവം അയച്ചിട്ട് പറയുകയാണ്, ഇസ്രായേലിൽ നിങ്ങൾ നിൽക്കണ്ട, ഇവിടെ അല്ല. നിങ്ങൾ എവിടെയാണ് നിൽക്കേണ്ടത്? നിങ്ങൾ അടുത്ത സ്റ്റേജിലേക്ക് പോകണം. നിങ്ങൾ നിൽക്കേണ്ട ഇവിടെയല്ല, നിങ്ങൾ സഞ്ചരിക്കേണ്ട അടുത്ത സ്റ്റേജിലേക്ക്. അടുത്ത ഒരു സ്ലൈഡ് വെച്ചോട്ടെ. അപ്പോൾ ഈ 2ാമത്തെ സ്റ്റേജിലാണ് ഇന്നത്തെ പല സഭകളുടെയും സ്റ്റേജ്. ഇന്നത്തെ സഭയുടെ സ്റ്റേജ് എവിടെയാണ്? ഈ 2ാമത്തെ സ്റ്റേജിലാണ്. ഇവിടെയാണ് ചർച്ചിലെ പൊളിറ്റിക്സ് ഉള്ളതാണ്. ഇവിടെയാണ് അന്യോന്യമുള്ള പ്രശ്നങ്ങളുള്ളതാണ്. ഇവിടെയാണ് അന്യോന്യമുള്ള വിഷയങ്ങളുള്ളത്. ഇവിടെയാണ് ഫാൾസ് ടീച്ചിങ് ഉള്ളത്. ഇവിടെയാണ് കടങ്കഥകളുള്ളതാണ്. ഇവിടെയാണ് മിസ്അണ്ടർസ്റ്റാൻഡിങ് ഉള്ളത്. ദൈവസഭയോട് ദൈവത്തിൻ്റെ ആത്മാവ് പറയുന്ന ഇതാണ്, ഇവിടെ നിങ്ങൾ നിൽക്കരുത്, ഇവിടെ നിന്നും പോകണം. ഈ 2ാമത്തെ സ്റ്റേജ് ദൈവത്തിന് ഇഷ്ടമുള്ള സ്റ്റേജല്ല. നിങ്ങൾ ആ ഇരുട്ടിൽ നിൽക്കുവാണെങ്കിൽ അവിടെ നിന്ന് ദൈവത്തിന് നിങ്ങളെ രക്ഷിക്കാം. പക്ഷെ ഇവിടെ നിൽക്കുക എന്ന് പറഞ്ഞാൽ ആത്മീയതയും പിടിച്ച്, അല്ലെങ്കിൽ നിങ്ങളുടെ പഴയ ജീവിതത്തെയും പിടിച്ചുകൊണ്ടുള്ള സ്റ്റേജ് ദൈവത്തിന് താല്പര്യമുള്ളതല്ല. എൻ്റെ അടുത്തതും കൂടെ പോട്ടെ. അതുകൊണ്ട് നാം ഇവിടെ നിന്നും സഞ്ചരിച്ച് അടുത്ത സ്റ്റേജിലേക്ക് പോകണമെന്നുള്ളതാണ്. അപ്പോൾ ഇവിടെ പത്രോസിനെ കുറിച്ച് പറയുകയാണ്. പത്രോസ് എന്താ പറഞ്ഞത്? കർത്താവേ, നിനക്ക് വേണ്ടി ഞാൻ എൻ്റെ ജീവനും വിട്ടുകളയാം.
എന്നിട്ട് ആ പത്രോസ് തന്നെ കുറച്ച് ദിവസം കഴിഞ്ഞപ്പോഴത്തേക്കിന് യേശുവിനെ തള്ളിപ്പറയുവാനായിട്ടായി തീർന്നു. തള്ളിപ്പറഞ്ഞതിൻ്റെ കാരണം എന്താണ്? ഇവൻ അപ്പുറത്ത് പോയിട്ടില്ല. ഇവൻ നിൽക്കുന്ന സ്റ്റേജിൻ്റെ പ്രശ്നമായിരുന്നു. ഇവൻ ആഗ്രഹമുണ്ട്, പക്ഷെ നിൽക്കുന്ന ലോകത്തിലായതുകൊണ്ട് ഇവനത് ചെയ്യാൻ പറ്റിയില്ല. മുന്നോട്ട് പോയട്ടെ. ഇനിയാണ് മൂന്നാമത്തെ സ്റ്റേജ്. മൂന്നാമത്തെ സ്റ്റേജിൻ്റെ അടുത്തൂടെ ഇവിടെ നിന്നുകൊണ്ടാണ് ജോഷുവ പറയുന്നത്, ഞാനും എൻ്റെ കുടുംബവും ഞങ്ങളെ യഹോവയെ സേവിക്കും. ഇവിടെ ചെല്ലുമ്പോൾ അത് പറഞ്ഞു കഴിഞ്ഞാൽ അതിനൊരു അർത്ഥമുണ്ട്, അതിനൊരാഴമുണ്ട്, അത് പറയാൻ ചെയ്യാൻ സാധിക്കുന്ന ഒരു ബലമുണ്ട്. ഇവിടെ നിന്നുകൊണ്ടാണ് ഇവർ പറഞ്ഞത്, ഇവിടെ നിന്നുകൊണ്ടാണ് പൗലോസ് പറയുന്നത്, യേശുവിൻ്റെ സ്നേഹത്തിൽ നിന്നും എന്നെ അകറ്റുവാൻ യാതൊന്നിനും കഴിയത്തില്ല. യേശുവിൻ്റെ സ്നേഹത്തിൽ നിന്ന് എന്നെ അകറ്റുവാൻ വാളിന് കഴിയത്തില്ല. യേശുവിൻ്റെ സ്നേഹത്തിൽ നിന്ന് അകറ്റുവാൻ പ്രോസിക്യൂഷന് കഴിയത്തില്ല, ക്ഷാമത്തിന് കഴിയത്തില്ല, നഗ്നതയ്ക്ക് കഴിയത്തില്ല. ഒരു കാര്യങ്ങൾക്കും ഈ ഒരു സ്റ്റേജിൽ നിന്നുകൊണ്ട് ഇവിടെ എത്തിയിട്ട് നിങ്ങളുടെ ആത്മീയത വളർന്നു കഴിഞ്ഞാൽ അതിനൊരു ആഴമുണ്ട്, അതിനൊരു ബലമുണ്ട്. അതുകൊണ്ട് ഇവിടെ എത്തുവാനാണ് ദൈവസഭയെ ദൈവം കമ്പല് ചെയ്യുന്നത്. ഇതിനു വേണ്ടിയാണ് ദൈവത്തിൻ്റെ അറിവ് എന്നുള്ളതാണ്. ഈ വഴിയിലേക്ക് നിങ്ങളെ കൊണ്ടുപോകാനാണ് ദൈവത്തിൻ്റെ അറിവ് നിങ്ങൾക്ക് തരുന്നത്. നിങ്ങൾക്ക് കാണാൻ സാധിക്കുന്നു എബ്രായ ലേഖനം അതിൻ്റെ 11-ാം അധ്യായത്തിലുള്ള വിശ്വാസ വീരന്മാരെ കുറിച്ച്. അവർ എവിടെ എത്തിയവരാണ്? ഇവിടെ എത്തിയവരാണ്. മൂന്നാമത്തെ സ്റ്റേജിലെത്തിയവരാണ്. ഈ ഒരു ലൈറ്റ് ഗ്രേ പൊസിഷനിലെത്തിയവരാണ്. അവിടെയാണ് നമുക്ക് മോശയെ കാണാൻ സാധിക്കുന്നത്, അവിടെയാണ് ശിംശോനെ കാണാൻ സാധിക്കുന്നത്. വിശ്വാസ വീരന്മാരെ കുറിച്ച് ദൈവം പറയുന്നത് ഇവിടെ എത്തിയത് കൊണ്ടാണ്. മുന്നോട്ട് പോയട്ടെ. ഇതാണ് അതിൻ്റെ സ്റ്റേജ്, ഇതാണ് അതിൻ്റെ മൊത്തം, ഇതിൻ്റെ ഒരു മൊത്തം. ഇത് എല്ലാം കണ്ടു കഴിഞ്ഞാൽ ഒരു പക്ഷേ നിങ്ങൾക്ക് മനസ്സിലാകത്തില്ല എങ്കിൽ പോലും ആ ഒരു ഡാർക്കിൽ നിന്ന് ആ ഒരു ക്രിസ്തുവിലേക്ക്, ആ ഒരു ആദമിൽ നിന്ന് ഒരു ക്രിസ്തുവിലേക്ക് എത്തിച്ചേരുവാൻ തക്കവണ്ണം ദൈവം തമ്പുരാൻ വ്യക്തികളുടെ ഉള്ളിലേക്ക് നോളജിനെ പകരുന്ന ഒരു പ്രതിഭാസമാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. ദൈവം പറയുകയാണ്, നിങ്ങളുടെ ഉള്ളിലേക്ക് ഇവിടെ നിൽക്കുന്നവരുടെ ഉള്ളിൽ സ്നേഹവും ആത്മീക ഫലങ്ങളും ഉണ്ടാകുവാനായിട്ട് ഇടയായിത്തീരും. ഈ സ്റ്റേജ് വന്നു കഴിഞ്ഞാൽ നിങ്ങളുടെ ആത്മീക ഫലങ്ങൾ വർദ്ധിക്കുവാനായിട്ട് ഇടയായിത്തീരും. നിങ്ങളുടെ ഉള്ളിൽ സ്നേഹം വർദ്ധിക്കുവാൻ, അതിനൊക്കെ ഒരു അർത്ഥമുണ്ടാകും. സമാധാനം വർദ്ധിക്കുവാനായിട്ട് ഇടയായിത്തീരും. നിങ്ങൾക്ക് മറ്റുള്ളവരോട് സ്നേഹത്തെക്കുറിച്ച് പറയുമ്പോൾ അതിനൊരു ജെനുവിനിറ്റി ഉണ്ടാകുവാനായിട്ട് ഇടയായിത്തീരും. ഹല്ലേലൂയ. മുന്നോട്ട് പോയട്ടെ. ഇനിയും ഞാനിന്ന് സംസാരിക്കുവാൻ ആഗ്രഹിക്കുന്ന വിഷയം, ഇത് പറഞ്ഞെങ്കിലേ എനിക്കത് പറയാൻ പറ്റത്തുള്ളതുകൊണ്ടാണ് ഞാൻ ഇത് പറഞ്ഞത്. സംസാരിക്കുവാൻ ആഗ്രഹിക്കുന്ന വിഷയം എന്ന് പറഞ്ഞാൽ ദൈവത്തിൻ്റെ വോയിസ് ഓഫ് ഗോഡ് എന്നുള്ളതാണ്, നോളജ് ഓഫ് ഗോഡ് എന്നുള്ളതാണ്. സ്ലൈഡ് മതിയെ. അതിനായിട്ട് സങ്കീർത്തനം അതിൻ്റെ 29-ാമത്തെ അധ്യായം ഒന്ന് വായിക്കാം നമുക്ക്. സങ്കീർത്തനം 29. യഹോവയ്ക്ക് മഹത്വവും ശക്തിയും കൊടുപ്പീൻ, യഹോവയ്ക്ക് അവന്റെ നാമത്തിന്റെ മഹത്വം കൊടുപ്പീൻ. വിശുദ്ധാലങ്കാരം ധരിച്ച് യഹോവയെ നമസ്കരിപ്പീൻ. യഹോവയുടെ ശബ്ദം വെള്ളത്തിന്മീതെ മുഴങ്ങുന്നു, പെരുവെള്ളത്തിന്മീതെ യഹോവ മഹത്വത്തിന്റെ ദൈവം തന്നെ ഇടിമുഴക്കുന്നു. യഹോവയുടെ ശബ്ദം ശക്തിയോടെ മുഴങ്ങുന്നു, യഹോവയുടെ ശബ്ദം മഹിമയോടെ മുഴങ്ങുന്നു. യഹോവയുടെ ശബ്ദം ദേവദാരുക്കളെ തകർക്കുന്നു, യഹോവ ലെബാനോനിലെ ദേവദാരുക്കളെ തകർക്കുന്നു. അവനവയെ കാളക്കുട്ടിയെ പോലെയും ലെബാനോനെയും സിരിയോനെയും കാട്ടുപോത്തിൻ കുട്ടിയെ പോലെയും തുള്ളിക്കുന്നു. യഹോവയുടെ ശബ്ദം അഗ്നിജാലകളെ ചിഹ്നിക്കുന്നു, യഹോവയുടെ ശബ്ദം മരുഭൂമിയെ നടുക്കുന്നു. യഹോവ കാദേശ് മരുവിനെ നടുക്കുന്നു, യഹോവയുടെ ശബ്ദം മാൻപേടകളെ പ്രസവിക്കുമാറാക്കുന്നു. അത് വനങ്ങളെ തോലുരിക്കുന്നു, അവന്റെ മന്ദിരത്തിൽ സകലവും മഹത്വം എന്ന് ചൊല്ലുന്നു. യഹോവ ജലപ്രളയത്തിന്മീതെ ഇരുന്നു, യഹോവ എന്നേക്കും രാജാവായിരിക്കുന്നു. യഹോവ തന്റെ ജനത്തിന് ശക്തി നൽകും, യഹോവ തന്റെ ജനത്തെ സമാധാനം നൽകി അനുഗ്രഹിക്കും. മതി, വളരെ നന്ദി. ഇനിയും ഞാൻ പറയാൻ പോകുന്ന സബ്ജക്റ്റ് നിങ്ങൾ വളരെ ശ്രദ്ധിച്ച് കേൾക്കണം. ഇവിടെ ഒന്ന്, ദൈവത്തിന് നിങ്ങളെ സഞ്ചരിപ്പിക്കുവാനുണ്ട്. നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടെന്ന് ഞാൻ വിശ്വസിക്കുന്നു. നിങ്ങളെ ഇരുട്ടിൽ നിന്നും ആ ഒരു ക്രിസ്തുവിലേക്ക് എത്തിക്കുവാനുള്ള ദൈവത്തിൻ്റെ പ്രയത്നത്തെക്കുറിച്ച് നിങ്ങൾ മനസ്സിലായെന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഇവിടെ ദൈവം അതിനുവേണ്ടി ദൈവത്തിൻ്റെ അറിവ് നിങ്ങളിലേക്ക് പകരുന്നു എന്ന് നിങ്ങൾ മനസ്സിലായെന്ന് ഞാൻ വിശ്വസിക്കുന്നു. ദൈവത്തിൻ്റെ അറിവ് നിരന്തരമായി നിങ്ങളിലേക്ക് പകർന്നുകൊണ്ടിരിക്കുകയാണ്. ഇനിയും അവിടെ നടക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം ദൈവത്തിൻ്റെ ശബ്ദം എന്നുള്ളതാണ്. ദൈവത്തിൻ്റെ ശബ്ദത്തെക്കുറിച്ച് നമ്മൾ പുസ്തകങ്ങൾ വായിച്ചല്ലേ, നമ്മളൊരു കാര്യത്തെക്കുറിച്ച് ഒരു ഓഫീസിൽ ചെന്ന് കഴിഞ്ഞാൽ അവിടുത്തെ ഒരു മാനുവൽ വായിച്ചു കഴിഞ്ഞാൽ അവിടുത്തെ കാര്യങ്ങളെക്കുറിച്ച് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നു. എന്നാൽ അതുപോലെ തന്നെ ഇൻഫർമേഷൻ പാസ് ചെയ്യുമ്പോൾ ദൈവത്തിൻ്റെ ശബ്ദത്തിന് എങ്ങുമില്ലാത്തൊരു പ്രത്യേകത ഉണ്ടായിരുന്നു. ദൈവത്തിൻ്റെ ശബ്ദത്തിന് എങ്ങുമില്ലാത്ത ഒരു പ്രത്യേകത ഉണ്ടായിരുന്നു. ആ ശബ്ദത്തെക്കുറിച്ച് കേട്ട ദൈവത്തിൻ്റെ വിശുദ്ധന്മാർ അതിനെ വ്യക്തമാക്കുവാൻ ശ്രമിച്ചുകൊണ്ടേയിരുന്നു. ദൈവത്തിൻ്റെ ശബ്ദത്തെ കേട്ട വിശുദ്ധന്മാർ അതിനെ വ്യക്തമാക്കുവാനായിട്ട് ശ്രമിച്ചുകൊണ്ടേയിരുന്നു. അങ്ങനെ ഇരിക്കുമ്പോഴാണ് ഈ ദാവീദിൻ്റെ സങ്കീർത്തനത്തിൽ ദാവീദ് പറയുകയാണ്, അതിൻ്റെ
അതിന് 9-ാമത്തെ വാക്യം പറയുകയാണ്, യഹോവയുടെ ശബ്ദം മാൻപേടകളെ പ്രസവിക്കുമാറാക്കുന്നു, അത് വനങ്ങളെ തോലൊരുക്കുന്നു. ദൈവത്തിന്റെ ദാസന്മാരോട് ദൈവത്തിന്റെ ശബ്ദം ഇടപെട്ട സമയങ്ങളിൽ അവർക്ക്, വിശുദ്ധന്മാർക്ക് ഒരു പ്രത്യേകത കണ്ടെത്താൻ സാധിച്ചു. എന്താണ് ശബ്ദം? ശബ്ദത്തിനകത്ത് ഒരു ശക്തിയുണ്ട് എന്ന് മനസ്സിലാക്കുവാനായിട്ട് സാധിച്ചു. ദൈവത്തിന്റെ വിശുദ്ധന്മാർ ദൈവം അവരോട് ഇടപെട്ടപ്പോൾ അവരുടെ ഹൃദയത്തിൽ ചെല്ലുമ്പോൾ അത് വെറുതെ ഇരിക്കുന്നില്ല എന്ന് മനസ്സിലാക്കുവാനായിട്ട് സാധിച്ചു. അതുകൊണ്ടാണ് പറയുന്നത്, യഹോവയുടെ ശബ്ദം പ്രൊഡ്യൂസ് ആകുന്ന സമയത്ത് വനങ്ങളുടെ തോല് ഉരിയുന്ന ഒരു പ്രതിഭാസം നടക്കുന്നു. യഹോവയുടെ ശബ്ദം വെളിപ്പെടുമ്പോൾ മാൻപേടകൾ പ്രസവിക്കുന്ന ഒരു പ്രതിഭാസം നടക്കുവാനായിട്ട് ഇടയാക്കുന്നു. ഇവിടെ വെളിപ്പാടിന്റെ, ഇവിടെ ഉൽപ്പത്തിയുടെ 1:3 വായിച്ചട്ടെ. ഉൽപ്പത്തി 1:3. നോക്കുക, വെളിച്ചമുണ്ടാകട്ടെ എന്ന് ദൈവം കൽപ്പിച്ചപ്പോൾ വെളിച്ചമുണ്ടായി. നമ്മെ ലക്ഷ്യത്തിലേക്ക് സഞ്ചരിപ്പിക്കുവാനായിട്ട് ഇടപെടുന്ന ദൈവത്തിൻ്റെ ശബ്ദത്തിന് ഒരു പ്രത്യേകത ഉണ്ട് എന്നുള്ളതാണ് ഇതെന്ന് മനസ്സിലാക്കേണ്ടത്. ദൈവത്തിൻ്റെ ദാസന്മാരോട് ഈ ശബ്ദം ഇടപെടുന്ന സമയങ്ങളിൽ അതിൻ്റെ ഉള്ളിൽ തന്നെ ഒരു പ്രതിഭാസം നടക്കുന്നുണ്ട് എന്നുള്ളതാണ് ദാവീദ് ഇവിടെ മനസ്സിലാക്കുവാനായിട്ട് സാധിക്കുന്നത്. ദൈവത്തിൻ്റെ ശബ്ദം നമ്മുടെ ഉള്ളിലേക്ക് കയറി കഴിയുമ്പോൾ നമുക്ക് കഴിയാത്ത കാര്യങ്ങളെ നമുക്ക് ചെയ്യുവാനായിട്ട് സാധിക്കുന്നു എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കേണ്ടത്. ന്യായാധിപന്മാരുടെ പുസ്തകം 6-ാം അധ്യായം ഒന്ന് വായിച്ചോട്ടെ. 6-ാം അധ്യായത്തിന്റെ 11-ാം വാക്യം. അനന്തരം യഹോവയുടെ ഒരു ദൂതൻ വന്ന് ഒഫ്രയിൽ അബിയേസ്രിനായ യോവാഷിന്റെ കരുവേലകത്തിന് കീഴിയിരുന്നു. അവന്റെ മകനായ ഗിദെയോൻ ഗോതമ്പ് മിദ്യാന്യരുടെ കയ്യിൽ പെടാതിരിക്കേണ്ടതിന് മുന്തിരിച്ചക്കിനരികെ വെച്ച് മെതിക്കുകയായിരുന്നു. യഹോവയുടെ ദൂതൻ അവന് പ്രത്യക്ഷനായി, അല്ലയോ പരാക്രമശാലിയെ, യഹോവ നിന്നോട് കൂടെയുണ്ടെന്ന് അവനോട് പറഞ്ഞു. ഗിദെയോൻ അവനോട്, അയ്യോ യജമാനനെ, യഹോവ നമ്മോട് കൂടെ ഉണ്ടെങ്കിൽ നമുക്കിതൊക്കെ ഭവിക്കുന്നതെന്ത്? യഹോവ നമ്മെ മിസ്രൈമിൽ നിന്ന് കൊണ്ടുവന്ന് എന്ന് നമ്മുടെ പിതാക്കന്മാർ നമ്മോട് അറിയിച്ചിട്ടുള്ള അവന്റെ അത്ഭുതങ്ങളൊക്കെയും എവിടെ? ഇപ്പോൾ യഹോവ നമ്മെ ഉപേക്ഷിച്ച് മിദ്യാന്യരുടെ കയ്യിൽ ഏൽപ്പിച്ചിരിക്കുന്നുവല്ലോ എന്ന് പറഞ്ഞു. അപ്പോൾ യഹോവ അവനെ നോക്കി, നിന്റെ ഈ ബലത്തോടെ പോക, നീ ഇസ്രായേലിനെ മിദ്യാന്യരുടെ കയ്യിൽ നിന്ന് രക്ഷിക്കും, ഞാനല്ലയോ നിന്നെ അയക്കുന്നതെന്ന് പറഞ്ഞു. നോക്കുക, നമുക്കറിയാം ഗിദെയോന്റെ കാര്യം. ഗിദെയോൻ എന്ന് പറയുന്ന വ്യക്തി ദൈവത്തിന്റെ ശബ്ദം കേൾക്കുവാനായിട്ടിടയായി തീർന്നു. ദൈവത്തിന്റെ ശബ്ദം കേട്ടതിന് ശേഷം അതുവരെ മറഞ്ഞിരുന്ന, നമ്മൾക്കറിയാവുന്ന കാര്യമാണ്, അതുവരെ മറഞ്ഞിരുന്ന, അതുവരെ ഒളിഞ്ഞിരുന്ന, അതുവരെ പതുങ്ങിയിരുന്ന ഒരു വ്യക്തിയായിട്ടുള്ള ഗിദെയോൻ, അതുവരെ പേടിച്ചിരുന്ന വ്യക്തിയായിട്ടുള്ള ഗിദെയോൻ ദൈവത്തിൻ്റെ ശബ്ദം കേട്ടപ്പോൾ അവൻ്റെ ഉള്ളിലുണ്ടായ രൂപാന്തരമാണ്. അവൻ 300 പേരുമായി മിദ്യാന്യരെ പരാജയപ്പെടുത്തുന്ന ഒരു അനുഭവം ഉണ്ടായി. 300 പേരുമായി അവന് പരാജയപ്പെടുത്തുവാനായിട്ട് സാധിക്കുവാനായിട്ട് ഇടയായി തീർന്നു. നമുക്കറിയാം അപ്പോസ്തലനായ പൗലോസ് സഞ്ചരിക്കുന്ന സമയത്ത് ദൈവത്തിൻ്റെ ശബ്ദം അവനിലേക്ക് വഹിക്കുകയുണ്ടായി, അവനിലേക്ക് വ്യാപരിക്കുകയുണ്ടായി. ദൈവത്തിൻ്റെ ശബ്ദം അപ്പോസ്തലനായ പൗലോസ് കേട്ട സമയത്ത് ആ ശബ്ദത്തിനകത്തു നിന്നും അവനെ രൂപാന്തരപ്പെടുത്തുവാനായിട്ട് ദൈവം തമ്പുരാന് കഴിയുവാനായിട്ട് ഇടയായി തീർന്നു. ആ ശബ്ദം ഒരു വ്യക്തിയിലേക്ക് ചെന്നു കഴിഞ്ഞാൽ അവൻ്റെ വനങ്ങളുടെ തോലുരിക്കുന്ന, മാൻപേടയെ പ്രസവിക്കുമാറാക്കുന്ന ശബ്ദമാണ്. ഏതെങ്കിലും ഒരു വ്യക്തി ദൈവത്തിലേക്ക് സഞ്ചരിക്കുന്നുണ്ടെങ്കിൽ, ഏതെങ്കിലും ഒരു വ്യക്തി ആ ആത്മീയതയുടെ പാന്താവിലേക്ക് നടന്നു കയറുമ്പോൾ നിങ്ങൾ കേൾക്കുന്ന സൗണ്ട് നിങ്ങളുടെ ഉള്ളിൽ പരിവർത്തിക്കുമ്പോൾ നിങ്ങൾക്ക് നടക്കാൻ പറ്റാത്ത കാര്യങ്ങൾ സംഭവിക്കുവാനായിട്ട് ഇടയായിത്തീരുന്നു. ഇവിടെ അപ്പോസ്തലനായ പൗലോസ് എത്രത്തോളം അവൻ്റെ ബാക്ക്ഗ്രൗണ്ട് ഒരു പ്രശ്നമല്ലായിരുന്നു, എത്രത്തോളം അവൻ ചെയ്തുകൊണ്ടിരിക്കുന്ന പ്രവർത്തനം ഒരു പ്രശ്നമല്ലായിരുന്നു. ഗിദെയോന്റെ ജീവിതത്തിൽ നോക്കുവാണെങ്കിൽ അവൻ പേടിച്ചിരുന്ന ദൈവത്തിനൊരു പ്രശ്നമല്ലായിരുന്നു. ദൈവത്തിൻ്റെ ശബ്ദം കേട്ടപ്പോൾ അവൻ്റെ ഉള്ളിൽ രൂപാന്തരമുണ്ടായി. ഹല്ലേലൂയ. അപ്പോൾ ദൈവത്തിൻ്റെ ശബ്ദം ഉള്ളിൽ തന്നെ ഡൈനാമിറ്റി ഉള്ളതാണ്, ഉള്ളിൽ തന്നെ അതിന് ശക്തമായ പ്രവർത്തനമുള്ളതാണ്. അതുകൊണ്ട് തന്നെ ദൈവത്തിൻ്റെ നോളേജ് ഒരു വ്യക്തിക്ക് കിട്ടുമ്പോൾ അവൻ അതുമായി സഞ്ചരിക്കുന്ന സമയത്ത് അവൻ്റെ ജീവിതത്തിലേക്ക് നന്മ വ്യാപരിക്കുവാനായിട്ട് ഇടയായിത്തീരും. ചെയ്യാൻ പറ്റാത്ത പ്രവർത്തനങ്ങൾ അവന് ചെയ്തെടുക്കുവാനുള്ള കൃപ ഉണ്ടാകുന്ന ഒരു പ്രതിഭാസമാണ്. ദൈവത്തിൻ്റെ നോളജ് ഉണ്ടെങ്കിലേ തീർച്ചയായിട്ടും നമുക്ക് അവിടേക്ക് എത്തിച്ചേരാൻ കഴിയത്തുള്ളൂ. ദൈവത്തിൻ്റെ നോളജ് ഉണ്ടെങ്കിലേ ദൈവം ആഗ്രഹിക്കുന്ന ആ ഒരു ഇടത്തിലേക്ക് നമുക്ക് ചെന്നെത്തുവാനായിട്ട് സാധിക്കത്തുള്ളൂ. എന്നാൽ ദൈവത്തിൻ്റെ ആ ഒരു ശബ്ദം, ഇവിടെ ഇരിക്കുന്ന പ്രിയമുള്ളവരെ, നിങ്ങളെക്കുറിച്ച് ദൈവത്തിൻ്റെ ശബ്ദം കേൾപ്പിച്ചുകൊണ്ട് നിങ്ങളെ അവിടേക്ക് സഞ്ചരിപ്പിക്കാനാണ് ദൈവത്തിന് താല്പര്യം. നമ്മളുടെ ഉള്ളിലെ എപ്പോഴും ഒരിക്കലും ആ നടുക്കുള്ള സ്പേസിൽ, ആ ഒരു മധ്യത്തുള്ള സ്റ്റേജിൽ ഇരിക്കാനല്ല ദൈവത്തിന് ആഗ്രഹം. ദൈവത്തിൻ്റെ ശബ്ദം കേൾപ്പിച്ച് നിങ്ങളെ ദൈവത്തിന് ആ ഉയരത്തിലേക്ക് എത്തിക്കുവാനുള്ള ഒരു പ്രയത്നമാണ് ദൈവം ചെയ്തുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് പൗലോസ് അതിൽ ഹിതപ്പെടുവാൻ
ഇടയായി തീർന്നു. ജോഷുവ അതിൽ ഹിതപ്പെടുവാനായിട്ട് ഇടയായി തീർന്നു. അതുകൊണ്ട് തന്നെ അവർക്ക് പറയുവാനായിട്ട് സാധിച്ചു, ക്രിസ്തുവിന്റെ സ്നേഹത്തിൽ നിന്നും എന്നെ അകറ്റുവാനായിട്ട് എന്തിന് സാധിക്കുമെന്ന്. ഞാനും എൻ്റെ കുടുംബവുമോ ഞങ്ങൾ യഹോവയെ സേവിക്കുമെന്ന് പറയാനുള്ള കൃപ ലഭിച്ചത് ഈ ഒരു ശബ്ദം അവൻ്റെ ഉള്ളിലേക്ക് സത്യമായി കേൾക്കുവാൻ ഇടയായതുകൊണ്ടാണ്. അതുകൊണ്ട് തന്നെ ഇവിടെ എന്താ പറയുന്നത്, ആ ആദ്യത്തെ വാക്യം ഒന്നുകൂടെ വായിക്കാൻ താല്പര്യപ്പെടുകയാണ്. സദൃശവാക്യം 29:18. വെളിപ്പാടില്ലാത്തടുത്ത് ജനം മര്യാദ വിട്ട് നടക്കുന്നു, ന്യായപ്രമാണം കാത്തുകൊള്ളുന്നവനോ ഭാഗ്യവാൻ. നോക്കുക, വെളിപ്പാടില്ലാത്തടത്ത് ജനം മര്യാദ വിട്ട് നടക്കുന്നു. ഇവിടെ ഞാൻ പറഞ്ഞ പോലെ തന്നെ ദൈവത്തിൻ്റെ ശബ്ദത്തെ മനുഷ്യന് ലഭിക്കുന്ന ഒരു പേരാണ് വെളിപ്പാടെന്ന് പറയുന്നത്. ദൈവം അത് പകരുന്ന, ദൈവത്തിൻ്റെ ഉള്ളിലിരിക്കുന്നതാണ് ദൈവത്തിൻ്റെ അറിവ്, ദൈവത്തിൻ്റെ ജ്ഞാനം. അപ്പോൾ വെളിപ്പാട് എന്ന് പറയുന്ന കാര്യം ഒരു ദൈവദാസനെ സംബന്ധിച്ച് ലഭിക്കുന്നില്ല എങ്കിൽ അവരുടെ സഭ പ്രശ്നമുണ്ടായിത്തീരും. വെളിപ്പാടെന്ന് പറയുന്ന കാര്യം ഇവിടെ ഇരിക്കുന്ന വ്യക്തികൾക്ക് ലഭിക്കുന്നില്ല എങ്കിൽ അവരുടെ ജീവിതത്തിൽ പ്രശ്നങ്ങൾ ഉണ്ടാക്കുവാനായിട്ട് ഇടയായിത്തീരുന്നു. അതുകൊണ്ട് വെളിപ്പാടെന്ന് പറയുന്ന കാര്യം ഒരു വ്യക്തിക്ക് ലഭിക്കേണ്ടത് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമാണ്. നമുക്ക് പല അറിവുകളുണ്ട്. അപ്പോസ്തലനായ പൗലോസ് നേരിട്ട ഏറ്റവും വലിയ പ്രശ്നം അതായിരുന്നു. അപ്പോസ്തലനായ പൗലോസിന് ഗ്രീക്ക് ജ്ഞാനം ഉണ്ടായിരുന്നു. അപ്പോസ്തലനായ പൗലോസിന് ന്യായപ്രമാണത്തിൻ്റെ അറിവുണ്ടായിരുന്നു, എബ്രായ അറിവുണ്ടായിരുന്നു, ഇത്രയും അറിവുകളുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ അപ്പോസ്തലനായ പൗലോസിൻ്റെ മുന്നേ ഉള്ള ആൾക്കാരാണ് പ്ലേറ്റോ, അരിസ്റ്റോട്ടിൽ, സോക്രട്ടീസ് എന്ന് പറയുന്നത്. എന്ന് പറഞ്ഞാൽ അദ്ദേഹം നിന്നിരുന്നിടം ഏറ്റവും മെച്ചമായ ലോകത്തിൻ്റെ അറിവുള്ള സ്ഥലമായിരുന്നു. ഈ അപ്പോസ്തലനായ പൗലോസ് പറയുന്ന ഒരു സ്റ്റേറ്റ്മെന്റ് ഉണ്ട്, 1 കൊരിന്ത്യർ 2:2. ക്രൂശിക്കപ്പെട്ടവനായ യേശു ക്രിസ്തുവിനെ അല്ലാതെ മറ്റൊന്നും അറിയാത്തവനായി നിങ്ങളുടെ ഇടയിൽ ഇരിക്കണമെന്ന് ഞാൻ നിർണയിച്ചു. നോക്കുക, അപ്പോസ്തലനായ പൗലോസ് പറയുകയാണ്, എനിക്ക് ഈ അറിവുകളെല്ലാം ഉണ്ട്, എനിക്ക് ഈ എല്ലാം അറിവുകളുണ്ട്, എന്നാൽ ദൈവത്തിൻ്റെ അറിവിനെ, ദൈവത്തിൽ നിന്ന് വരുന്ന അറിവിനെ കൃത്യമായി ഫിൽട്ടർ ചെയ്ത് ഞാൻ പ്രാപിക്കുവാനായിട്ട് താല്പര്യപ്പെടുന്നു. ഇതേ അറിവിനെ ദൈവസഭകളോട് പറയുവാനായിട്ടും ഞാൻ താല്പര്യപ്പെടുകയാണ്. ഇവർ പറയുന്നു, ക്രൂശിക്കപ്പെട്ടവനായ ക്രിസ്തുവിനെ കുറിച്ചുള്ള അറിവുകൾ മാത്രം അറിഞ്ഞ് അത് മാത്രം സഭയിൽ പ്രസംഗിക്കുവാനാണ് ഞാൻ ആഗ്രഹിക്കുന്നത് എന്നുള്ളതാണ് പൗലോസ് പറഞ്ഞത്. അതേ പൗലോസ് തന്നെ പറയുന്നു, ഈ അറിവ് എങ്ങനെ പ്രാപിച്ചു എന്നും പറയുന്നുണ്ട് ഗലാത്യ ലേഖനത്തിൽ. എങ്ങനെ? കർത്താവിൽ നിന്ന് നേരിട്ട് പ്രാപിക്കുവാനായിട്ട് ഇടയായിത്തീർന്നു. ഞാൻ പറഞ്ഞതിൻ്റെ ചുരുക്കം ഇത്രയേ ഉള്ളൂ. ഞാൻ എൻ്റെ വാക്കുകൾ ചുരുക്കുവാനായിട്ട് ആഗ്രഹിക്കുകയാണ്. ഞാൻ പറഞ്ഞോളൂ, ദൈവം നമ്മളെ ഈ ആത്മീയ ജീവിതത്തിൽ സഞ്ചരിപ്പിക്കാനുള്ള അറിവുകൾ പകർന്നു തരുവാനായിട്ട് തയ്യാറാണ്. ദൈവം ഈ അറിവുകൾ നമുക്ക് പറയുവാനായിട്ട് തയ്യാറാണ്. അതിനുവേണ്ടി നിലവിലുള്ള അറിവുകൾക്കപ്പുറമായിട്ട് ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് നിങ്ങൾക്ക് പുതിയ അറിവുകൾ പകർന്നു തരുവാനായിട്ട് ദൈവം തയ്യാറാണ്. ഈ അറിവുകൾ പ്രാപിച്ചുകൊണ്ട് സഞ്ചരിച്ചെങ്കിൽ മാത്രമേ മെച്ചമായൊരു ദൈവസഭ രൂപപ്പെടത്തുള്ളൂ. ഈ അറിവുകൾ പ്രാപിച്ചുകൊണ്ട് പോയെങ്കിൽ മാത്രമേ നമ്മുടെ ജീവിതത്തിൽ നമുക്ക് ജോഷുവ എത്തിയിടത്ത് എത്താൻ പറ്റത്തുള്ളൂ, നമ്മുടെ ജീവിതത്തിൽ പൗലോസ് എത്തുവാനായിട്ട് കഴിയത്തുള്ളൂ. അതുകൊണ്ട് അവിടേക്ക് എത്തിച്ചേരുവാനായിട്ട് നാം പ്രയത്നിക്കുന്നവരായി തീരണം. അതുകൊണ്ട് തന്നെ നമ്മുടെ ഹൃദയത്തിൽ കളങ്കമില്ലാതെ, നമ്മുടെ ഹൃദയത്തിൽ കൃപയോടുകൂടി ദൈവത്തെക്കുറിച്ചുള്ള അറിവുകൾ പ്രാപിക്കുന്നവരായി തീരണം. ദൈവം പകർന്നു തരുന്ന അറിവുകളെ ആ ഒരു സ്നേഹത്തിൽ, ആ ഒരു കൃപയിൽ, ആ ഒരു വിശ്വാസത്തിൽ, ആ ഒരു പ്രത്യാശയിൽ പ്രാപിച്ചുകൊണ്ട് സഞ്ചരിക്കുകയാണെങ്കിൽ തീർച്ചയായിട്ടും നമുക്ക് അവിടേക്ക് എത്തിച്ചേരാനായിട്ട് സാധിക്കുന്നു. അതുകൊണ്ട് തന്നെയാണ് ആ ഒരു ലഭിക്കുന്ന അറിവിൻ്റെ പ്രത്യേകതയാണ് പറഞ്ഞത്, ദൈവത്തിൻ്റെ ശബ്ദത്തിൻ്റെ പ്രത്യേകത. അത് നിങ്ങളുടെ ഹൃദയത്തിലേക്ക് സത്യമായി എത്തിച്ചേരുമ്പോൾ അതില്ലാത്ത പ്രവർത്തനങ്ങൾ ഉണ്ടാക്കും, അത് നമ്മൾ വിചാരിക്കാത്ത പ്രവർത്തനങ്ങൾ ഉണ്ടാക്കും. ആ ദൈവത്തിൻ്റെ ശബ്ദത്തിന് മാൻപേടകളെ പ്രസംഗിക്കുമാറാക്കുന്ന, അല്ലെങ്കിൽ വനത്തിൻ്റെ തോലിരിക്കുന്ന അഗ്നിജാലകളെ ചിതറിക്കുന്ന ശക്തിയുള്ള ദൈവത്തിൻ്റെ ശബ്ദമാണ്. ഇത് ലഭിക്കുമ്പോൾ കൃത്യമായും നിങ്ങൾക്ക് ആ ഒരു ലക്ഷ്യത്തിൽ എത്തിച്ചേരുവാനായിട്ട് സാധിക്കും. ദൈവത്തിന് ഒരിക്കലും ഞാൻ ഉഷ്ണവാനുമല്ല ശീതവാനുമല്ല എന്നുള്ള ഇടത്ത് നിൽക്കുവാൻ താല്പര്യപ്പെടുന്നില്ല. അവിടെ നിൽക്കുവാൻ ദൈവം താല്പര്യപ്പെടുന്നില്ല. ചർച്ച് പൊളിറ്റിക്സിൽ നിൽക്കുവാൻ ദൈവം താല്പര്യപ്പെടുന്നില്ല. കള്ളപ്രവചനങ്ങളുള്ളിടത്ത് നിൽക്കുവാൻ ദൈവം താല്പര്യപ്പെടുന്നില്ല. മറിച്ച് ഗഹസ് നിന്നിടത്തോ എലിശയുടെ ദാസനായിട്ടുള്ള ഗഹസിയെ പോലെ ആയിരിക്കാൻ ദൈവം താല്പര്യപ്പെടുന്നില്ല. പരീശന്മാരെ പോലെ ആയിരിക്കാൻ ദൈവം താല്പര്യപ്പെടുന്നില്ല. അവിടെ നിൽക്കാതെ യേശുവിൻ്റെ ദാസന്മാരായി, ക്രിസ്തുവിൻ്റെ ദാസന്മാരായി കൃപ പ്രാപിച്ചുകൊണ്ട്, ദൈവശക്തി പ്രാപിച്ചുകൊണ്ട്, ദൈവശബ്ദം പ്രാപിച്ചുകൊണ്ട് നാം എത്തിച്ചേരേണ്ടതായ മൂന്നാമത്തെ ആ ഒരു ഇടത്തേക്ക് സഞ്ചരിക്കുന്നവരാകണം. അവിടെ എത്തുമ്പോഴാണ് ദൈവത്തിൻ്റെ കൃപ സഭയിൽ ഉണ്ടാകുന്നത്. അവിടെ എത്തുമ്പോഴാണ് വിടുതലുകൾ സഭയിൽ ഉണ്ടാകുന്നത്. അവിടെ എത്തുമ്പോഴാണ് അത്ഭുതങ്ങൾ സഭയിൽ ഉണ്ടാകുന്നത്. അവിടെ എത്തുമ്പോഴാണ് വ്യക്തികൾ മാനസാന്തരപ്പെടുന്നത്. അവിടെ എത്തുമ്പോഴാണ് നമ്മൾ പറയുന്ന സുവിശേഷങ്ങൾക്ക് ശക്തി ഉണ്ടാകുന്നത്.
അവിടെ എത്തിയെങ്കിൽ മാത്രമേ നമ്മൾ പറയുന്ന വാക്കുകൾക്കും ബലമുണ്ടാകത്തുള്ളൂ. അതുകൊണ്ട് ദൈവത്തിൻ്റെ വെളിപ്പാടുകൾ പ്രാപിക്കുകയും ദൈവത്തിൻ്റെ വെളിപ്പാടുകളുടെ ആഴങ്ങൾ മനസ്സിലാക്കുകയും അത് നമ്മുടെ ഹൃദയത്തിൽ പരിവർത്തിക്കുന്ന വെള്ളത്തിൻ്റെ മീതെ പരിവർത്തിച്ച പോലെ അത് നമ്മുടെ ഹൃദയത്തിൽ പരിവർത്തിച്ച് ദൈവത്തിന് പ്രയോജനമുള്ള, ദൈവരാജ്യത്തിന് പ്രയോജനമുള്ള, ദൈവകൃപയ്ക്ക് പ്രയോജനമുള്ള പ്രവർത്തനങ്ങൾ ചെയ്യുന്നവരാകുവാൻ തക്കവണ്ണം നമ്മളെ സമർപ്പിക്കാം. അതല്ലാതെ നിൽക്കുന്നിടത്ത് നമ്മൾ നിൽക്കുന്ന ആ ഒരു സ്റ്റേജിൽ നിൽക്കുമ്പോൾ അവിടെ യാതൊരു ഗുണവും ദൈവത്തിനുണ്ടാകത്തില്ല. അവിടെ നിൽക്കുന്നത് കൊണ്ട് ദൈവത്തിന് യാതൊരു മെച്ചവും ഉണ്ടാകത്തില്ല. അതിനപ്പുറത്തേക്ക് സഞ്ചരിച്ച് ദൈവത്തിൻ്റെ പ്രവർത്തനങ്ങളിൽ മുഴുകുവാൻ തക്കവണ്ണം നമുക്കിടയായി തീരട്ടെ. അപ്പോസ്തലനായ പൗലോസ് 3 ഭൂഖണ്ഡങ്ങളിലാണ് കടന്നു ചെന്ന് സുവിശേഷം അറിയിച്ചത്. എന്തുകൊണ്ടാണ്? അവൻ 3ാമത്തെ സ്റ്റേജിൽ നിന്നുകൊണ്ടാണ്. അപ്പോസ്തലനായ പൗലോസിന് ഇത്രയും വലിയ കാര്യങ്ങൾ ചെയ്തു. തിരുവചനം പറഞ്ഞെന്താണ്? അക്ഷരങ്ങളല്ല ആത്മാവാണ്. അക്ഷരങ്ങളല്ല ആത്മാവാണ്. നമ്മൾ അക്ഷരം പോലെ ബൈബിൾ പഠിച്ച് പ്രസംഗിച്ചു കഴിഞ്ഞാൽ ഒരു മാനസാന്തരം പ്രൊഡ്യൂസ്ഡ് ആകത്തില്ല. അക്ഷരമാണ് പോകുന്നതെങ്കിൽ അതൊരു വ്യക്തിയിൽ ഇടിച്ച് തിരിച്ചു വരത്തേയുള്ളൂ. എന്നാൽ പൗലോസിനെ പോലെ ശക്തി പ്രാപിച്ചുകൊണ്ട് സുവിശേഷത്തെ ഉപയോഗിക്കുകയാണെങ്കിൽ നമ്മുടെ ജീവിതത്തിൽ ഒരു വലിയ കൃപ വെളിപ്പെടുവാനായിട്ട് ഇടയായി തരും. അതുപോലുള്ള വെളിപ്പാടുകൾ പ്രാപിക്കുവാനായിട്ട് നമ്മളെ അതിനുവേണ്ടി സമർപ്പിക്കാനായിട്ട് നാം ദൈവസന്നിധിയിലേക്ക് നമ്മളെ തന്നെ സമർപ്പിക്കുന്നവരായിത്തീരും. അത് പ്രാപിക്കുകയാണെങ്കിൽ തീർച്ചയായിട്ടും ദൈവത്തിൻ്റെ വലിയ പ്രവർത്തനങ്ങൾ നമ്മുടെ ഇടയിൽ കാണുവാനായിട്ട് സാധിക്കും എന്നുള്ളതാണ് ഇതിൻ്റെ ചുരുക്കം. ഞാൻ നിങ്ങളുടെ മുമ്പിൽ പറയാനുള്ള കാര്യം, മെസ്സേജ് നിങ്ങൾ കൺവേ ചെയ്യാൻ ഞാൻ വിശ്വസിക്കുന്നു. അത് തീർച്ചയായിട്ടും അത് ഹൃദയത്തിൽ അതിനെ നിങ്ങൾ ഉൾക്കൊണ്ടുകൊണ്ട് കൃപ പ്രാപിക്കുകയാണെങ്കിൽ വലിയ 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 ദൈവത്തിൻ്റെ മിഷനുകൾ നമുക്ക് നമ്മുടെ സഭയിൽ കാണാൻ സാധിക്കും എന്നുള്ളതാണ് ഞാൻ പറഞ്ഞതിൻ്റെ ചുരുക്കം. മറ്റുള്ള എല്ലാ കാര്യങ്ങളും വിട്ട് ദൈവത്തിൻ്റെ സന്നിധിയിലേക്ക് സമർപ്പിച്ചുകൊണ്ട് സഞ്ചരിക്കുകയാണെങ്കിൽ, ദൈവത്തിൻ്റെ വെളിപ്പാട് സത്യമായി പ്രാപിക്കുകയാണെങ്കിൽ വലിയ ദൈവപ്രവർത്തനങ്ങൾ നമുക്ക് കാണുവാനായിട്ട് സാധിക്കും. അതുകൊണ്ട് തീർച്ചയായിട്ടും ദൈവത്തിൻ്റെ വെളിപ്പാടുകൾ പ്രാപിച്ചുകൊണ്ടുള്ള ശുശ്രൂഷ തന്നെ നമ്മൾ ചെയ്യാനിടയാകട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ വാക്കുകൾ ചുരുക്കുന്നു. ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. എല്ലാവർക്കും എഴുന്നേറ്റ് നിൽക്കാം. ഹല്ലേലൂയ, പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. കൃപയേറും കർത്താവിൽ അതിനാൽ ഹൃദയെന്തു നല്ല ആശ്വാസം, ദുരിതങ്ങൾ നിറയുമി ഭൂവാസം, ദുരിതങ്ങൾ നിറയുമി ഭൂവാസം, മനോഹരമാം കൃപയൊന്നൻ ആശ്രയം. ഹല്ലേലൂയ. കൃപയൊന്നൻ ആനന്ദമാ. വൈരികൾ വന്നാലും എതിരുയർന്നാലും കൃപ മതിയെന്നാലും. വൈരികൾ വന്നാലും എതിരുയർന്നാലും കൃപ മതിയെന്നാലും. ബലഹീനതയിൽ നല്ല ബലമേകും മരുഭൂമിയിലാനന്ദത്തണലാകും. ഇരുൾ പാതയിൽ അനുദിന മൊളി നൽകും കൃപയോ നന്നാശ്രയമാ. പാതയിൽ അനുദിന മൊളി നൽകും കൃപയോ നന്നാശ്രയമാ. കൃപയോ നൻ ആശ്രയം. ഹല്ലേലൂയ. കൃപയോ നൻ ആനന്ദമാ. വൈരികൾ വന്നാലും എതിരുയർന്നാലും കൃപ മതിയെന്നാലും. വൈരികൾ വന്നാലും എതിരുയർന്നാലും കൃപ മതിയെന്നാലും. എന്റെ താഴ്ചയിൽ അവനെന്നെ ഓർത്തല്ലോ. ഘോര വൈരിയിൽ തലമാവൻ തകർത്തല്ലോ. എന്റെ കൈകളിൽ അവൻ എന്നെ ചേർത്തല്ലോ. സ്തോത്രഗീതം പാടിടും ഞാൻ. കൈകളിൽ അവൻ എന്നെ ചേർത്തല്ലോ. സ്തോത്രഗീതം പാടിടും ഞാൻ. കൃപയോന്നൻ ആശ്രയം. ഹല്ലേലൂയ. കൃപയോന്നൻ ആനന്ദമാ.
ആനന്ദമാം. വൈരികൾ വന്നാലും എതിരുയർന്നാലും കൃപ മതിയെന്നാലും. ആമേൻ. വൈരികൾ വന്നാലും എതിരുയർന്നാലും കൃപ മതിയെന്നാലും. അനവധി വന്നാലും അനുകൂലമെനിക്കവനെന്നാലും ജീവനെ തന്നവനിനിമേലും സ്തുതിയാത്തുമെന്നെ. ജീവനെ തന്നവനിനിമേലും കൃപയാ നടത്തുമെന്നെ. ആമേൻ. കൃപ കൃപയോന്നൻ ആശ്രയം. ഹാലലൂയ. കൃപ കൃപയോന്നൻ ആനന്ദമാ. വൈരികൾ വന്നാലും എതിരുയർന്നാലും കൃപ മതിയെന്നാലും. ആമേൻ. വൈരികൾ വന്നാലും എതിരുയർന്നാലും കൃപ മതിയെന്നാലും. ഹല്ലേലൂയ. കേൾപ്പെടുന്ന നല്ല സന്ദേശത്തിനായി കർത്താവിനെ നന്ദിയോടെ സ്തുതിക്കുന്നു. നമുക്ക് വെളിപ്പാടുണ്ടെങ്കിൽ മാത്രമേ ജീവന്റെ മാർഗത്തിൽ നടക്കുവാൻ സാധിക്കുകയുള്ളൂ. വെളിപ്പാടില്ലെങ്കിൽ ജനം അധോഗതി പ്രാപിക്കുന്നു. ഹല്ലേലൂയ. ദൈവീയ വെളിപ്പാടും ദൈവീയ കാഴ്ചപ്പാടും ദൈവീയ പരിജ്ഞാനവും പ്രാപിച്ച് മുന്നേറുവാൻ ദൈവം നമ്മളെക്കുറിച്ച് ആഗ്രഹിക്കുന്നു. ദാസസംഗീതത്തെക്കുറിച്ച് പറഞ്ഞു. കാദേശ് മരുവിനെ നടുക്കുന്ന ശബ്ദം, മാൻപേടകളെ പ്രസവിക്കുമാറാക്കുന്ന ശബ്ദം, വനത്തിലെ മരത്തിൻ്റെ തോലുരിക്കുന്ന ദൈവീയ ശബ്ദം നമ്മുടെ കാതുകൾ കേട്ട് ഹൃദയത്തിൽ സ്വീകരിച്ച് നമ്മുടെ വിശ്വാസ ജീവിതം വിജയകരമായി കൊണ്ടുപോകുവാൻ കർത്താവ് നമ്മളെ സഹായിക്കട്ടെ. സ്തോത്രം. ദാസം ചാട്ടക്കിട്ട് വളരെ വ്യക്തമായി അരമണിക്കൂറിൽ പറഞ്ഞാൽ കേട്ടല്ലോ. അത് കേൾക്ക് മാത്രമല്ല, ജീവിതത്തിൽ പ്രാവർത്തികമാക്കുവാനും കർത്താവെ ദൈവീയ ശബ്ദം എന്നെ നയിക്കുമാറാകണമേ. ദൈവീയ വെളിപ്പാട് എനിക്ക് തന്ന കർത്താവെ, അതിലൂടെ നടക്കുവാൻ, ആ ദൈവീയ വെളിച്ചത്തിൽ നടക്കുവാൻ ഞാൻ ആഗ്രഹിക്കുന്ന, കുടുംബം ആഗ്രഹിക്കുന്നു, പ്രാർത്ഥിക്കുന്നെങ്കിൽ അത് പ്രകാരം ദൈവം നമ്മളെ നടത്തും. കർത്താളമായി സഹായിക്കട്ടെ. സ്തോത്രം. ചുരുക്കം ചില നമുക്ക് ഒരുമിച്ച് കടന്നു വരുവാനും കർത്താവിനെ ആരാധിക്കുവാനും സ്തുതിക്കുവാനും കീബോർഡ് ഇല്ലെങ്കിലും നമുക്ക് ആരാധിക്കാൻ പറ്റും. ഒന്നുമില്ലെങ്കിലും കൈയിടിച്ച് കർത്താവിനെ മഹത്വപ്പെടുത്തുവാൻ നമുക്ക് സാധിക്കും. ഏത് സാഹചര്യത്തിലും കർത്താവിനെ ആരാധിക്കുവാൻ നമ്മൾ ബാധ്യസ്ഥരാണ്. കർത്താവ് ധാരാളമായി അനുഗ്രഹിക്കുമാരുടെ. പ്രിയ തോമസ് ഞാൻ ചുരുക്കമായി പ്രാർത്ഥിക്കുകയും ഒടുവിൽ പ്രിയ ബിബിൻ പ്രാർത്ഥിച്ച് അവസാനിപ്പിക്കുകയും ചെയ്യുന്നതായിരിക്കും. ഹല്ലേലൂയ. പ്രൈസ് ഗോഡ്. ഹല്ലേലൂയ. അനുഗ്രഹിക്കപ്പെട്ട വചനങ്ങൾക്കും ആമേൻ. ഹല്ലേലൂയ. എല്ലാം കേട്ട് അനുഗ്രഹിക്കുന്നതിനെ സ്തോത്രം. പ്രൈസ് ഗോഡ്. ഈ സഭയ്ക്ക് നിലനിൽപ്പുണ്ടാകണമേ. ആമേൻ. ഇത് ഈ ഭൂപ്രദേശങ്ങൾ വ്യാപിക്കാൻ സ്തോത്രം. ഈ പട്ടണത്തിൽ ഇതൊരു നെടുന്തൂണായി നിന്നും ഹല്ലേലൂയ. പ്രവർത്തിക്കുവാൻ ഇടയാക്കണം. സ്തോത്രം. ഇതിൽ വരുന്ന സഹോദരങ്ങൾ സഹോദരിമാരും എല്ലാം ആമേൻ. ദൈവമേ ഒത്തൊരുമയോട് ജീവിക്കാൻ, ഒത്തൊരുമയോട് തന്നെ ഈ സഭയിൽ കാണുവാൻ പ്രാർത്ഥിക്കുന്നു. യേശുക്രിസ്തുവിന്റെ നാമത്തിൽ സ്തോത്രം. ആമേൻ. Hallelujah, 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 heavenly gracious Father, Lord. Hallelujah, glory to Father, God. Thank you, Lord, hallelujah, for this beautiful Sunday, Lord, hallelujah, Father. Praise Lord, you, hallelujah, the for this Lord, Sunday hallelujah. worship, Lord, hallelujah. Thank you, Lord, hallelujah, from Lord start to my Lord, hallelujah, Amen. this Lord end time, Lord, hallelujah, Father, your guidance, my Lord, hallelujah, your presence was here, my Lord, Father. We thank you, Lord, hallelujah, for thank you, Lord, hallelujah, leading and guiding the choir, Lord. My Lord, hallelujah, even with the obstacles, my Lord, hallelujah, you have guided them, led them, Lord, hallelujah, my Lord, in the right direction, Lord, hallelujah, Father. Hallelujah. Thank you, Lord, hallelujah, for giving all the Hallelujah. wisdom and knowledge, Lord, hallelujah, Father. Bless our choir, my Lord, hallelujah. My Lord, hallelujah, always, my Lord, praising you in Holy Spirit, Lord, hallelujah, Father. Amen. My Lord, hallelujah, the Holy Spirit guide them, my Lord, Yes, hallelujah, more and more, hallelujah. Lord, hallelujah, coming days, Father, Lord. Glory. We thank you, Lord, hallelujah, throughout this meeting, Father, you help, Lord, each one of us, Lord, hallelujah, to be the part of this Amen. Sunday worship. Father, we thank you, Lord, our brothers and sisters, my Lord, hallelujah, back from they have traveled to India, my Lord, hallelujah. You kept them, my Lord, hallelujah. You blessed them Amen. to, my Lord, hallelujah, reach home safely, Father. We thank you, Hallelujah. Lord. My Lord, hallelujah, all the prayer meetings, Lord, hallelujah, all the prayer meetings we have this coming week, Lord, Oh, hallelujah, let Father, them- bless that meeting, Lord, hallelujah, Father. Hallelujah. All the prayer requests we have, Father, once again we Amen. surrender, Lord, hallelujah.
you, my Lord, hallelujah, answer that prayer, my Lord, hallelujah, Father. Lord, hallelujah, people who could not make it today, Father, Lord, hallelujah, bless them, Lord, next Sunday to be the part of the Sunday worship, Lord, hallelujah, Father. We surrender this church, Lord, hallelujah, Father. Bless this church, Lord, hallelujah. Let the church multiply in hundreds and thousands, my Lord, hallelujah, Father. Let we see and witness, Lord, hallelujah, your mighty hand working is upon this church, Lord, hallelujah, Father. Lord, hallelujah, we surrender, Lord, hallelujah, once again. Lord, hallelujah, we surrender this Uxbridge, Lord, hallelujah. So many, my Lord, hallelujah, dark and, my Lord, hallelujah, evil, my Lord, hallelujah, things going on, my Lord, hallelujah, Father. Let, my Lord, hallelujah, this church be, my Lord, hallelujah, a new light for this, my Lord, hallelujah, Hillingdon, my Lord, hallelujah. Let this church, my Lord, hallelujah, through this church, my Lord, let there be a lot of deliverance happen, Lord, hallelujah, Father. My Lord, a lot of sick people be healed, my Lord, hallelujah, Father. Hallelujah. Let me hear all the coming days, Father, new testimonies, Lord, hallelujah, Father. Let people multiply, my Lord, hallelujah. Every Sunday, my Lord, hallelujah. My Lord, you showed me vision, my Lord, back, my Lord. Every Sunday there will be people coming, Lord, hallelujah, Father. I still believe in that, Lord, hallelujah, Father. People will multiply, my Lord, hallelujah, Hallelujah. We thank you, Lord, hallelujah. We thank you, Father, using the man of God today. My Lord, through share your word, Lord, hallelujah. Father. It's a wonderful presentation, Lord, hallelujah. Amen. My Lord, hallelujah. Lord, help us, Lord, hallelujah, to understand that deeply, Father, and follow that and implement our life, Lord, hallelujah, Father. Once again, Lord, we thank you, Father. We surrender each one of us in your hand. Help us to go home safely, Lord, hallelujah. Come back, Lord, hallelujah, for the Wednesday meeting, Lord, and Sunday worship, Lord, Father. Until we see again, Father, my Lord, hallelujah. Keep us under your love and your care and your blessing, Father. Submit all my prayers in your miraculous hand. In Nazareth name of Jesus Christ, name we pray to God. Amen. Hallelujah. പിതാവായ ദൈവത്തിന്റെ സ്നേഹവും പുത്രനായ യേശുക്രിസ്തുവിന്റെ കൃപയും വീണ്ടെടുപ്പ് രക്ഷയും സമാധാനവും നമ്മളെ ആശ്വസിപ്പിക്കുന്ന പരിശുദ്ധാത്മന്റെ കൂട്ടായ്മയും സഹവാസവും നാം എല്ലാവരോടും പ്രാർത്ഥിച്ച സകല കാര്യങ്ങളും ഭൂമിയിലുള്ള സകല വിശുദ്ധന്മാരോടും ഇന്നുമുള്ള നെയ്ക്കും ഉണ്ടായിരിക്കുമാറാകട്ടെ. യേശുക്രിസ്തു മുഖാന്തരം ഇന്ന് വൈകുന്നേരം ചെയ്യുന്ന ഇത് സ്തോത്രം ചെയ്യാം. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ആമേൻ. കർത്താവേ, വേഗം വരണം. നല്ലൊരു ആഴ്ചക്കാലം പ്രദാനം ചെയ്യട്ടെ. ബുധനാഴ്ച നമുക്ക് പ്രാർത്ഥന കാണും. ഉപവാസ പ്രാർത്ഥന മറക്കരുത്. ഏതെങ്കിലും വീട്ടിൽ കണ്ടക്ട് ചെയ്യണമെങ്കിൽ പ്ലീസ് ലെറ്റ് us know. We arrange accordingly. കർത്താവ് അനുഗ്രഹിക്കുമാറാകട്ടെ. ഹല്ലേലൂയ.